Hi, hello, good morning everyone, good morning. അപ്പോൾ ഇറ്റ്സ് എ ന്യൂ ഡേ അല്ലേ, വീണ്ടും നമ്മൾ പുതിയ ഒരു ദിവസം ആൻഡ് പുതിയ ഒരു മോർണിംഗ് ആൻഡ് വി ആർ ബാക്ക് വിത്ത് എ ന്യൂ ചാപ്റ്റർ. സോ ആസ് യൂഷ്വൽ ആരൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പറയൂ, എല്ലാവരും ഒന്ന് ഹായ് പറയൂ ആരൊക്കെയുള്ളത് എന്നുള്ളതൊക്കെ. വി ഹാവ് ടു സ്ലോലി സ്റ്റാർട്ട് വിത്ത് അവർ ക്ലാസ്സസ്. സോ ആരൊക്കെയാണ് ഉള്ളത്, ജസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ ഒന്ന് പറഞ്ഞേ. സോ അലൻ ഇസ് ഹിയർ, അലൻ ഇസ് സെയിങ് ഗുഡ് മോർണിംഗ്. ദേവിക ഇസ് ഹിയർ സെയിങ് ഗുഡ് മോർണിംഗ് ദേവിക. ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ്? എല്ലാവരോടും വേഗം ജോയിൻ ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയുക. ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ലേസി മോർണിംഗ് ആയിരിക്കും അല്ലേ ഈ സമയത്തൊക്കെ. മിക്കവാറും ഒരുപാട് പേര് ഇന്നലെ രാത്രിത്തെ കോമ്പിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവും. സോ ഡെഫിനറ്റ്ലി എണീക്കാൻ കുറച്ച് ഇതൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ക്യാമറ ഇപ്പം തന്നെ ഓൺ ചെയ്യും കേട്ടോ, ചെറിയൊരു കറക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കേൾക്കുന്നില്ലെന്ന് പറയണേ, കേൾക്കുന്നില്ലേ കാണുന്നില്ലേ നെറ്റൊക്കെ ഓക്കെ അല്ലേ എന്ന് പറയാം. സോ ആസ് യൂഷ്വൽ നമ്മുടെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രേയ, ശ്രീലക്ഷ്മി, ഷിജിൻ, തമന്ന, നന്ദന, അന്നപൂർണ, ശ്രേയ, അമീഷ, ഷിഫാന, എവ്രി വൺ ഇസ് ഹിയർ. സോ വെൽക്കം ടു എ ന്യൂ ചാപ്റ്റർ. ഓക്കെ, സോ എന്താ പറയുക, സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഇന്ന് കുറച്ചൊരു ലോങ് റണ്ണാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലത്തെ ലൈവ് കണ്ടവർക്കറിയാം, ഡ്യൂ ടു സം അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസസ് നമുക്ക് ലൈവ് ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. യു നോ ദ റീസൺ, വേറൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് ഒരു ലൈവ് കൂടി കയറി വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഓക്കെ ആണല്ലോ. സോ ഷാൽ വി സ്റ്റാർട്ട്? തുടങ്ങിയാലോ. നമുക്ക് പുതിയൊരു ചാപ്റ്റർ ഇന്ന് മെയിൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേവ്സ് ആണ്. ഓക്കെ ആണല്ലോ. വേവ്സ് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ നമ്മൾ എടുത്ത് നിർത്തിയ നമ്മുടെ ഓസിലേഷൻ്റെ ബാക്കിയും കൂടെ തീർക്കാനുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യമേ ചോദിക്കാം, ഞാൻ എങ്ങനെ എടുക്കേണ്ട, ഒരു ഫാസ്റ്റ് പേസിലെടുത്ത് ഒരു 2 ഹവറിൽ തീർക്കണോ, അതോ നിങ്ങൾക്ക് കുഴപ്പമില്ല 1 ഹവർ കൂടെ എക്സ്ട്രാ ഇരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒരു 3 ഹവർ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും, അപ്പോൾ കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും നിങ്ങളുടെ ഒരു ഇൻപുട്ട് തരാം, എങ്ങനെയായിരിക്കണം ക്ലാസ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് തീർത്താൽ മതിയോ, അതൊരു 1 ഹവർ കൂടെ എക്സ്ട്രാ എടുത്ത് ആ ഒരു ടൈമും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൂടെ പറയണോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ, സോ ആസ് യൂഷ്വൽ വി ഗോട്ട് എ കോഡ് ഫോർ അവർ ഡേ. എന്താണ് ആ കോഡ്? ഇത് എന്താ പറയുക, പെർട്ടിക്കുലർലി ഈ ഒരു ടൈമിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു എന്താ പറയുക, നമ്മുടെ റിപ്പീറ്റൊക്കെ തുടങ്ങി അവസാനമൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, സർ ഭയങ്കര പേടിയാണ്, ഒന്നും എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നത് തന്നെ പേടിച്ചിട്ടാണ്. കാരണം ഇനി ആകെ ഒരു 5-8 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൂടിയേ ഉള്ളൂ. സോ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ച് തീരുമോ? കാരണം ഒരുപാട് ടെൻഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് 2 രീതിയിൽ ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ നമുക്കെല്ലാം മറക്കാം, യു ക്യാൻ ലിറ്ററലി ഫോർഗെറ്റ് എവറിത്തിങ് ആൻഡ് യു ക്യാൻ ജസ്റ്റ് റൺ അവേ ഫ്രം ഇറ്റ് അല്ലേ. പ്രോബ്ലംസ് ഒന്നും അറിയണ്ട, ജസ്റ്റ് ഒഴിഞ്ഞു മാറുക. എന്താണ്, നീറ്റ് ആയിക്കോട്ടെ, ഞാൻ എനിക്കിഷ്ടമുള്ള പഠിക്കും, എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ വല്ല ഡിഗ്രിക്കും പോവാം, ഫസ്റ്റ് ചോയ്സ്. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. എന്തായാലും ഞാൻ ഇറങ്ങി തിരിച്ചു അല്ലേ, എനിക്കിനി ആകെ ഒരു മാസമേ ബാക്കിയുള്ളൂ. ഒരു മാസം എന്ന് പറയുമ്പോൾ ഒന്ന് ഇതേപോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലത്തെ കോമ്പി വൈകുന്നേരത്തെ കോമ്പിയൊക്കെ കഴിഞ്ഞ് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ ഷഡേ എന്ന് പറയുമ്പോഴേക്കും തീർന്നു പോകുന്ന ഒരു മാസക്കാലം, ചിലപ്പോൾ ആ ഒരു മാസക്കാലം നിങ്ങളുടെ എൻറ്റയർ ലൈഫ് മാറ്റിമറിച്ചേക്കാം, ശരിയല്ലേ? സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഫേസിങ് തിങ്സ്. ഇനി നമ്മൾ പ്രോബ്ലംസും എല്ലാം നമ്മൾ ഫേസ് ചെയ്ത് ആൻഡ് വി ആർ ഗോയിങ് ടു റൈസ്. ഓക്കെ ആണല്ലോ. സോ ദിസ് മന്ത്, ഇത് കഴിഞ്ഞ് ഫ്രൈഡേ മാർച്ച് 31 ആണ്, ആൻഡ് ടുമോറോ ഇസ് April 1, ദ ലാസ്റ്റ് 1 മന്ത് അല്ലേ. അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട്. വി ആർ ഗോയിങ് ടു ഫേസ് ദിസ് എക്സാം ടുഗെദർ ആൻഡ് വി ആർ ഗോയിങ് ടു വിൻ ദിസ് എക്സാം ടുഗെദർ. ഓക്കെ ആണോടാ? സോ വിത്ത് ദാറ്റ് നോട്ട് വി വിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദ ക്ലാസ്. ഓക്കെ, ഡീറ്റെയിൽ ക്ലാസ്. ഓക്കെ ഫൈൻ. സോ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം, ഒരു പ്രശ്നമില്ല. കെമിസ്ട്രിയുടെ കോമ്പി ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പോൾ ഞാനും ആക്കഫും അത്യാവശ്യം ഫ്രീ ആണ്, അതുകൊണ്ടാണ് ഞങ്ങളെ മാറ്റി ഇടുന്നത് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. കാരണം ഇനി കെമിസ്ട്രി ക്ലാസ്സും ബയോളജി ക്ലാസ്സും എല്ലാം ഉണ്ടാവും. നമുക്കിപ്പോൾ ഞങ്ങൾ 2 പേരും അവൈലബിൾ ആയതുകൊണ്ട് ഞങ്ങളെ മാറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ കുറച്ച് ബിസി ആവും. ആ സമയത്ത് അവരൊക്കെ വരും. എന്തായാലും എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടാവും, ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വേവ്സിനെ കുറിച്ചാണ് അല്ലേ. ഓക്കെ, അപ്പോൾ
എന്താണ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കാം. എങ്ങനെയാണ്? ഇപ്പോൾ നിനക്ക് ഒരു സാധനമുണ്ട്, നിൻ്റെ കയ്യിലൊരു പെന്നുണ്ട്. അത് നീ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുകയാണ്, നിനക്ക് ബാക്കിലിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ കൊടുക്കണം. ഒന്നെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, നിനക്ക് ബാക്കിലേക്ക് നടന്നു പോയിട്ട് നിനക്ക് ആ ഒരു പെന്ന് കൊടുക്കാം. ദാറ്റ് മീൻസ് ആ ഒരു പാർട്ടിക്കിൾ നീങ്ങി ആ ഒരു പെന്നിനെ എനർജി ആയിട്ട് വിചാരിച്ചാൽ മതി, ആ എനർജി കൈമാറാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്താ, നിൻ്റെ പുറകിലിരിക്കുന്ന കുട്ടിക്ക് നിനക്ക് കൊടുക്കാം, ആ കുട്ടി തൊട്ട് ബാക്കിലിരിക്കുന്ന കുട്ടിക്ക് കൊടുക്കും. അങ്ങനെ പെന്ന് കൈമാറി അവസാനത്തെ കുട്ടിയുടെ കയ്യിലെത്തും. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നത്, ഇവിടെ ആക്ച്വലി പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല, പകരം എനർജി പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഒരു പാർട്ടിക്കിളിന് വേറൊരു പാർട്ടിക്കിളിലേക്ക് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവിടെ എന്തുണ്ട്, ഒരു മീഡിയം ഉണ്ട്. അവിടെ ഞാനുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്, തൊട്ടടുത്ത കൂട്ടുകാരുണ്ട്, അങ്ങനെ ഒരു മീഡിയം ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നേരെ മറിച്ച് നീ ഇവിടെ ഇരിക്കുകയാണ്, ബാക്കിലിരിക്കുന്ന കൂട്ടുകാരൻ, നിനക്ക് അവരോടൊരു കാര്യം പറയണം. നീ എന്ത് ചെയ്യാണ്, ഫോൺ വിളിക്കുകയാണെന്ന് വിചാരിക്കുക. ഫോൺ വിളിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് പുറത്തേക്ക് പോകുന്നത്. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എന്ത് വേണ്ട, മീഡിയം വേണ്ട, അതിന് നിൻ്റെ കൂട്ടുകാരനും വേണ്ട, ചുറ്റുമുള്ള വായു ഒന്നും വേണ്ട, ജസ്റ്റ് വാക്വത്തിലൂടെ കടന്നു പോകും. മനസ്സിലായോ? സോ വേവ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പാർട്ടിക്കിളിന് വേറൊരു പാർട്ടിക്കിളിലേക്ക് കൈനറ്റിക് എനർജി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ്. അത് പാർട്ടിക്കിൾസ് നീങ്ങണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പം നമ്മൾ ഈ പെന്നെടുത്ത് ഈ കയ്യിലെടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു അല്ലേ, അതുപോലെ ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്താൽ മതി, അത് അതിൻ്റെ നിന്ന സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് നീങ്ങിയാൽ മതി. മനസ്സിലായോ? ദിസ് ഈസ് ദ വെരി ബേസിക്സ് അബൌട്ട് വേവ്സ്. ഓക്കെ ആണല്ലോ? മനസ്സിലായത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അപ്പോൾ വേവിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് വേവ്? അതിനൊരു ചെറിയൊരു ഡെഫിനിഷൻ NCERT കൊടുത്തൊരു ഡെഫിനിഷൻ ഉണ്ട്, ഞാൻ അതൊന്ന് എഴുതിത്തരാം. സോ എ വേവ് എന്ന് പറയുന്നത്, എ വേവ് ഇസ് എ ഡിസ്റ്റർബൻസ്. എ വേവ് ഇസ് എ ഡിസ്റ്റർബൻസ് ദാറ്റ് propagates in space, transports energy and momentum from one point to another without transport of matter. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ ഇത്രയും നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ ആണല്ലോ? കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ മൊമെൻറ്റവും ട്രാൻസ്ഫർ ചെയ്യും, എന്നാൽ ഒരു മാറ്ററിൻ്റെ ട്രാൻസ്പോർട്ട് ഇല്ല. അതായത് ആക്ച്വലായിട്ടൊരു മെറ്റീരിയൽ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ദർ ഇസ് നോ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽ. ഓക്കെ ആണല്ലോ? അതിനെയാണ് നമ്മളൊരു വേവ് മോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേവിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെ ടൈപ്പ് വേവ്സ് ആണ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ടെർമിനോളജീസ് ഒന്നും ഓർമ്മയില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും ഫോളോ ചെയ്യാൻ. മനസ്സിലാക്കാം, വേവിനെ നമുക്കൊന്ന് മീഡിയം വേണോ എന്ന ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം, ബേസ്ഡ് ഓൺ ദ നെസസിറ്റി ഓഫ് മീഡിയം. മീഡിയം വേണോ വേണ്ടോ? മീഡിയം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ഓർ മെക്കാനിക്കൽ വേവ്. ഓക്കെ ആണല്ലോ? ഇലാസ്റ്റിക് ഓർ മെക്കാനിക്കൽ വേവ്. ഇനി മീഡിയം വേണ്ടാന്നാണെങ്കിലോ, ഇതിന് മീഡിയം വേണ്ടാന്നാണെങ്കിലോ വി കോൾ ഇറ്റ് എസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇതിനെന്ത് വേണ്ട, നമുക്ക് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? ഇലാസ്റ്റിക് വേവ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ട്. രണ്ടാമത്തെ ഒരു ഇതാണ് അബൌട്ട് ദി പ്രൊപ്പഗേഷൻ ഓഫ് എനർജി പ്രൊപ്പഗേഷൻ. അതായത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു വേവ് ചിലപ്പോൾ അത് എനർജി മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ എനർജി കൊണ്ടുപോകില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതായത് എനർജിനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വേവാണ് പ്രോഗ്രസീവ് വേവ്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഒരു സൗണ്ട് വേവ്. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അടുത്തതാണ് സ്റ്റേഷനറി വേവ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല, അവിടെ നിൽക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ? ഫൈൻ. അടുത്തത് ഡയമെൻഷൻ. ഓക്കെ, ഡയമെൻഷൻ. ഒന്നാമത്തത് 1 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ ഉണ്ട്, അതുപോലെ 3 ഡയമെൻഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ? 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ട്രിങ് നീ പിടിച്ച് വിടുകയാണെങ്കിൽ ഈ സ്ട്രിങ് മാത്രമേ ഇളകുള്ളൂ. ഓക്കെ ആണല്ലോ? അതാണ് നിൻ്റെ ഒരു 1 ഡയമെൻഷൻ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒരു 1 ഡയമെൻഷൻ മോഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ 2 ഡയമെൻഷൻ എന്ന് പറയുന്ന സമയത്ത് നീ ജസ്റ്റ് ഒരു ക്ലോത്ത് വിരിക്കുക, ആ ക്ലോത്തിന് ഇങ്ങനെ അടിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ക്ലോത്ത് X ആക്സിസിലും Y ആക്സിസിലും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യും, എന്നിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. 3 ഡയമെൻഷൻ ശബ്ദമാണ്, അത് 3 ആക്സിസും ഉൾപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡയമെൻഷൻ. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വൈബ്രേഷൻ. സോ വൈബ്രേഷനെ ബേസ് ചെയ്ത് എന്ത് പറയാം, ദർ ഇസ് ട്രാൻസ്വേഴ്സ്,
ആൻഡ് ദർ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയാണ് ഇത്രയും ടൈപ്പ് ഓഫ് വേവ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ ആണല്ലോ. സോ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കുക. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വേവ് എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. നമുക്ക് ഇക്വേഷൻസിലേക്ക് മെല്ലെ മെല്ലെ കയറാം. ഒരു ഐഡിയ ഉണ്ടാക്കി തരാം കേട്ടോ. ഒരു 10 മിനിറ്റ്സിൽ വേവ് എന്താണെന്ന് പറഞ്ഞുതരാം. എന്നാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ഇക്വേഷൻസിലൂടെ അങ്ങനെ തട്ടി പോകും. ഓക്കെ. സോ ഇതൊക്കെ ഞാൻ പറഞ്ഞു. ബേസ്ഡ് ഓൺ മീഡിയം നെസസിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എനർജി പ്രൊപ്പഗേഷൻ പറഞ്ഞു. ഇനി ഇതാണ് ട്രാൻസ്വേഴ്സ് വേവും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂണൽ വേവിൻ്റെ ഒരു മെയിൻ കാര്യം. എന്താണ് ശ്രദ്ധിച്ചത്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പാർട്ടിക്കിൾ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ എന്താ പറയുക ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ നേരിട്ടായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. നേരിട്ടായിരിക്കും നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഓക്കെ. സോ ട്രാൻസ്വേഴ്സ് വേവിന് ഒരു എക്സാമ്പിളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിളാണ് സൗണ്ട് വേവ്. നിങ്ങൾക്കറിയാം സൗണ്ട് വേവിൽ എന്താ പറ്റുക? സൗണ്ട് വേവിൽ ഇത് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. പക്ഷേ സൗണ്ട് ഫ്രണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നേരെ മറിച്ച് എന്താ പറയുക, ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണോ വേവ് പോകുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. അതിനെയാണ് നമ്മളൊരു ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. സോ അതാണ് എബൌട്ട് ലോഞ്ചിറ്റ്യൂണൽ വേവ്. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എൻറ്റയർ ഈ ഒരു വേവ് ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ. അപ്പോൾ അതിനകത്ത് നമുക്കൊരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിൾ മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യാണ്, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. സംശയമൊന്നുമില്ലല്ലോ. ശരി. അപ്പോൾ അതങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ വാട്ട് ഹാപ്പൻസ്, അതിന് മാക്സിമം ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. ഓക്കെ ആണല്ലോ. സോ അതായത് നമ്മുടെ ഈ പാർട്ടിക്കിൾ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു കേർവിൻ്റെ പേരാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് അത്? ദാറ്റ് ഈസ് നോൺ ആസ് ദി ക്രസ്റ്റ്. അതുപോലെ അത് ഇടയ്ക്ക് താഴത്തേക്ക് വൈബ്രേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ട്രഫ്. ഓക്കെ ആണല്ലോ. യു ഗോട്ട് എ ക്രസ്റ്റ്, യു ഗോട്ട് എ ട്രഫ്. ആൻഡ് അതിനെല്ലാം അതെങ്ങനെയാണ് അല്ലെങ്കിൽ ഏതാണ് ക്രസ്റ്റ് ഏതാണ് ട്രഫ് എന്ന് തീരുമാനിക്കുന്നത് നോർമൽ ലെവലാണ്. ഓക്കെ ആണല്ലോ. യു ഗോട്ട് എ നോർമൽ ലെവൽ. ഓക്കെ ആണല്ലോ. സോ ഇതാണല്ലോ യു ഹാവ് എ ക്രസ്റ്റ്, യു ഹാവ് എ ട്രഫ് ആൻഡ് യു ഹാവ് എ നോർമൽ ലെവൽ. ഓക്കെ ആണല്ലോ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഇസ് എൻ ലോഞ്ചിറ്റ്യൂണൽ വേവ് മോഷൻ. ഓക്കെ ആണല്ലോ. ലോഞ്ചിറ്റ്യൂണൽ വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും. മറ്റേ ക്രസ്റ്റും ട്രഫും ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയുള്ളത് റീജിയൻ ഓഫ് കംപ്രഷൻ ആൻഡ് റീജിയൻ ഓഫ് റെയർഫാക്ഷൻ. ഓക്കെ ആണല്ലോ. യു ഗോട്ട് എ റീജിയൻ ഓഫ് compression and you got a region of rarefaction. Okay ആണല്ലോ. you got a region of compression, you got a region of rarefaction. എന്താണ് കംപ്രഷൻ റീജിയൻ എന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞു പാർട്ടിക്കിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഒരു പോയിന്റിൽ വാട്ട് ഹാപ്പൻസ്, അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡെൻസ് റീജിയൻ ഉണ്ടാവും. അതാണ് കംപ്രഷൻ ഏരിയ ഓഫ് കംപ്രഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ദൂരത്തേക്ക് പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവരുടെ ഇടയ്ക്കുള്ള പാർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഒന്ന് കൂടും. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദ റീജിയൻ ഓഫ് റെയർഫാക്ഷൻ. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് നോൺ ആസ് എ റീജിയൻ ഓഫ് റെയർഫാക്ഷൻ. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് നോൺ ആസ് എ റീജിയൻ ഓഫ് റെയർഫാക്ഷൻ. ഷെറിൻസ് കുറേ സ്റ്റാർട്ട് ആയിട്ട് ഇല്ലടാ, ജസ്റ്റ് 2 മിനിറ്റ്സ് ആയിട്ടേ ഉള്ളൂ. എന്താണ് വേവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യു ക്യാൻ സ്റ്റിൽ ജോയിൻ കേട്ടോ. നിങ്ങൾക്ക് മുഖമായിട്ട് മനസ്സിലാവും, ഒരു പേടി മേടിക്കണ്ട. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ റീജിയൻ ഓഫ് കംപ്രഷൻ ആൻഡ് ദിസ് ഈസ് എ റീജിയൻ ഓഫ് റെയർഫാക്ഷൻ. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വേവ് ലെങ്ത്തിൻ്റെ ഫസ്റ്റത്തെ ഒരു പ്രപ്പോസ്ഡ് തിയറി കൊണ്ടുവരുന്നത്. ഇതിനകത്ത് കണ്ടാലേ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ട് എന്താണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഒരു കംപ്രഷൻ്റെ നടുക്കുന്ന്, അതായത് ഒരു കംപ്രഷൻ്റെ ടോട്ടൽ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2.5 സെൻറ്റിമീറ്റർ നടുക്ക് വെട്ടുക. എന്നിട്ട് ഒരു റെയർഫാക്ഷൻ കഴിഞ്ഞ് അടുത്ത കംപ്രഷൻ്റെ 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? എന്നിട്ട് ഈ ദൂരം അളക്കുക. ദിസ് ഇസ് നോൺ ആസ് എ വേവ് ലെങ്ത് ഇൻ കേസ് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ ആണല്ലോ. ആൻഡ് ഹിയർ വി ആർ ഡിസ്കസിങ് ദ ഫസ്റ്റ് കൺസെപ്റ്റ് വിച്ച് ഇസ് ദ വേവ് ലെങ്ത്. ഓക്കെ ആണല്ലോ. ആ വേവ് ലെങ്ത്തിലേക്കാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ. സോ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാം, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെയുള്ളത് ഒരു മെക്കാനിക്കൽ വേവ്സിന് ഡിഫറെൻറ്റ് മീഡിയാസ് ആണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ ആണല്ലോ. ഇത് എന്താ പറയുക, ഒരു ടേബിളിൽ നമ്മളൊരു ക്ലോത്തോ അല്ലെങ്കിൽ ഒരു വടി എന്തെങ്കിലും വെച്ച് അടിക്കുന്ന സമയത്തുണ്ടോ ഒരു ഹാമർ വെച്ച് അടിക്കുകയാണ്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു വേവ് പോലെ ഉണ്ടാവുകയാണ്. പിന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ ഒരു റോഡ് സ്ട്രെയിറ്റ് ആക്കി വെച്ച്, അതായത് എങ്ങനെയാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു റിപ്പിൾ വേവ് ഉണ്ടാകുന്നത്, ഇതെല്ലാം ഇതിൽ കാണിച്ചിരുന്നത്. ട്രാൻസ്വേഴ്സ് വേവ് എന്താ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്ലോത്ത് ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ അടിക്കുക,
ഇങ്ങനെ അടിക്കുക, കണ്ടോ, ഇങ്ങനെ അടിക്കുക. അപ്പോൾ ഇങ്ങനൊരു വേവ് ഉണ്ടാവും. നേരെ മറിച്ച് നിനക്ക് കംപ്രഷൻ റെയർഫാക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, കണ്ടോ, സ്ട്രെയിറ്റ് കൊടുക്കുക ഫോഴ്സ്. റിപ്പിൾ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക, എന്ന് പറഞ്ഞാൽ അടിക്കാണ്ട് മൊത്തത്തിൽ പൊക്കിയാക്കി കൊടുക്കുക. സോ യു ഗെറ്റ് ദാറ്റ്. ഇത് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് തിരിക്കുക, ഓക്കെ ആണല്ലോ, എന്താണെങ്കിലും കുഴപ്പമില്ല. ദെൻ യു വിൽ ബി ഗെറ്റിംഗ് എ റിപ്പിൾ വേവ്, ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് അബൌട്ട് മെക്കാനിക്കൽ വേവ്സ് ഇൻ ദി ഡിഫറെൻറ്റ് മീഡിയ, ഓക്കെ ആണല്ലോ. സോ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് മോഷൻസ് ഉണ്ട്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു NCERT അറൗണ്ട് 10 പോയിൻറ്റ്സിനടുത്തുണ്ട്. ഞാൻ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പോയിൻറ്റ്സ് മാത്രം പറയാം, ഓക്കെ ആണല്ലോ. ഫൈൻ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഫസ്റ്റ് വണ്ണിൽ ദർ ഈസ് നോട്ട് ട്രാൻസ്ഫർ ഓഫ് മാറ്റർ, ദർ ഈസ് ഓൺലി ട്രാൻസ്ഫർ ഓഫ് എനർജി, ഓക്കെ ആണല്ലോ. ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക, നോ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ, ദർ ഈസ് ഓൺലി ട്രാൻസ്ഫർ ഓഫ് എനർജി, ഓക്കെ ആണല്ലോ. വലിയ നോട്ടാക്കണ്ട, മാറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഓൺലി എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ ഒരു വേവ് മൂവിയാണ്, ഈ വേവിന് എല്ലായിടത്തും ഒരേ സ്പീഡായിരിക്കും. അതായത് നീ ഒരു ശബ്ദം ഉണ്ടാക്കുകയാണ്, ഓക്കെ ആണല്ലോ. നീ വെള്ളത്തിലിരുന്ന് ഹലോ എന്ന് പറയുകയാണ്. അപ്പോൾ വെള്ളത്തിലൂടെ വരുന്ന ആ വേവ്, വെള്ളത്തിലൂടെ വരുന്ന വേവ് ഇവിടെ സൗണ്ട് സോഴ്സ് ആണ്. വെള്ളത്തിലൂടെ വരുന്ന വേവ് വെള്ളത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സ്പീഡിലൂടെ ആയിരിക്കില്ല പുറത്ത് ഇവിടെ ഒരാൾ കേൾക്കുകയാണെങ്കിൽ, അത് കഴിഞ്ഞ് എയറിലൂടെ വന്നിട്ടാണ് ഇയാൾ കേൾക്കുക, മനസ്സിലായോ? സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഒരു വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിലുള്ള പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്, മനസ്സിലായോ? അതായത് ഓരോ മീഡിയത്തിലും വേവിന് ഓരോ സ്പീഡാണെന്ന് അർത്ഥം, മനസ്സിലായോ? അത്രേ സാറ് പറയുന്നുള്ളൂ. സോ ദ വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി മീഡിയം ഇൻ വിച്ച് ദേ ആർ പ്രൊപ്പഗേറ്റിംഗ്. വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം, ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയാം. ഇതിൽ വ്യക്തമായിട്ട് NCERT പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഒരു മീഡിയത്തിന് ഒരു വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട 3 പ്രോപ്പർട്ടീസ്. എപ്പോഴും എന്ത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ വായിക്കുമ്പോൾ 3 എണ്ണം കണ്ടാൽ ഉറപ്പിച്ചോ അത് MCQ ആണ്. കാരണം 4ാമത്തെ ഒരു സാധനം നിങ്ങൾക്ക് തെറ്റ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം. 1 മാത്രമേ ഉള്ളൂ, അത് MCQ ആണ്. കാരണം എന്താ, നിങ്ങൾക്ക് ആ 3 എണ്ണം ഒഴിവാക്കിയിട്ട് ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ്, അല്ലെങ്കിൽ 3 എണ്ണം ഉണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഇപ്പോൾ താഴെയുള്ളതിൽ ഏതാണ് ഇല്ലാത്തത്, അങ്ങനെ ചോദിക്കാം, ഓക്കെ ആണല്ലോ. സോ മനസ്സിലാക്കാം, ഒരു മീഡിയത്തിന് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ അതിന് മസ്റ്റായിട്ടും വേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാണ് ഇനേർഷ്യ, രണ്ടാമത്താണ് ഇലാസ്റ്റിസിറ്റി, മൂന്നാമത്താണ് മിനിമം ഫ്രിക്ഷൻ, ഓക്കെ ആണല്ലോ. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദേ ക്യാൻ പ്രൊപ്പഗേറ്റ് എ മെക്കാനിക്കൽ വേവ്. ഇറ്റ് ക്യാൻ പ്രൊപ്പഗേറ്റ് എ മെക്കാനിക്കൽ വേവ്, ഓക്കെ ആണല്ലോ. ഇറ്റ് ക്യാൻ പ്രൊപ്പഗേറ്റ് എ മെക്കാനിക്കൽ വേവ്, ഓക്കെ ആണല്ലോ. സോ ഇറ്റ് ബേസിക്കലി ക്യാൻ പ്രൊപ്പഗേറ്റ് എ മെക്കാനിക്കൽ വേവ്, ഓക്കെ ആണല്ലോ. ഇതൊന്ന് ഓർത്തിരിക്കാം. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് മോഷൻ. ഇപ്പോൾ വേവിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്തേ. പിള്ളേരെല്ലാവരും രാവിലെ തന്നെ നീറ്റ് ഉറക്കാണോടാ? വേവിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എല്ലാം ഒന്ന് മനസ്സിലായോ? എന്താണ് വേവ്, എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്, എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഇനി നമ്മൾ പ്രോപ്പറായിട്ട് ടെർമിനോളജീസിലേക്ക് കയറുകയാണ്. ഇനി കഥയും കാര്യങ്ങളൊന്നുമില്ല, ഇനി ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും ഉണ്ട്, അത് തരാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേവ്സ് പഠിപ്പിക്കുമ്പോൾ ആവശ്യമുള്ള കൺസെപ്റ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ വേവ്സും സെമി കണ്ടക്ടേഴ്സും രണ്ടിലും കുട്ടികൾ റിസർച്ച് നടത്തിയിട്ട് അടപടലം മൂഞ്ചിയ ചാപ്റ്റേഴ്സാണ്. കാരണം നമ്മളത് മൊത്തം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് വായിക്കും അതിൽ ഓരോ കാര്യങ്ങളും. പക്ഷെ അതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ദ മെയിൻ പ്രോബ്ലം ഈസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക്സ് എവിടെയും കിട്ടിയിട്ടില്ല. വേവ് ആയിക്കോട്ടെ, സെമി കണ്ടക്ടേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ബേസ് ഇല്ലാത്ത, ഞാൻ പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സിൻ്റെ മൊഡ്യൂൾ എടുത്തപ്പോൾ ഞാൻ പല തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ ABC ഒന്നും പഠിപ്പിക്കാണ്ട് ഡയറക്റ്റ് വേർഡ്സ് പഠിപ്പിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മിസ്സിങ് ഉണ്ടാവും. നിങ്ങൾ ആ ഒരു മിസ്സിങ് അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് അപ്പുറത്ത് ഒരു 10 ചാപ്റ്റർ പഠിക്കാം, മനസ്സിലായോ? സോ ഇന്നത്തെ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് റാദർ ദാൻ കൺസെപ്റ്റ്സ് ഉണ്ട്, ആവശ്യമുള്ളത് പറയും. പക്ഷേ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് വേണ്ട ഫോർമുലാസ്, അത് എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇത് പറഞ്ഞിട്ടാണ് സാറ് പോവുക, ഓക്കെ ആണല്ലോ. ഞാൻ പറയട്ടെ, ഈ കൺസെപ്റ്റ്സ് ഒക്കെ ആവശ്യമുള്ളത് തരുന്നല്ലാണ്ട് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെയും കറക്കുന്നില്ല, ഞാൻ സ്വന്തമായിട്ടും കറങ്ങുന്നില്ല, ഓക്കെ ആണല്ലോ. സോ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നു, മുന്നോട്ടേക്ക് പോകുന്നു. വിത്ത് ദാറ്റ് നോട്ട് വി ആർ സ്റ്റാർട്ടിങ് സം ഇമ്പോർട്ടൻറ്റ് ടേംസ് കണക്റ്റഡ് വിത്ത് വേവ് മോഷൻ, ഓക്കെ ആണല്ലോ. വേവിനെ കുറിച്ച് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തേതാണ് വേവ് ലെങ്ത്, ഓക്കെ ആണല്ലോ. മനസ്സിലാക്കാം, വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ അതിൻ്റെ വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഓക്കെ ആണല്ലോ. യൂഷ്വലി ഞാൻ പറഞ്ഞു ഈ ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുക, ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഓക്കെ ആണല്ലോ.
അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ പാർട്ടിക്കിൾ ഇരിക്കുകയല്ലേ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇത് കുറച്ചിങ്ങനെ വരും, ഇതിങ്ങനെ വരും, ഇതിങ്ങനെ വരും, ഇങ്ങനെയാണ് ഇവന്മാർ ഓരോ പാർട്ടിക്കിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക. അപ്പോഴാണ് എനർജി ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക. എനർജി ആക്ച്വലി ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക, അല്ലാണ്ട് ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തു അടുത്തൊരാൾക്ക് കൊടുത്തു അങ്ങനെയല്ല പോവുക. മനസ്സിലായോ? എനർജി ഇങ്ങനെ, അതായത് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ കയറി വരുമ്പോഴേക്കും അടുത്ത പാർട്ടിക്കിൾ മുകളിലെത്തും, അവന് കൊടുക്കും, അങ്ങനെ ഹിറ്റ് ചെയ്തിട്ടാണ് പോവുക. സോ ബേസിക്കലി സ്പീക്കിംഗ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് എനർജി പ്രൊപ്പഗേഷൻ. എനർജി ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് ഇസ് നോൺ ആസ് വൺ സൈക്കിൾ. അപ്പോൾ ഈ ഒരു വൺ സൈക്കിൾ കൊണ്ട് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് വേവ് ലെങ്ത് അഥവാ ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എയിംസിൻ്റെ പാരാമെഡിക്കൽ എക്സാമിന് ഈ ക്ലാസ് കണ്ടാൽ മതിയോ? ധാരാളം. ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഇത് നീറ്റിനുള്ള ക്ലാസ്സസ് ആണ്. സോ ഇങ്ങനെ സ്പാം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഐ ഓൾറെഡി സീ സോ ഇറ്റ്, ഡോണ്ട് വറി. ഇത് ധാരാളമാണ്, ഒരു പ്രശ്നമില്ല. ഓക്കെ ആണല്ലോ. യു ആർ ഗെറ്റിംഗ് മോർ ദാൻ ഇനഫ് റിക്വയർഡ്. പാരാമെഡിക്കൽ എക്സാംസ് ഒക്കെ പൊതുവെ അത്യാവശ്യം എളുപ്പമുള്ള എക്സാംസ് ആണ്. സോ അതാലോചിച്ച് ടെൻസ്ഡ് ആവണ്ട. അപ്പോൾ എന്താണ് വേവ് ലെങ്ത് എന്ന് മനസ്സിലായല്ലോ. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ ഓർ ദ എനർജി ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ. ഓക്കെ ആണല്ലോ. അതാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അടുത്താണ് ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി? ഒരു സെക്കൻഡിൽ ഇതേപോലെ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. മനസ്സിലായോ? ദ ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം. ടോട്ടൽ സൈക്കിൾ പെർ യൂണിറ്റ് ടൈം. ഓക്കെ ആണല്ലോ. അതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ അല്ലെങ്കിൽ എത്ര വേവ് ലെങ്ത്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി എന്താണ് ടൈം പീരിയഡ്? ടൈം പീരിയഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവ് ലെങ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആ വേവ് എടുക്കുന്ന സമയം. ഓക്കെ ആണല്ലോ. സോ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ വേവ് ലെങ്ത്. ഓക്കെ ആണല്ലോ. ടു കംപ്ലീറ്റ് വൺ വേവ് ലെങ്ത്. ഇതിനാണ് നിങ്ങൾ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഒരു കംപ്ലീറ്റ് വേവ് ലെങ്ത്, ഒരു കംപ്ലീറ്റ് വേവ് ഇവിടുന്ന് ഇവിടം വരെ എത്താൻ വേണ്ടി നീ എടുക്കുന്ന സമയത്തിനെയാണ് എന്ത്? ടൈം പീരിയഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഇങ്ങനെയല്ലേ ഒബ്ജക്റ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മീൻ പൊസിഷൻ. അതൊന്ന് പോവാവുന്ന മാക്സിമം ഡിസ്റ്റൻസ് ആണിത്. സോ മാക്സിമം ഡിസ്റ്റൻസ് എ പാർട്ടിക്കിൾ ക്യാൻ ട്രാവൽ എബവ് ഇറ്റ്സ് മീൻ പൊസിഷൻ is called as amplitude. This is called as amplitude. ഓക്കെ ആണോ? ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഈ മാക്സിമം ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. നോട്ടൊക്കെ ഫുൾ എന്താണ് ഡെഫിനേഷൻ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടല്ല കോംബി റൂം. കോംബി റൂം ഇസ് എസെൻഷ്യലി ഫോർ റിവൈൻഡിങ് യുവർ തിങ്സ്. പിന്നെ പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ക്വിക്കായിട്ട് ഒരു റിവിഷൻ കിട്ടാൻ വേണ്ടി. കാരണം എല്ലാം പറയണം, അതുകൊണ്ട് ഞാൻ എല്ലാം തൊട്ട് പോവാണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി ഇസ് ഒമേഗ. ദാറ്റ് ഈസ് ഡിഫൈൻഡ് as 2π/t or 2π nu or 2πn പെർ ന്യൂ ആർ എൻ ആർ ഫ്രീക്വൻസി അല്ലേ. നിങ്ങൾക്കറിയാം ആംഗുലർ ഫ്രീക്വൻസീസ് എസെൻഷ്യലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സർക്കുലർ മോഷനാണ്. നമ്മൾ എങ്ങനെയാണോ സാധാരണ ഒരു ഫ്രീക്വൻസി പറഞ്ഞത് അതുപോലെ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു, അതിന് തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു ആംഗുലർ ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ശരി. ഇനി ഫേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഓസിലേഷൻ എടുത്തപ്പോൾ പറഞ്ഞതാണ്. എല്ലാ ഒബ്ജക്റ്റും സ്റ്റാർട്ട് ചെയ്യുന്ന മീൻ പൊസിഷൻ അതിൻ്റെ റെസ്റ്റാണ്. ഓക്കെ ആണല്ലോ. ചില പാർട്ടിക്കിൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് ആൾക്കാർ കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ മീൻ പൊസിഷന് എത്ര ദൂരം മാറിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ചില ആൾക്കാർ ഡിസ്പ്ലേസ്മെൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യും, ചില ആൾക്കാർ അതൊരു ആംഗിളിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ആംഗിളിനെയാണ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഫേസിൻ്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതിക്കോളൂ. അത് മാത്രം എ ക്വാണ്ടിറ്റി which contains all information regarding vibration of a particle. Okay, a quantity which contains all information regarding vibration of a particle. And again I am saying don't look at my handwriting, hear my voice and write. Okay, for example, y is equal to a sin omega t minus kx ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ആളാണ് ആര്? ഫേസ്. ഓക്കെ ആണല്ലോ. ദിസ് ഗായ് ഇസ് നോൺ ആസ് ദ ഫേസ്. ഓക്കെ ആണല്ലോ. അതിനകത്ത് എല്ലാം ഉണ്ട്. ആംഗുലർ ഫ്രീക്വൻസി കിട്ടും, അതിൻ്റെ ടൈം, പ്രൊപ്പഗേഷൻ, വേവ് നമ്പർ എല്ലാം കിട്ടും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഫേസ്. ഇനി എന്താണ് വേവ് നമ്പർ? ആംഗുലർ വേവ് നമ്പർ ഓർ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് കെ. സോ അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കെ ഇസ് ഈക്വൽ ടു 2π/λ. ഓക്കെ ആണല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, വേവ് നമ്പർ ഉദ്ദേശിക്കുന്നത് ഒരു വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. സോ നീ വിചാരിക്കുകയാണ് ടോട്ടൽ 1 മീറ്റർ. ഓക്കെ ആണോ? അതിലെ
അപ്പോൾ വേണ്ട 100 മീറ്റർ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ലെങ്ത് പറയുമ്പോൾ 1 മീറ്ററായി. ഓക്കെ ആണല്ലോ. യൂണിറ്റ് ലെങ്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എത്ര വേവ് ഉണ്ട്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലിപ്പോൾ ഒരു വേവ് ഇല്ലല്ലോ, ഇതിലൊരു 10% വേവ് അല്ലേ ഉള്ളൂ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു വേവ് എത്രയെന്ന് അറിയോ? മേ ബി ഒരു നാനോമീറ്റർ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു വേവ് ലെങ്ത്. മനസ്സിലായോ? അപ്പോൾ നീ ഒരു സെൻറ്റിമീറ്റർ എന്നൊരു ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ അതൊരു വലിയ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസിൽ 10, 100, 1000, 10000 വേവ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോഴാണ് വേവ് നമ്പറിന് പ്രസക്തി. എന്താണ് വേവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ, വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, യൂണിറ്റ് ഡിസ്റ്റൻസിൽ എത്ര വേവ് ഉണ്ട്, 1 സെൻറ്റിമീറ്ററിൽ എത്ര വേവ് ഉണ്ട്, അതാണ് ആംഗുലാർ വേവ് നമ്പർ ഓർ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, ഓൾസോ നോൺ ആസ് വേവ് നമ്പർ. ഓക്കെ ആണല്ലോ. സോ വേവ് നമ്പർ നമ്മൾ ഇങ്ങനെ ന്യൂ ബാർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഗൈസ് 1/λ ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു k/2π. ഓക്കെ ആണല്ലോ, k/2π. ഓക്കെ ആണല്ലോ. സോ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആൾക്കാർ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദ വേവ് നമ്പർ. ഓക്കെ, ഇനി പാർട്ടിക്കിൾ വെലോസിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പാർട്ടിക്കിൾ വെലോസിറ്റി അല്ലെങ്കിൽ വേവ് വെലോസിറ്റി ആൻഡ് പാർട്ടിക്കിൾസ് ആക്സലറേഷൻ. സോ പാർട്ടിക്കിൾസ് വെലോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെയാണ് നമ്മുടെ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഈ പാർട്ടിക്കിൾ മുകളിൽ നിന്നും താഴേക്കും ഇങ്ങനെ എന്ത് ചെയ്യാണ്, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഒബ്വിയസ് അല്ലേ. മുകളിലേക്കും താഴേക്കും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ആ വെലോസിറ്റിയാണ് പാർട്ടിക്കിൾസ് വെലോസിറ്റി. നേരെ മറിച്ച് ഇതേ സമയം നമ്മുടെ വേവ് ഫ്രണ്ടിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് വേവ് വെലോസിറ്റി. അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് ഇറ്റ് ഗോട്ട് ആൻ ആക്സലറേഷൻ ഓൾസോ, ദാറ്റ് ഈസ് കോൾഡ് ആസ് പാർട്ടിക്കിൾസ് ആക്സലറേഷൻ. ഇത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ടേം ഒക്കെ എഴുതി വയ്ക്കുക. മനസ്സിലായോ? ജസ്റ്റ് ഇങ്ങനെ എഴുതി വയ്ക്കുക. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ സാറൊന്നും പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കിൾ വെലോസിറ്റി, വേവ് വെലോസിറ്റി, പാർട്ടിക്കിൾ ആക്സലറേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, അപ്പോൾ അതാണ് പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് ഈസ് ദ വേവ് വെലോസിറ്റി? വേവ് വെലോസിറ്റി വി എന്ന് പറയുന്നത് ലാംഡ. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ബാക്കിയുള്ളവർക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്ന പോലെയാണ് വേവ് ലെങ്ത്. ഓക്കെ ആണല്ലോ. വേവ് ലെങ്ത് ആണ് എന്ത് ചെയ്യുന്നത്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ വേവ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡിസ്റ്റൻസ് എന്നൊരു ടേം പറയില്ല. വി ഓൾവേസ് സേ ദി എന്താണ് വേവ് ലെങ്ത്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് എസെൻഷ്യലി λ/t. ഓക്കെ ആണല്ലോ, അത് λ/t ആണ്. സോ വി ഈസ് ഈക്വൽ ടു λ/t ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2π/ω ആണ് അല്ലേ. അതിനൊന്ന് തിരിച്ചിട്ടാണെങ്കിൽ ω/2π ആയി. ലാംഡ ഇൻറ്റു ω/2π. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു ω/2π/λ എന്ന് ചെയ്താലോ. ആൻഡ് ദിസ് ഇസ് ω/k. ആൻഡ് ഹിയർ യു ഗെറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻ വിച്ച് ഇസ് v is equal to ω/k. Okay ആണല്ലോ. ദിസ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് യു ഹാവ് ടു ക്യാരി ഓൺ. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് നോൺ ആസ് ω/k. ഓക്കെ ആണല്ലോ, ഫൈൻ. ഒരു 30 സെക്കൻഡ്സ് എനിക്ക് AC ഒന്ന് ഓൺ ചെയ്യാറുണ്ട്. AC ഓഫ് ആയി പോയി. 30 സെക്കൻഡ്സ് ക്യാമറ ഓഫ് ആയിരിക്കും. ഐ വിൽ ബി കമ്മിങ് ബാക്ക്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു, വി വർ ടോക്കിംഗ് അബൌട്ട് ദി വേവ് വെലോസിറ്റി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേവ് വെലോസിറ്റി കഴിയാണ്. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റിഗാർഡിംഗ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾ വെലോസിറ്റി ആൻഡ് ദി വേവ് വെലോസിറ്റി. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ മനസ്സിലാക്കുക, പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ
ഡെൽറ്റ എക്സ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇറ്റ്സ് എസെൻഷ്യലി ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇതിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ റിലേഷൻ -1/v ഇൻറ്റു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി. ഓക്കെ ആണല്ലോ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നിങ്ങളോട് ഒരിക്കലും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ല, ഞാൻ ഇപ്പോഴേ പറയാം. നിങ്ങളോട് മേ ബി ചോദിക്കുക എന്തായിരിക്കും, ആകെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഉള്ള രീതിയിൽ മാത്രമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ. ഇതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി പാർട്ടിക്കിൾ വെലോസിറ്റി. ഓക്കെ, ഇനി വാട്ട് ഈസ് ദി ആക്സിലറേഷൻ ഓഫ് എ സൈനസോയിഡൽ വേവ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, സോ വാട്ട് ഈസ് ദി ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ. ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ നമുക്കറിയാം dy/dt ആണ് എന്ത് വെലോസിറ്റി. അതുപോലെ തന്നെ d²y/dt² എന്ന് പറയുന്നതാണ് എന്ത് ആക്സിലറേഷൻ. അതുപോലെ തന്നെ d²/dt², മനസ്സിലായോ, d²/dt² ഇൻറ്റു y ഓഫ് എക്സ് കോമ ടി. നിങ്ങൾക്കറിയാലോ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ഒരു വേവിനെ y ഓഫ് എക്സ് കോമ ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു -ω² ഇൻറ്റു sin ωt മൈനസ് kx. ഓക്കെ ആണല്ലോ. ഓർ ദിസ് ഈസ് -ω² y ഓഫ് എക്സ് ടി. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് എസെൻഷ്യലി ദി ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ ആണല്ലോ. ദിസ് ഈസ് ദി ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ, ഓർ നമുക്കിതിന് സിമ്പിളായിട്ട് പറയാം, എ പി എന്ന് പറയുന്നത് -ω² ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. -ω² ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. -ω² ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. So this is regarding the particle velocity. Okay ആണല്ലോ. This is regarding the particle velocity. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ് ആൻഡ് ടൈം ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് എസെൻഷ്യലി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ. എന്താണ് ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ്, അതുപോലെ തന്നെ ടൈം ഡിഫറൻസ്, എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഒരു ചെറിയൊരു ടേബിൾ, ഈ ഒരു ടേബിൾ പോലെ ചെറുതായിട്ട് വരയ്ക്കാം. ആദ്യത്തേതാണ് ഫേസ് ഡിഫറൻസ്, അടുത്തതാണ് പാത്ത് ഡിഫറൻസ്, അടുത്തതാണ് ടൈം ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. സോ ശ്രദ്ധിക്കുക, ഫേസ് ഡിഫറൻസ് ഒന്നുമില്ലെങ്കിൽ പാത്ത് ഡിഫറൻസും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ടൈം ഡിഫറൻസും ഉണ്ടാവില്ല. ഫേസ് ഡിഫറൻസ് π/2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ. π/2 ആണ് ഫേസ് ഡിഫറൻസ് എന്ന് വിചാരിക്കുക. ആ സമയത്ത് പാത്ത് ഡിഫറൻസ് വിൽ ബി λ/2, λ/4. ഓക്കെ ആണല്ലോ. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും കണ്ടുപിടിക്കാനുള്ളത്. മനസ്സിലാക്കാം. Δφ/2π is equal to delta λ/λ. This is equal to delta t/t. ഓക്കെ ആണല്ലോ. ഓർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ള വഴി എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് λ/2π ഇൻറ്റു ഫേസ് ഡിഫറൻസ് ആണ്. ഓക്കെ ആണല്ലോ. നിങ്ങളെല്ലാം മറന്നോളൂ, പക്ഷേ ഇത് മാത്രം ആലോചിക്കുക. പാത്ത് ഡിഫറൻസ് നിങ്ങളോട് എപ്പോഴും പാത്ത് ഡിഫറൻസ് തരും, എന്നിട്ട് ഫേസ് ഡിഫറൻസ് കാണാൻ പറയും. അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് തരും, എന്നിട്ട് പാത്ത് ഡിഫറൻസ് കാണാൻ പറയും. നിങ്ങൾ ആദ്യം എന്ത് ചെയ്താൽ മതി, ഈ ഒരൊറ്റ ഫോർമുല മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളോട് ഫേസ് ഡിഫറൻസ് π/2 പറഞ്ഞു, എന്നിട്ട് പാത്ത് ഡിഫറൻസ് കാണാൻ പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഫേസ് ഡിഫറൻസ് π/2 അല്ല എന്നിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് λ/2π ഇൻറ്റു ഇവിടെ ഫേസ് ഡിഫറൻസ് ഇസ് π/2. അപ്പോൾ ലാംഡയെ വെട്ടിപ്പോയി. സോ ദിസ് ഇസ് λ/4. മനസ്സിലായോ? അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടിയത്, λ/4 എന്ന് കിട്ടിയത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നിങ്ങൾക്ക് λ/4 എന്ന് കിട്ടിയത്. ഓക്കെ, λ/4 എന്ന് കിട്ടിയത്. ഓക്കെ, ഇനി എന്താണോ നിങ്ങൾക്ക് കിട്ടിയത്, അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും എന്ത് സർ എനിക്ക് പാത്ത് ഡിഫറൻസ് കിട്ടി, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ടൈം ഡിഫറൻസ് ആയിരുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് പാത്ത് ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് കാണാൻ അറിയാം, ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫേസ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ പാത്ത് ഡിഫറൻസ് കാണാനും അറിയാം. ഇനി പാത്ത് ഡിഫറൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടൈം ഡിഫറൻസ് കാണാൻ പറ്റും. എങ്ങനെയെന്ന് അറിയോ, ആ ലാംഡയുടെ ടി കൊടുക്കുക, താഴെ എന്താണോ അത് കൊടുക്കുക, t/4. മനസ്സിലായോ? അടുത്തത് സപ്പോസ് ഇത് π ആണെന്ന് വിചാരിക്കുക. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇറ്റ് വിൽ ബി λ/2. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടൈം ഡിഫറൻസ് എത്രയായിരിക്കും, t/2. ഓക്കെ ആണോ? ഈസി അല്ലേ? അതുപോലെ തന്നെ 3π/2 ആണെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് 3 λ/4. അങ്ങനെയാണ് ടൈം ഡിഫറൻസ് എത്രയാണ്, 3t/4. ഓക്കെ ആണല്ലോ. ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ഞാൻ പറഞ്ഞാലോ, ഒന്നുമില്ല, λ/2π
ഇൻറ്റു 3π/2 പൈ വെട്ടിപ്പോയി. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 λ/4 കണ്ടോ, 3 λ/4 ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് വരിക. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, 3 λ/4 ഓക്കെ ആണല്ലോ. അടുത്തത് 2π ആണെന്ന് വിചാരിക്കാം. 2π ആണെങ്കിൽ ലാംഡ, അതുപോലെ തന്നെ ടി ആണ് വരിക. അതുപോലെ 5π/2 ആണെങ്കിൽ 5 λ/4 ആണ്, അതുപോലെ 5t/4 ആണ്. ഇനി നിങ്ങൾക്ക് ചെറിയ ഒരു കാര്യം പറയാം. ഇഫ് ഇറ്റ് ഈസ് 3π, എന്താണ് ഫേസ് ഡിഫറൻസ്, എന്താണ് ടൈം പീരിയഡ്, ഇത് നിങ്ങൾ വേഗം ചെയ്തിട്ട് കമൻറ്റിൽ ഇടുക കേട്ടോ. സോ ദിസ് പെർട്ടിക്കുലർ തിങ് ഒരിക്കലും മറക്കരുത്. കാണാപ്പാടം പഠിക്കാനല്ല, ഞാൻ എല്ലാം ഒന്ന് ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീഷൻ എഴുതി തന്നേ ഉള്ളൂ കേട്ടോ. ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ് ഫോർ എവറി പോസിബിൾ ആംഗിൾ യു വിൽ എവർ റിക്വയർ ഇൻ യുവർ ലൈഫ്, എല്ലാം ഉണ്ട്. ഓക്കെ ആണല്ലോ. എന്താണ് 3π വരുമ്പോൾ വരിക, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് അതിൻ്റെ ഫേസ് ഡിഫറൻസും പറയാം, നിങ്ങൾ പാത്ത് ഡിഫറൻസും പറയാം, അതിന് ടൈം ഡിഫറൻസും പറയാം. ഓക്കെ ആണല്ലോ. യു ഗോട്ട് ദിസ്. ഓക്കെ ആണല്ലോ, അത് പറയാം. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ് ആൻഡ് ടൈം ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. ഫൈൻ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ മെല്ലെ സ്ട്രിങ്ങിലേക്ക് കയറാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ സ്ലോലി വി ആർ പ്രോഗ്രസിങ് ഇൻ ടു എ പ്രോഗ്രസീവ് സ്ട്രിങ് വേവ്. ഓക്കെ, സ്ട്രിങ്ങിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, സ്ട്രിങ്ങിലേക്ക് വരുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, നമ്മളൊരു സ്ട്രിങ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ ആ ഒരു സ്ട്രിങ്ങിനെ വൈബ്രേറ്റ് ചെയ്യണം. ഓക്കെ ആണ്, ദാറ്റ് ഈസ് വാട്ട് വി ആർ എസെൻഷ്യലി ഡൂയിങ്. അപ്പോൾ അതിൽ എന്തുണ്ടാവും, വേവ് ഉണ്ടാവും, എന്നിട്ട് നമ്മൾ ആ വേവിനെ കുറിച്ച് പഠിക്കുകയാണ്. ഓക്കെ ആണല്ലോ. വി ആർ എസെൻഷ്യലി ലേണിംഗ് അബൌട്ട് ദി വേവ്. ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. ഓക്കെ ആണ്, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ഇത്രയേ ഉള്ളൂ കാര്യം. y is equal to a sin 2π into t/t minus x/λ plus or minus 5. ഇതാണ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. മക്കളെ ദയവ് ചെയ്ത് ഇപ്പം ഇരുന്നിട്ട് ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും ആലോചിക്കേണ്ട, ഇത് മാത്രം പഠിക്കുക. ടി എന്ന് പറഞ്ഞാൽ ഏത് സമയത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ കാണേണ്ടത് അത്, ഇത് ടൈം പീരിയഡ്, ഇത് ഏത് സമയത്തുള്ള ഡിസ്റ്റൻസ് ആണോ അത്, അതുപോലെ തന്നെ ലാംഡ ഇസ് എന്ത് നമ്മുടെ വേവ് ലെങ്ത്. ഓക്കെ ആണല്ലോ. സോ ഈ എക്സ് കണ്ടല്ലോ, ദിസ് ഇസ് എക്സ്, അതായത് ഒരു ടോട്ടൽ ക്രസ്റ്റിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് എസെൻഷ്യലി യുവർ എക്സ്. സോ ഇതാണ് ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആൻസർ 3 λ/2. അതൊക്കെ ആദ്യം ആരാ പറഞ്ഞത്, സഹീറ പറഞ്ഞിട്ടുണ്ട്, അലൻ പറഞ്ഞിട്ടുണ്ട്, സുഗതൻ പറഞ്ഞിട്ടുണ്ട്, ഷിഫാന പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ ദ ആൻസർ ഇസ് 3 λ/2. 3 λ/2, മറ്റേ വിൽ ബി 3t/2. സോ ദിസ് ഇസ് 3 λ/2, ദിസ് ഇസ് 3t/2. ഓക്കെ ആണല്ലോ. 3t/2. അങ്ങനെ നമ്മൾ വി ആർ കംപ്ലീറ്റിംഗ് ദാറ്റ് ഓൾസോ. ഓക്കെ ആണല്ലോ. മക്കളെ മനസ്സിലാവുന്നുണ്ടോടാ പഠിപ്പിക്കുന്നത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? കാരണം രാവിലെയാണ്, എനിക്കറിയാം നിങ്ങളെല്ലാവരും ഉറക്കത്തിലൊക്കെ ആയിരിക്കും എന്നൊക്കെ അറിയാം. പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പറയുമോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മനസ്സിലാവാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർ യു ആർ ഓൾ ഓക്കെ? കാരണം ഇപ്പം രാത്രി ലൈവൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കിടക്കുകയാണ്, രാവിലെ എണീക്കുന്ന വേറൊരു ലൈവിലേക്കാണ്. എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ബട്ട് യുനോ certain times certain things you have to definitely take risk. ഓക്കെ ആണല്ലോ. അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഗ്രേറ്റ് തിങ്സ് ഓൾവേസ് കംസ് വിത്ത് ഗ്രേറ്റ് സാക്രിഫൈസസ്. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഓരോ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ള സമയത്ത് അവർ വിളിക്കുമ്പോൾ പറയും, എടാ നീ എന്താണ് കല്യാണത്തിന് വരാങ്ങ, അല്ലെങ്കിൽ നീ എന്താണ് ട്രിപ്പിന് വരാങ്ങ, ഞങ്ങളെല്ലാവരും പോയല്ലോ, ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ചല്ലോ. നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വെച്ചില്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഹോൾ ജീവിതത്തിന് തന്നെ മാറ്റി വയ്ക്കുന്ന പോലെ ആയിരിക്കും. മനസ്സിലായോ? അതായത് നമ്മളൊരു കാര്യം പറയും, നമുക്ക് വേണ്ട കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ഡ്രീംസ് നമ്മൾ സാക്രിഫൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ എൻറ്റയർ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്ന പോലെ ആയിപ്പോവും. മനസ്സിലായോ? സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് 5 മണിക്ക് പഠിക്കുകയാണ്, യുനോ എല്ലാവരും പറയും നിങ്ങൾ അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയമാണ്, ദിസ് ഇസ് യുവർ ടീനേജ് ആൻഡ് വൈ ആർ യു ഡൂയിങ് ദിസ്. ഇവർക്ക് എല്ലാവർക്കുള്ള മറുപടി ഒരു 10 വർഷം കഴിയുമ്പോൾ നിനക്ക് കൊടുക്കാൻ കഴിയും. കാരണം എനിക്കറിയാം, ഇപ്പം എൻ്റെ കൂടെ ഞാൻ +1 +2 പഠിച്ച് ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നല്ല മാർക്കുള്ള ഒരുപാട് നല്ല ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരോടൊക്കെ പറയും, എടാ നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് എൻട്രൻസിന് പഠിക്കുക, നിനക്കൊക്കെ ഡിഗ്രിക്ക് കൊടുക്കുമ്പോഴേക്കും കിട്ടുമല്ലോ, നിനക്ക് അത്രയും മാർക്ക് ഉണ്ടല്ലോ. ശരിയാണ്, മാർക്കൊക്കെ ഉണ്ട്, പക്ഷെ അതിനർത്ഥം ഞാനിനി നിർത്തണം എന്നാണോ? അല്ല, എനിക്കിനൊരു വലിയൊരു
ഡ്രീം എൻ്റെ മുന്നിലുണ്ട് അല്ലേ. പ്രോബബ്ലി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലൈഫിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഡ്രീമുകളിലൊന്നാണ്. ഇപ്പം നമുക്ക് ഒരു സിനിമ കണ്ടു, ഇപ്പോൾ ഒരു ലൂസിഫർ കാണുകയാണ്, ആൻഡ് യു ഹാവ് സീൻ പൃഥ്വിരാജ്, യു ഹാവ് സീൻ മോഹൻലാൽ, അല്ലെങ്കിൽ KGF കണ്ടു, അതിൽ റോക്കി ബായിനെ കണ്ടു. അപ്പം നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇയാളെ പോലെ ആയിരുന്നെങ്കിൽ, ഇത്ര ഫെയിം കിട്ടിയിരുന്നെങ്കിൽ. ബട്ട് ഇറ്റ്സ് എ സാഡ് റിയാലിറ്റി ദാറ്റ് വി കനോട്ട് ബി ലൈക്ക് ദം. ലൈക്ക് നമ്മളൊക്കെ എത്രയൊക്കെ വിചാരിച്ചാൽ പോലും, നമ്മൾ മോദിജീനെ കണ്ടു, എനിക്ക് പ്രൈം മിനിസ്റ്റർ ആണോ, നടക്കൂല. അല്ലെങ്കിൽ അത്രയും നല്ല ഭാഗ്യവും പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ഒക്കെ വേണം. പക്ഷെ അതൊക്കെ എന്താ പറയുക, കയ്യെത്താ ദൂരത്ത് ഇല്ലാത്ത ഒരു ഡ്രീമാണ് അല്ലേ. പക്ഷെ നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എന്ത്, ടു ബി എ ഡോക്ടർ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമുക്ക് സീറ്റ്സ് ഉണ്ട്, എല്ലാവർക്കും ഒന്നും സീറ്റില്ല, പക്ഷെ അത് ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് സീറ്റ് ഉണ്ട്. ആൻഡ് ഹൗ ടു ബി ഡിസർവിങ്, അത് ആൾക്കാർ ചോദിക്കുക. എന്നോട് ഇങ്ങനെ ഒരുപാട് പേര് പറയും, ആകാശ് ചേട്ടാ ഈ സീറ്റ് കിട്ടാൻ ഞാൻ ഡിസർവിങ് അല്ല. സോ വാട്ട് ഡു യു മീൻ ബൈ ബീയിങ് ഡിസർവിങ്? ഇത്രയേ ഉള്ളൂ. നീ ആസ് എ പേഴ്സൺ, അത് ഞാൻ വേറെയാണ്, നീ വേറെയാണ്, നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും വേറെയാണ്. എവ്രി വൺ ഈസ് യൂണീക്ക് ഇൻ ഹിസ് ഓൺ ഹെർ വേ. നിങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ, കിടക്കുന്നതിന് തൊട്ട് മുന്നേ വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലുള്ള മിററിൻ്റെ അടുത്തേക്ക് വരിക. ജസ്റ്റ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ മിറർ. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്കിന്ന് 24 മണിക്കൂറുണ്ടായിരുന്നു, അതിലൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഞാൻ ഉറങ്ങി, ബാക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്ന 18 മണിക്കൂർ അല്ലെങ്കിൽ 19 മണിക്കൂർ, ഇത് മൊത്തം ഇന്ന് അല്ലെങ്കിൽ എൻ്റെ ഡ്രീം, അതായത് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇഫ് യുവർ ആൻസർ ഈസ് യെസ്, സിൻസിയർലി ഇഫ് യുവർ ആൻസർ ഈസ് യെസ്, യു ആർ ഡിസർവിങ് ഫോർ ദാറ്റ് സീറ്റ്. അല്ലാണ്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഈസ് വർക്ക് ദ ഷിറ്റ് ഹാർഡ്. മനസ്സിലായോ? പറ്റുന്ന എല്ലാ സമയവും പഠിക്കുക. നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ മാറ്റി വെച്ച് പഠിക്കുക. ഇതൊന്നും പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാം മെയ് 6-ാം തീയതിയോടെ തിരിച്ച് പിടിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ MBBS ആയിട്ട് ഐ എം കമ്മിങ് ഹിയർ, ഐ എം ടീച്ചിങ് യു. അതെൻ്റെ ഒരു പാഷനായിരുന്നു, ആൻഡ് ഐ എം ഡൂയിങ് ഇറ്റ്. അല്ലാണ്ട് എപ്പോഴും ഇരുന്ന് പഠിക്കണമെന്ന് അങ്ങനെയൊന്നും ഞാൻ പറയുന്നത്. യു ക്യാൻ ലിറ്ററലി ട്രാവൽ, യു ക്യാൻ ലിറ്ററലി ഈറ്റ് വാട്ട് എവർ യൂണിറ്റ് ഒക്കെ ചെയ്യാം. ബട്ട് യുനോ ട്രാവൽ ചെയ്യാനൊക്കെ യു ഹാവ് എ ടൈം അല്ലേ. ഈ ഒരു എൻട്രൻസ് അങ്ങ് എഴുതി കഴിയട്ടെ, യു ഹാവ് ഇനഫ് ടൈം ടു ഡു തിങ്സ്. ഓക്കെ ആണല്ലോ. പിന്നെ BDS സ്കോപ്പിനെന്ന് ചോദിക്കുന്നുണ്ട്. എടാ, ലോകത്ത് സ്കോപ്പില്ലാത്ത ഒരു ജോബും ഇല്ല. ബട്ട് ദർ ഇസ് എ ക്യാച്ച്, യു ഹാവ് ടു ബി പ്രെറ്റി ഗുഡ് അറ്റ് ഇറ്റ്. നമ്മൾ പറയും എഞ്ചിനീയർമാർക്ക് പണിയില്ല, പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എഞ്ചിനീയേഴ്സ് തന്നെയാണ്. സുന്ദർ പിച്ചൈ, നിങ്ങൾക്കറിയാം, ഓരോ ഗൂഗിളിലൊക്കെ ആൾക്കാരുണ്ട്. സോ എസെൻഷ്യലി സ്പീക്കിംഗ് BDSന് എസ്പെഷ്യലി ഇപ്പോൾ പുറത്ത് US അതുപോലെ തന്നെ ജർമ്മനിയിലൊക്കെ MBBS ഡോക്ടേഴ്സിനേക്കാൾ കൂടുതൽ പെയ്ഡ് ആയിട്ടുള്ള ജോബാണ് BDS എന്ന് പറയുന്നത്. കാരണം പീപ്പിൾ ഡു കെയർ അബൌട്ട് ദിയർ ടീത്ത്. ഓക്കെ അല്ലേ? സോ BDSന് സ്കോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി ഗോട്ട് എ സ്കോപ്പ്. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം ഇഷ്ടപ്പെട്ടെടുക്കുക. മനസ്സിലായോ? നിങ്ങളിപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യണം. എനിക്കത് പറയാനുണ്ട്. വീട്ടുകാരുടെ ഒരു സമ്മർദ്ദത്തിനൊക്കെ ആയിട്ടാണ് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഐ കനോട്ട് ഹെൽപ്പ് യു വിത്ത് എനിവേ. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഡോക്ടർ ആണെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഐ ക്യാൻ ലിറ്ററലി പിക്ക് യു അപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഐ ഡോണ്ട് കെയർ എന്ന രീതിയിലായിരിക്കും. ഓക്കെ അല്ലേ? സോ ലെറ്റ്സ് സ്റ്റഡി ടുഗെദർ, ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് ദ ലാസ്റ്റ് 30 days ആൻഡ് വി ആർ ഗോയിങ് ടു റോക്ക് ദിസ്. ഓക്കെ ആണല്ലോ? നമ്മൾ കിഡിലിനായിട്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കും. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് കഴിഞ്ഞിരിക്കുകയാണ്, ആൻഡ് വി ആർ മൂവിങ് ടു നെക്സ്റ്റ് പാർട്ട്. നെക്സ്റ്റ് ഈസ് എ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് മെക്കാനിക്കൽ വേവ്സ്. ഓക്കെ ആണല്ലോ? സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു, നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം, ഒരു വേവ്, ആ വേവ് ഒരു സ്ട്രിങ്ങിലൂടെ ട്രാവൽ ചെയ്യണം. ആ സ്ട്രിങ്ങിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ടെൻഷൻ T ആണെന്ന് വിചാരിക്കാം. ടെൻഷൻ T ആണ്. പിന്നെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ ലെറ്റർ m ആണെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് √T/m ആണ്. എന്താണ് അത്? ദാറ്റ് ഈസ് ഈക്വൽ ടു √T/m. ദാറ്റ് ഈസ് ഈക്വൽ ടു √T/m. ഇതാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ V ഈസ് ഈക്വൽ ടു 2/d √T/π × T. അപ്പോൾ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കയറി വന്നു.
T എന്താണെന്ന് ഞാൻ പറഞ്ഞു ടെൻഷൻ. വാട്ട് ഇസ് D? D is the diameter of the string. D is the diameter of the string. And what is P? The P അല്ല, സോറി, ഇത് റോ ആണ്. റോ is the density and T is the tension. T is the tension. ഓക്കെ ആണല്ലോ. സോ ഇതാണ് വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്. ഓക്കെ, BDS എത്ര മാർക്ക് വേണം നീറ്റിന്? ഇറ്റ്സ് സംവെയർ ബിറ്റ്വീൻ ഒരു 500 എബവ് ഒക്കെ ഉണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ്. ഒരു 550 ഒക്കെ ഉണ്ടെങ്കിൽ കൺഫേം ആയിട്ടും കിട്ടും. ഒരു 500 എബവ് കിട്ടുകയാണെങ്കിൽ തന്നെ യു ക്യാൻ ഗെറ്റ് സംവെയർ ഇൻ ഇന്ത്യ. ഓക്കെ ആണല്ലോ. ഒരു 500, 530 ആ റീച്ചിലൊക്കെ എന്തായാലും ഉണ്ട്. കാലിക്കറ്റ് ഡെന്റൽ കോളേജ് അവിടെയൊക്കെ കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത് വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് വേവ്? ഓക്കെ ആണല്ലോ. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന് എനർജിയുള്ള കാര്യം എല്ലാവരും അറിയാലോ. എവറിത്തിങ് ഹാസ് എനർജി. ഓക്കെ ആണല്ലോ. സോ മനസ്സിലാക്കുക, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എനർജി ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ഏരിയ. എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് വേവ് എന്ന് പറയുന്നത്? എനർജി ഓഫ് വേവ് പെർ യൂണിറ്റ് ഏരിയ. ഒരു എന്താണ് യൂണിറ്റ് ഏരിയയിലുള്ള എനർജി. ഇപ്പം നീ എന്ത് ചെയ്യും, ഒരു 1 ആയിട്ടുള്ള ഒരു മീറ്റർ സ്ക്വയർ ഏരിയ എടുക്കുകയാണ്. അതിനകത്തുള്ള എനർജി, അതിനകത്തുള്ള എത്ര വേവ്, അതിൻ്റെ ടോട്ടൽ എനർജി എത്ര വരും, അതിനാണ് ഇൻറ്റൻസിറ്റി ഓഫ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ഇൻറ്റൻസിറ്റി I is equal to half rho W square A square V or W by M square watt per meter square or joule per square. Okay ആണല്ലോ. So this is essentially the intensity, equation of intensity എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇക്വേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി. ഓക്കെ ആണല്ലോ. ശരി. സോ W is the width കേട്ടോ. അതിൻ്റെ വിഡ്ത്തിനെയാണ് നമ്മൾ W എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ആക്ച്വലി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ പറയുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പോലും ഈ ഇക്വേഷൻ ഇല്ല കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഹാഫ് ഒമേഗ സ്ക്വയർ A സ്ക്വയർ ഇൻറ്റു V. V is the velocity, A is the amplitude, W is the width, rho is the density. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഈ W വ്യത്യാസമുണ്ട്. W is the watt per meter square. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി അടുത്താണ് വേവ് ഫ്രണ്ട്. നിങ്ങൾക്കറിയാം 3 വേവ് ഫ്രണ്ട് ആണുള്ളത്. ദിസ് ഇസ് ദ പ്ലെയിൻ വേവ് ഫ്രണ്ട്, this is the spherical wavefront and this is the cylindrical wavefront. Okay ആണല്ലോ. You got a plane wavefront, you got a spherical wavefront and you got a cylindrical wavefront. Okay ആണല്ലോ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ ഇതിന് നിങ്ങൾക്ക് ഈ 3 വേവ് ഫ്രണ്ട്സിൻ്റെയും സോഴ്സും ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അറിയണം. സാറ് ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം എപ്പോഴാണ് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ടാവുക? ഇതിൻ്റെ സോഴ്സ് അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. അതായത് നിങ്ങൾക്ക് ആ സോഴ്സ് കാണാൻ പറ്റില്ല, വളരെ ദൂരെയാണ്. അപ്പോഴാണ് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ടാവുക. എക്സാമ്പിൾ സൺ, അല്ലെങ്കിൽ ദൂരെ വെച്ചിട്ടുള്ള ടോർച്ച്, അല്ലെങ്കിൽ ഒരു ലൗഡ് സ്പീക്കർ. നിങ്ങളൊരു സ്റ്റേഡിയത്തിന് ഏറ്റവും ബാക്കിലേക്കാണ് ഒരു ലൗഡ് സ്പീക്കർ. ഇനി ഇത് സ്ഫെറിക്കൽ ഉണ്ടാക്കുന്നത് ഒരു പോയിന്റ് സോഴ്സാണ്. ഓക്കെ ആണല്ലോ. സച്ചസ് ഒരു ബൾബ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സൈറൻ. ഇതൊക്കെ NCERTയിലുള്ള എക്സാമ്പിൾസ് ആണ് കേട്ടോ. NCERTയിലുള്ള എക്സാമ്പിൾസ് ആണ്. പോയിന്റ് സോഴ്സ് വിച്ച് ഇസ് ബൈ എ ബൾബ് ഓർ എ സ്മോൾ സൈറൻ. സിലിണ്ടറിക്കൽ ഉണ്ടാകുന്നത് ഒരു ലീനിയർ സോഴ്സ് എന്നാണ്. ഓക്കെ ആണല്ലോ. സച്ചസ് ട്യൂബ് ലൈറ്റ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഏരിയ ഓഫ് വേവ് ഫ്രണ്ട്. A is equal to ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ഏരിയ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ, ഇങ്ങനെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ ആണല്ലോ. എൻ്റെ ഏരിയ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സ്ഫെറിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ഫെയറിൻ്റെ ഏരിയ ഈസ് 4πr². അതുപോലെ തന്നെ ഇവിടെ ഏരിയ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് സ്ക്വയറിനെ പറയാൻ പറ്റുള്ളൂ, കോൺസ്റ്റൻ്റ് അല്ല. ഓക്കെ ആണല്ലോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക. ബട്ട് A is proportional to r². ഈ കാര്യം ഓർത്തിരിക്കാം. ഇവിടെ ആണെങ്കിൽ A is equal to 2πrl or A is proportional to r. ഓക്കെ ആണല്ലോ. അതൊന്ന് ഓർത്തിരിക്കാം. ഇനി ഇൻറ്റൻസിറ്റി. ഇവിടെ ഇൻറ്റൻസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ഇൻറ്റൻസിറ്റി വേരീസ് വിത്ത് r² ബട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r ബട്ട് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു a². ഓക്കെ ആണല്ലോ. ഇതൊന്ന് ഓർത്തിരിക്കാം.
ഇനി ഇക്വേഷനോട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തവണ ഇത്രയും ഞാൻ പറഞ്ഞത് ജിപ്മറിൽ ഒരു തവണ സ്ഫെറിക്കൽ വേവിൻ്റെ ഇക്വേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് എ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ ഇക്വേഷൻ വന്നുകൊണ്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി സാർ ടേബിൾ തന്നതാണ്. ഇക്വേഷൻ ഇതിൽ y ഈസ് ഈക്വൽ ടു a sin omega t മൈനസ് kx. ഇവിടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ y ഈസ് ഈക്വൽ ടു c ബൈ r sin omega t മൈനസ് kr. ഓക്കെ ആണല്ലോ. ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളത് ഡെഫിനറ്റ്ലി സിലിണ്ടറിക്കലാണ്. y ഈസ് ഈക്വൽ ടു c ബാർ ബൈ r ഇൻറ്റു sin omega t മൈനസ് kr. ഓക്കെ ആണല്ലോ. സോ യുനോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക മക്കളെ, ഇത് ഒരു എന്താ പറയുക കോംബി റൂമാണ്. ജസ്റ്റ് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ തീർക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് സാർ ഒന്നും പറയുന്നില്ല എന്ന് വിചാരിക്കേണ്ട. കറക്റ്റ് പറയുകയാണെങ്കിൽ റിപ്പീറ്റേഴ്സിന് ഇപ്പോൾ ഒരു വേവ് ഇപ്പോൾ യൂഷ്വലി ഞാൻ എടുക്കുകയാണെങ്കിൽ ഒരു 15 hours 16 hours എടുക്കും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന എൻറ്റയർ ഇക്വേഷൻസും നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഒരുപാട് പുറത്തുനിന്നുള്ള ഇക്വേഷൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായോ? സോ ദിസ് ലിറ്ററലി കണ്ടെയ്ൻസ് എവറിത്തിങ് വാട്ട് യു നീഡ്. ഓക്കെ ആണല്ലോ. നിങ്ങൾ അത് ആലോചിച്ച് ടെൻസ്ഡ് ആവുകയേ വേണ്ട. അല്ലാണ്ട് ഇപ്പോൾ കോംബി റൂമാണ് അതുകൊണ്ട് സാറുമാർ കട്ട് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ അബൌട്ട് അതർ പീപ്പിൾ, ബാക്കിയുള്ളവർ ഇങ്ങനെ എടുക്കുന്ന എന്താണല്ല. ബട്ട് ഐ ക്യാൻ പ്രോമിസ് യു വൺ തിങ്, ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അതിനകത്തുണ്ടാവും. ഓക്കെയാണ്. ഞാൻ അതുകൊണ്ടാണ് വേറെ ഒന്നും സംസാരിക്കാണ്ട് വളരെ കുറച്ച് മാത്രം നിങ്ങൾക്ക് വേണ്ട ചെറിയൊരു മോട്ടിവേഷൻ തന്ന് വേറെ ഒരു ലൂസ് ടോക്സ് നിൽക്കാണ്ട് അത്രയും ക്ലാസ് ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് ബോറിംഗ് ആയി ചില സമയത്തൊക്കെ തോന്നാം. ബട്ട് ദാറ്റ് ഈസ് ടോട്ടലി ഫൈൻ. കാരണം എന്താ അറിയോ, നിങ്ങളിവിടെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓരോ മിനിറ്റും പ്രോബബ്ലി റിപ്പീറ്റേഴ്സിൻ്റെ സമയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യുബിൾ. ഇപ്പോൾ ഞങ്ങളുടെ ഡോക്ടേഴ്സ് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒന്നുമല്ല, നിങ്ങളുടെ ടൈമാണ് ഏറ്റവും വാല്യുബിൾ. അതുകൊണ്ട് നിങ്ങൾ വന്ന ഒരു സെക്കൻഡ് പോലും എനിക്ക് വേസ്റ്റ് ചെയ്യണം നിർബന്ധമുള്ളൂ. കാരണം നമുക്ക് പരിചയപ്പെടാനും നമുക്ക് സംസാരിക്കാനൊക്കെ ഇത്ര ഇഷ്ടം പോലെ അവസരങ്ങളുണ്ടാവും. ദിസ് ഈസ് ദ ടൈം ടു റെസ്പെക്റ്റ് യുവർ ടൈം ആൻഡ് ഗിവ് മാക്സിമം തിങ്സ് വിച്ച് ഇസ് പോസിബിൾ. അതുകൊണ്ടാണ് സാർ ഇങ്ങനെ എടുത്തെടുത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഓഫായിപ്പോയി മനസ്സിലായി, എന്നാലും നിങ്ങൾ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. മനസ്സിലായോടാ? അതുകൊണ്ടാണ് സാർ ഇങ്ങനെ ഒന്നും പറയാണ്ട് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്നത്. അല്ലാണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല കേട്ടോ, ഒന്ന് സംസാരിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് കാര്യം സംസാരിക്കാം. ഞാനത് വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് എത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് തരാമെന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ? ശരി. ഇനി ചെറിയൊരു പോയിന്റ് പറഞ്ഞുതരാം. നിങ്ങൾ y ഈസ് ഈക്വൽ ടു a sin kx മൈനസ് ഒമേഗ ടി ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. a sin kx പ്ലസ് ഒമേഗ ടി എന്ന് കണ്ടിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? എന്താണ് ഈ നെഗറ്റീവ്, എന്താണ് ഈ പോസിറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ശ്രദ്ധിക്കാം. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഈസ് പോസിറ്റീവ്. ഓക്കെ ആണല്ലോ? അതായത് നീ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവും ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ നെഗറ്റീവായി എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നതിനാണ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നത്. അതുപോലെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ നെഗറ്റീവ് എന്ന് പറയുന്നതാണ് എന്ത്, ഇത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ ആണോ? അപ്പോൾ രണ്ട് ഡയറക്ഷനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. യു ഗോട്ട് എ പോസിറ്റീവ് ഫ്ലോ ആൻഡ് യു ഗോട്ട് എ നെഗറ്റീവ് ഫ്ലോ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. മടുത്തോടാ നിങ്ങൾക്ക്? ഞാൻ അങ്ങനെ അടുപ്പിച്ച് പറയും, നിങ്ങൾക്ക് മടുക്കുന്നുണ്ട്. അങ്ങനെ മടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ വർഷം എന്ത് പറ്റിയെന്നറിയില്ല, കുട്ടികൾ കുറച്ച് ആക്റ്റീവ് കുറവാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഈ എന്താണ് കോംബി എടുക്കുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും അങ്ങനെ ചോദിക്കും. ഇപ്പോൾ എനിക്ക് അറബി വായിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ബി ഡി എസിൻ്റെ കാര്യം ചോദിച്ചു, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചോദിക്കില്ല, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മടുക്കുമ്പോൾ അപ്പോഴേക്കും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അപ്പോൾ ഞാൻ അതിനിങ്ങനെ റിപ്ലൈ ചെയ്യും. അങ്ങനെ നമുക്ക് ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള, നമുക്കിപ്പോൾ സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ ബൈ വോയിസ്, പക്ഷേ ഈ ചാറ്റിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ? ആൻഡ് ദാറ്റ് ഈസ് വാട്ട് കീപ്സ് എ ലൈവ് ഇൻട്രസ്റ്റിംഗ് ഓൾസോ.
കാരണം നമ്മളിങ്ങനെ ഹെക്റ്റിക്കായിട്ട് ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്കൊരു ടോപ്പിക് ചേഞ്ച് ഉണ്ടാവും, നിങ്ങൾക്കും ഒരു ചെറിയൊരു റിലീഫ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയുക, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുക. ചാറ്റിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിടുക, അപ്പോൾ നിങ്ങൾക്കും ഒപ്പം പഠിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ എന്താണ് അതൊക്കെ പറയാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഇങ്ങനെ ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയാം, സാർ ബോറടിക്കും, നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംസാരിക്കാം, കുഴപ്പമില്ല, നമുക്ക് 2 മിനിറ്റ് വേറെ എന്തെങ്കിലും സംസാരിക്കാം, നോ ഇഷ്യൂസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ അതൊന്നും സംസാരിച്ച് നിങ്ങളുടെ സമയം കളയണ്ട, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല എത്ര നേരം എടുക്കാനുള്ള ടോപ്പിക് എന്തെങ്കിലും ഉണ്ട്, ഇഷ്ടം പോലെ നോട്ടുണ്ട് കയ്യിൽ. ഈ സ്ലൈഡ്സ് ചില ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കി വരുന്ന സ്ലൈഡ്സ് തീർക്കാൻ പോലും എനിക്ക് പറ്റാറില്ല. ഓക്കെ ആണല്ലോ. സോ എന്താ പറയുക, അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ പറ്റുന്ന പോലെ മാക്സിമം എടുത്ത് ഇങ്ങനെ പോവല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് റെസൊണൻസ് ടോപ്പിക് ടഫാണ്. നമുക്ക് ഇന്നത്തോടെ ശരിയാക്കാതെ റെസൊണൻസും പ്രോപ്പറായിട്ട് പഠിക്കാം, ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ ആണല്ലോ. സ്പീഡൊക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ? സ്പീഡ് എക്സ്ട്രാ സ്പീഡ് അല്ലെങ്കിൽ ഭയങ്കര സ്പീഡ് അങ്ങനെയൊന്നും ആർക്കും തോന്നിയിട്ടില്ലല്ലോ. ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ഓക്കെ. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. സോ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം. സോ സൗണ്ട് വേവ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇനിയുള്ള ഒരു 5 മിനിറ്റ്, അധികമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് അപ്പോൾ ഇനിയുള്ള ഒരു 5 മിനിറ്റ് നമ്മൾ സൗണ്ട് വേവിനെ കുറിച്ചാണ് പറയുന്നത്. കുറച്ച് തിയറിയാണ്, അത് എക്സാംസിന് ആവശ്യമുള്ളതാണ്, കാരണം എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇൻഫ്രാസോണിക് വേവ്? ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഫസ്റ്റത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അടുത്ത കാര്യം, ഇതിൻ്റെ ഫ്രീക്വൻസി 20 ഹെർട്സിന് താഴെയായിരിക്കും. ഓക്കെ ആണല്ലോ. ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ 20 ഹെർട്സ്. ഓക്കെ ആണല്ലോ. ഇറ്റ് കനോട്ട് ബി ഹേർഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. ഇറ്റ് കനോട്ട് ബി ഹേർഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. അടുത്ത പോയിന്റ്. ഓക്കെ ആണല്ലോ. ഇനി ഇതാണ്, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എർത്ത് ക്വേക്സ്. ഓക്കെ ആണല്ലോ. സോ ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് അത് മറ്റേ ഇതിലായിരുന്നു, എയിംസിലും ഇതിലൊന്നും അല്ല, അതിന് മുന്നേ പണ്ട് കർണാടക നീറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എർത്ത് ക്വേക്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഏതാണ്? ദാറ്റ് ഈസ് ബേസിക്കലി ഇൻഫ്രാസോണിക് വേവ്. നിങ്ങൾക്കൊരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞാൽ ഈ പാമ്പുകൾക്കൊക്കെ ഇത് കേൾക്കാൻ പറ്റും. ഓക്കെയാണ്, പാമ്പുകൾക്ക് ഇൻഫ്രാസോണിക് വേവ് കേൾക്കാൻ പറ്റും. ഇനി അതുപോലെ ഓഡിബിൾ വേവ്. എന്താണ് ഓഡിബിൾ വേവ്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്ന പോലെ, എനി വേവ് വിച്ച് ഈസ് ബിറ്റ്വീൻ 20 to 20,000 ഹെർട്സ്. ഇതും ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. ഓക്കെ ആണല്ലോ. അതാണ് ഓഡിബിൾ വേവ് എന്ന് പറയുന്നത്. അടുത്തതാണ് അൾട്രാസോണിക് വേവ്. എന്താണ് അൾട്രാസോണിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അൾട്രാസോണിക് വേവ് എബൌട്ട് 20,000 ഹെർട്സ്. എബൌട്ട് 20,000 ഹെർട്സ്. ഇത് ഉണ്ടാക്കുന്നത് ഒരൊറ്റ ഓർഗാനിസാണ്, ഒരൊറ്റ ബീയിങ് ആണ്. അതങ്ങോട്ട് അതിൻ്റെ പേര് പഠിക്കുക. ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാറ്റ്സ്. പ്രൊഡ്യൂസ്ഡ് ബൈ ബാറ്റ്സ് ആൻഡ് ഹേർഡ് ബൈ ബാറ്റ്സ്. ബാറ്റ്സിൽ നിന്ന് ഉണ്ടാക്കാനും കേൾക്കാനും കഴിയും. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. സോ അപ്പോൾ ഷിഫാൻ ഇടുന്ന പോലെ ഇൻഫ്രാസോണിക് വേവ് ലെസ് ദാൻ 20 ഹെർട്സ്. മനസ്സിലായോ? ഇപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് ചാറ്റിൽ കാണുന്ന ഒരുപാട് കുട്ടികൾ ഇൻഡയറക്റ്റ്ലി ഇത് വായിച്ചു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലായി വെച്ചു. ഓക്കെ ആണല്ലോ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുമോ എനിക്കറിയില്ല. നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല ഇത് ചോദിക്കുന്നോ ഇത് ചോദിക്കില്ല എന്നോ. ഓൾ വി ക്യാൻ ഡു ഇസ് ലേൺ സംതിങ് അബൌട്ട് എവറിത്തിങ്. അപ്പോൾ വീഴുമ്പോൾ 4 കാലേ വീഴുള്ളൂ. ചിലപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്നത് മാച്ച് ചെയ്യാനായിരിക്കും. അൾട്രാസോണിക്, ഒഡിബിൾ, ഇൻഫ്രാസോണിക്, ഇതിൻ്റെ 3 വേവ് പരസ്പരം മാച്ച് ചെയ്യാനായിരിക്കും. ഇല്ലെങ്കിൽ എർത്ത് വയ്ക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് ഒറ്റ വാക്കിൽ ചോദിക്കാം. ചോദിച്ചൂടെ? പോസിബിളാണ്. നമ്മൾ ഫുൾ ന്യൂമറിക്കൽസ് മാത്രമേ ചോദിക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. കാരണം ചില ടോപ്പേഴ്സിനെയൊക്കെ നിങ്ങൾ അവർ പറയുമ്പോൾ മനസ്സിലാവും അവരുടെയൊക്കെ ഇതേപോലെ തിയറി ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവരുത്. NCERT വായിച്ച് സമയം കളയണ്ട, അതൊക്കെ സാറ് ചെയ്തോളാം, അവസാനത്തെ നിമിഷമാണ്, നിങ്ങൾ ഈ നോട്ട് എഴുതിയെടുത്താൽ മതി. അതിനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണം. ഓക്കെ ആണല്ലോ. ശരി. ഇനി അപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസോണിക് വേവ് NCERTയിൽ കുറച്ചെണ്ണം പറയുന്നുണ്ട്. സോ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഇൻറ്റേർണൽ ക്രാക്ക് ഓഫ് മെറ്റൽസ്, അതായത് മെറ്റലുള്ളിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സബ്മറൈൻസും ഐസ്ബർഗ്സും ഡിറ്റക്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് സീ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് മെയിൻ അപ്ലിക്കേഷൻ ഓഫ് അൾട്രാസോണിക് വേവ്. ഓക്കെ ആണല്ലോ. ശരി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഇക്വേഷൻസ് ഓഫ് സൗണ്ട് വേവ്. ഇനി നമ്മൾ സൗണ്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് സൗണ്ട് വേവ്? അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിച്ചുള്ള ഒരൊറ്റ വേവാണ്, ദാറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് വേവ് ഫോം. ഓക്കെ ആണല്ലോ, ദാറ്റ് ഇസ് നോൺ ആസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള വേവാണ്. ഇക്വേഷനാണ് y ഈസ് ഈക്വൽ ടു a sin omega t minus kx. y ഈസ് ഈക്വൽ ടു a sin omega t minus kx. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വേവ് ഫോം എന്ന് പറയുന്നത്. എന്നാൽ ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു വേവ് ഫോം കൂടെ, ദാറ്റ് ഈസ് നോൺ ആസ് പ്രഷർ വേവ് ഫോം. നിങ്ങൾ പ്രഷർ വേവ് ഫോം എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകണ്ട. പ്രഷർ വേവ് ഫോം ഇസ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു P0 cos omega t minus kx. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു P0 cos omega t minus kx. ഓക്കെ ആണല്ലോ. അതിൽ P0 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് പ്രഷർ വേവ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് പ്രഷർ വേവ് ആണ്. ഓക്കെ ആണല്ലോ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് പ്രഷർ വേവ് ആണ്. ഇനി വാട്ട് ഈസ് P0 എന്ന് ചോദിച്ചാൽ P0 ഈസ് ഈക്വൽ ടു എ ബി കെ. P0 ഈസ് ഈക്വൽ ടു എ ബി കെ. മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഇക്വേഷൻ ആയത് പറയുന്നത് P ഈക്വൽ ടു എ ബി കെ. അപ്പോൾ ചോദിക്കുക എന്താണ് എ ബി കെ? എ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്, ബി എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ്, ആൻഡ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ ആണല്ലോ. ഇത് മക്കളെ ഇതൊന്നും നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീഷൻ മാത്രം പറയുന്നതാണ് കേട്ടോ. ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കാം. കാരണം ഇത് ഞാൻ പറഞ്ഞു, ഇത് എല്ലാ ടൈപ്പ് കുട്ടികളും കാണുന്നുണ്ട്. ഐ നോ ഇറ്റ്. കാരണം ഈവൻ നമ്മുടെ ഡോപ്പയിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ, സൈലം, അതുപോലെ പാല, അലൻ, ആകാശ്, ഇതിലെല്ലാ കുട്ടികളും ഇത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെയുള്ള വ്യൂസ് കയറി മനസ്സിലായി. എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. 12th കഴിഞ്ഞ കുട്ടികൾ കാണുന്നുണ്ട്, റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ് എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഇൻഫർമേഷൻ അതിനകത്ത് വേണം. അപ്പോൾ ബേസിക്സ് ആയിട്ട് വേണ്ടവർക്ക് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞു എന്താണ് വേവ്, എന്താണ് ഡിഫറെൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സിനൊക്കെ അവർക്ക് കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം. സോ അവർക്ക് വേണ്ടി കുറച്ച് പ്രഷർ വേവ് ഫോം, കുറച്ച് കൂടിയെന്നല്ല കുറച്ച് നല്ല കാര്യങ്ങളൂടെ പറയും. ഓക്കെ ആണല്ലോ. സോ അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നത്. കഴിഞ്ഞു. ആ ഒരു മിനിറ്റ് നമ്മൾ പ്രഷർ വേവ് ഫോമിലുണ്ടാകുമ്പോൾ പ്രഷർ വേവ് ഫോം കഴിഞ്ഞു. ഫൈൻ. അടുത്തത് സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഓക്കെ ആണല്ലോ. ശരി. ആദ്യം ന്യൂട്ടൺസ് ഫോർമുല പറയുന്നത് വെലോസിറ്റി അറ്റ് ദ മീഡിയം ഈസ് ഈക്വൽ ടു E by rho, where E is the elastic coefficient of medium and rho is the density of medium. അതുപോലെ so for solid medium ആണെങ്കിൽ velocity solid is equal to y by rho, where y is what? Y is the Young's modulus. അടുത്താണ് liquid medium. Velocity of liquid medium എന്ന് പറയുന്നത് b by rho ആണ്, where b is the volume, elasticity, coefficient of liquid. ഇതാണ് ലിക്വിഡ് മീഡിയം. ഇനി ഗ്യാസ് മീഡിയം. സോ ഗ്യാസ് മീഡിയത്തിൻ്റെ എന്ന് പറയുന്നത്, ഗ്യാസ് മീഡിയത്തിൽ നിങ്ങൾ വി എയർ ഇസ് ഈക്വൽ ടു പി ബൈ റോ. ഓക്കെ ആണല്ലോ, പി ബൈ റോ, വേർ പി ഈസ് ദ പ്രഷർ. ഇനി ഇതിന് നിങ്ങൾ അറിയേണ്ട വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. അതൊന്ന് ഓർത്തിരിക്കണം. ദാറ്റ് ഇസ് 332 meter per second. ഓക്കെ ആണല്ലോ. നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യമാണ് വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. ദാറ്റ് ഈസ് 332 meter per second. അടുത്തതാണ് ലാപ്ലേസ് കറക്ഷൻ. ഓക്കെ ആണല്ലോ. നമുക്ക് ഒരു ചെറിയൊരു കറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് ലാപ്ലേസ് കറക്ഷൻ പറഞ്ഞത് വി ഇസ് ഈക്വൽ ടു പി ബൈ റോ ആയിരുന്നു ന്യൂട്ടൺ സാർ പറഞ്ഞത്. ലാപ്ലേസ് അതിലേക്ക് ഒരു ഗാമയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ ആണല്ലോ, ഒരു ഗാമയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു.
വേറെ ഒന്നുമല്ല, മൂപ്പർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ലാപ്ലേസ് എന്ത് ചെയ്തു വെച്ചാൽ ഇതിനെ ഒരു അഡിയബാറ്റിക് പ്രോസസ്സായിട്ട് കണക്കാക്കി. നിങ്ങളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ന്യൂട്ടൺസ് ആർ ഒരു ഐസോതെർമൽ പ്രോസസ്സായിട്ടായിരുന്നു വിചാരിച്ചത്. പക്ഷേ ലാപ്ലേസ് എന്ത് ചെയ്തു, അതിനെ മാറ്റി ഒരു അഡിയബാറ്റിക് പ്രോസസ്സായി ട്രീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, റൂട്ട് ഓഫ് ഗാമ p/ρ എന്ന് ആക്കി കൊടുത്തു. ഓക്കെ ആണല്ലോ. എന്താണ് ഈ ഗാമ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മറ്റന്നാൾ കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് എടുക്കും. തെർമോഡൈനാമിക്സ് ഞാനാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ, ശരി. ഇനി നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റീസ്, അതായത് ടെമ്പറേച്ചർ വേരിയേഷൻ, അതുപോലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അങ്ങനെ ഓരോ കണ്ടീഷൻസ് മാറുന്ന സമയത്ത് എന്താണ് വാട്ട് ഹാപ്പൻസ് ടു സ്പീഡ് ഓഫ് സൗണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ബോറടിക്കുന്നൊന്നുമില്ലല്ലോ അല്ലേ? ഈ എന്താ പറയുക, ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊക്കെ ഇങ്ങനെ ഒരുപാട് നേരമൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ബോറടിക്കുമായിരുന്നു. അപ്പോൾ എനിക്കറിയാം ആസ് എ സ്റ്റുഡൻറ്റ്, കാരണം ഞാനിപ്പോഴും അവിടെ മെഡിക്കൽ കോളേജിൽ അവിടെ പോയിരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ എനിക്കറിയാം ബാക്കിൽ ഒരുപാട് കുട്ടികൾ ഉറങ്ങുന്നുണ്ടാവും. എനിക്കിടയ്ക്ക് ഉറക്കം തോന്നും. ആൻഡ് അത് ദാറ്റ്സ് ടോട്ടലി നോർമൽ, ഉറക്കം തൂങ്ങുക എന്നുള്ള കാര്യമൊക്കെ. സാർ ഇന്ന് MCQ ഉണ്ടാവിടെ. MCQ ഇല്ലാണ്ട് എന്ത് ഫിസിക്സ്, നമ്മൾ എന്തായാലും MCQ ചെയ്യും ഇന്ന്. അത് നിങ്ങളോട് ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം എന്തായാലും ഫുള്ള് തീരുമല്ലോ. വേവ്സ് കഴിയും, വേവ്സിൻ്റെ MCQ തീരും. വേവ്സിൻ്റെ MCQ തീർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഓസിലേഷൻ പോവും. ഓസിലേഷൻ MCQ തീരും. ഓക്കെ ആണല്ലോ, അതാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ ആണല്ലോ. 9:30, ഇന്നിപ്പോൾ 7:40 ആയി. നിങ്ങൾ എൻ്റെ കൂടെ ഒരു 2 മണിക്കൂറിനടുത്ത് ഇനി ഇരിക്കേണ്ടി വരും. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നിങ്ങൾ ഇപ്പോഴേ പറയാം കേട്ടോ. കാരണം അതനുസരിച്ച് എനിക്ക് ഇങ്ങനെ നമ്മൾ പോകാം, ഇതേപോലെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോകും. കുറച്ച് നേരം പഠിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാണ്ടെങ്കിൽ സംസാരിക്കും, നമ്മൾ വീണ്ടും എടുക്കും. ബട്ട് 3 മണിക്കൂറുണ്ട് ഈ 2 ചാപ്റ്റർ. ഇപ്പോൾ നമ്മൾ വേവ്സ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല, ഇനിയും പറയാനുണ്ട് എനിക്കറിയാം. നമ്മളിങ്ങനെ പറഞ്ഞു പോകും. നിങ്ങൾക്ക് വായിച്ച് പഠിക്കാം, അതിനുള്ളത് ഉണ്ടാവുള്ളൂ. അത്ര ലെങ്തി അല്ല, എല്ലാം ക്രിസ്പല്ല, ഞാനൊന്നും വലിച്ചു നീട്ടിയിട്ടില്ല, വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമുക്കിത് ഇങ്ങനെ എടുത്തെടുത്ത് പോകാം, എല്ലാവർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. എവരി വൺ ഇസ് കംഫർട്ടബിൾ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും യു ക്യാൻ സിറ്റ് ദെയർ, യു ക്യാൻ ഹാവ് എ കോഫി ആൻഡ് യു ക്യാൻ ഡ്രിങ്ക് ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ ജസ്റ്റ് എൻജോയ് ദ ക്ലാസ്, ജസ്റ്റ് ബിയർ വിത്ത് മീ. ബൈ 9:30 വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ് ദി എൻറ്റയർ തിങ്. ഓക്കെ ആണല്ലോ. സോ സാർ എഫക്റ്റീവ് ക്ലാസ് ആണ്, താങ്ക് യു, ഫൈൻ. സ്ലൈഡ്സ് എങ്ങനെ കിട്ടുക? സ്ലൈഡ്സ് അയച്ചത് ഞാൻ. പിന്നെ ഒരു കാര്യം എന്താ അറിയോ, സ്ലൈഡ്സ് പണ്ട് ഞാൻ സ്ലൈഡ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുട്ടികൾ സ്ലൈഡ്സ് മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൈക്ക് എന്താണ്, കുറച്ച് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഇഷ്യൂസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ പിന്നെയാണ് ഞാൻ ഈ ഒരു സ്ലൈഡ്സ് കൊടുക്കാൻ റീഫ്രെയിൻ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ്സസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്ലൈഡ്സാണ്. അപ്പോൾ കുറച്ച് കുട്ടികൾ പിന്നെ എന്താ കാര്യം, ഇതിനകത്ത് ഒന്നുമില്ല. സി ലിറ്ററലി ദീസ് സ്ലൈഡ്സ് ആർ എംപ്റ്റി അല്ല, ആകെ കുറച്ച് ഹെഡിങ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ യുനോ ഇത് തന്നിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പേർപ്പസ് ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും ഞാൻ ഇടാം. പക്ഷെ കഴിഞ്ഞ തവണ കുറച്ച് കൊടുത്തിട്ട് കുറച്ച് ഇഷ്യൂസ് അതിൻ്റെ പേര് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ റീഫ്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്ലൈഡ്സ് ഷെയർ ചെയ്തത് വീണ്ടും ഇഷ്യൂ ആവണ്ട എന്നുള്ളത്. കാരണം ഇതിനകത്ത് ഒന്നുമില്ല ലിറ്ററലി. എല്ലാം നിങ്ങൾക്ക് ഞാനാണ് ഇവിടെ എഴുതുന്നത്. അല്ല, എൻ്റെ നോട്ട് വേറെ ഉണ്ട്. ഐ ഹാവ് എ സെപ്പറേറ്റ് നോട്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ മീ. പക്ഷെ അത് ആർക്കും കിട്ടില്ല, അത് എൻ്റെ നോട്ടാണ്. സോ ഇങ്ങനെ കൊടുക്കുന്നത് ദിസ് ഇസ് ലൈക്ക് ഇങ്ങനെ ഇതിനകത്ത് ഒന്നുമില്ല ലിറ്ററലി. സോ ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആസ്ക് ഫോർ സ്ലൈഡ്സ്. നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഐ വിൽ ജസ്റ്റ് ട്രൈ ടു ഷെയർ. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ നിങ്ങൾക്കിപ്പോൾ വേണ്ടതായിട്ട് ഫിഗേഴ്സ് ആണെങ്കിൽ ഫിഗേഴ്സ് മാത്രം ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് തരാം. ഓക്കെ ആണല്ലോ. നോക്കട്ടെ, സ്ലൈഡ്സും ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. കാരണം ഇങ്ങനത്തെ 1-2 ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഡോണ്ട് ഫീൽ ബാഡ്, ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു ഡു ഇറ്റ്. സർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ആക്കും. ഞാൻ ഇപ്പോൾ തന്നെ പറയാം കേട്ടോ. ഞാൻ ഈ ഒരു ബ്രേക്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാൻ പറയാം. ഇതിനകത്ത് പിൻ ചെയ്ത് വെക്കാനും പറയാം. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ വി ആർ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് തിങ് വിച്ച് ഇസ് എഫക്റ്റ് ഓഫ് വേരിയസ് ക്വാണ്ടിറ്റീസ്. ടെമ്പറേച്ചർ മനസ്സിലാക്കാം. എന്താണ് ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോഴുള്ള കാര്യം? സപ്പോസ് V2 is the velocity at temperature T2, V1 is the velocity at temperature T1, V2 by V1 is root of T2 by T1. Or നിന്നോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് T, വേറൊരു ടെമ്പറേച്ചർ തന്നിട്ട് ഒരു V0 അല്ലെങ്കിൽ നമ്മുടെ 0 ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു 35 ഡിഗ്രിയിൽ സ്പീഡ് എത്രയാണ്? സോ VT is equal to V0 into 1 plus T by 273 whole raised to 1/2. ഓക്കെ ആണ്.
ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഒരൊറ്റ ക്ലാസ് കഴിഞ്ഞാൽ ഐ പ്രോമിസ് യു ദ ഫസ്റ്റ് തിങ് വിച്ച് ഐ വിൽ ബി ഡൂയിങ് ഇസ് പിന്നിങ് ദി അത്. അപ്പോഴേക്കും ഇവിടെ പുറത്ത് ഇതിൻ്റെ ലൈക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ എത്തുന്നേ ഉള്ളൂ. 7:30 ആയിട്ടേ ഉള്ളൂ. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും 9:30 ആവും. അപ്പോഴേക്കും അവരെല്ലാവരും വരും. അപ്പോൾ ഇത് കഴിഞ്ഞ വഴിക്ക് ഐ വിൽ ബി ടേക്കിംഗ് ദ ലിങ്ക് ആൻഡ് ഐ വിൽ ബി പോസ്റ്റിംഗ് ഇറ്റ്. ഓക്കെ ആണല്ലോ. ഒന്നുമില്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കമൻറ്റായിട്ട് ഞാൻ അതിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ വെലോസിറ്റി അറ്റ് ടൈം ടി കേട്ടോ, അറ്റ് വെലോസിറ്റി അറ്റ് ടെമ്പറേച്ചർ ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 273 തന്നിട്ടുണ്ടെങ്കിൽ VT = V0 × √1 + T/273. ഓക്കെ ആണല്ലോ. ശരി, ഇനി ഇതൊരു ഗ്യാസ് മീഡിയ എന്ന് വിചാരിക്കാം. ഇതൊരു ഗ്യാസ് മീഡിയ ആണെങ്കിൽ VT = V0 × 1 + T/546 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഡയറക്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ്. ഇത് എയർ ആണെന്ന് വിചാരിക്കാം. VT = V0 + 0.61 T m/s. ഓക്കെ ആണല്ലോ. ആൻഡ് V0 എത്രയെന്ന് ഒരുപാട് പേര് ചോദിക്കും. V0 is 332 m/s. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ഗ്യാസ് മീഡിയവും അതുപോലെ തന്നെ എയറിലും ഉള്ള ഇതിൻ്റെ രണ്ട് വെലോസിറ്റീസ് എന്ന് പറയുന്നത്. VT = V0 × 1 + T/546, അതുപോലെ തന്നെ മറ്റേ VT = V0 + 0.61 times T. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. അടുത്താണ് എഫക്റ്റ് ഓഫ് ഹ്യൂമിഡിറ്റി. സോ മനസ്സിലാക്കാം, ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് എന്താ പറ്റുക വെച്ചാൽ, ആസ് ഹ്യൂമിഡിറ്റി ഇൻക്രീസസ് ഡെൻസിറ്റി ഡിക്രീസസ്, and as density increases velocity increases. ഇതാണ് കാര്യം. ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും, ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും. സോ എസെൻഷ്യലി സ്പീക്കിംഗ് ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ വെലോസിറ്റിയും കൂടും. എന്താണ് ഹ്യൂമിഡിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഓക്കെ ആണല്ലോ. ഹ്യൂമിഡിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള എയർ കണ്ടൻറ്റ് കൂടുക, അല്ലെങ്കിൽ അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് കൂടുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മഴക്കാലത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഫുൾ വെള്ളം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ എന്ത് ചെയ്യും, നമ്മുടെ സൗണ്ട് കണ്ടക്റ്റ് ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്പീഡ് കൂടും. ശരി ശ്രേയ സാർ, സൗണ്ട് ഇടയ്ക്ക് എന്തോ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. എടാ, അത് എത്രയോ കാലമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ AC ഉണ്ട്, അറിയാലോ, നിങ്ങൾക്ക് അറിയാം. ബേസിക്കലി ഈ സ്റ്റുഡിയോയിൽ AC ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഫ്രണ്ടിൽ, ഒരുപാട് സ്ക്രീൻസ്, പിന്നെ ആറ്റം മിനി, പിന്നെ നമ്മുടെ സ്ക്രീൻസ്, ക്യാമറാസ് എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു സബ് ഓപ്റ്റിമൽ ടെമ്പറേച്ചർ, ഒരു 18 to 20 ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. AC ഉണ്ട്, അപ്പോൾ AC ഇല്ലാണ്ട് പറ്റില്ല. ഈ ACയിൽ എർത്ത് ചെയ്യുന്നതിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എന്തോ ഒരു റേഡിയേഷൻ എൻ്റെ മൈക്ക് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് നോക്കിയിട്ടുണ്ട്, അത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി മിക്കവാറും സ്റ്റുഡിയോ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കോംബി ക്ലാസ്സസ് വേറൊരു സ്റ്റുഡിയോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഫോർ ദ ടൈം ബീങ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഒന്ന് ഭയങ്കര ഡിഫിക്കൽട്ടിയാണോ, നിങ്ങൾക്കൊന്ന് ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു മൂളൽ, ആ ഒരു ശബ്ദമല്ലേ ഉള്ളൂ, എനിക്കറിയാം. ആൻഡ് വി ആർ സോ സോറി ഫോർ ഇറ്റ്. നമ്മൾ എത്രയും പെട്ടെന്ന് അത് ഫിക്സ് ചെയ്യും കേട്ടോ. അടുത്താണ് എഫക്റ്റ് ഓഫ് പ്രഷർ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി ബൈ എന്താണ്, ഡെൻസിറ്റിയാണ്. And elasticity is equal to gamma, this is also equal to gamma P/ρ. Okay ആണല്ലോ. This is equal to gamma RT/mW. ഇതെങ്ങനെയാണ് വന്നത്? ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, PV is equal to nRT. PV is equal to given mass by molar mass RT, or you can write P is equal to given mass ബൈ ഈ വോളിയത്തിന് താഴത്തേക്ക് കൊണ്ടുവന്നു RT/മോളിക്കുലാർ വെയിറ്റ്. ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇസ് ഡെൻസിറ്റി, RT/മോളിക്കുലാർ വെയിറ്റ്. ഇതാണ് അണ്ണൻ ഇവിടെ എഴുതിയത്, മനസ്സിലായോ? ഗാമ RT/mW. സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഓക്കെ ആണല്ലോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രഷർ കൂടുന്ന സമയത്ത് വെലോസിറ്റിയും കൂടും. ഓക്കെ ആണല്ലോ. പ്രഷർ കൂടുന്ന സമയത്ത് വെലോസിറ്റിയും കൂടും. ഓക്കെ ഫൈൻ. ഇനി എഫക്റ്റ് ഓഫ് മോഷൻ ഓഫ് എയർ. എയറിൻ്റെ മോഷനെ കുറിച്ചാണ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സംസാരിക്കുന്ന ഡയറക്ഷനിൽ കാറ്റടിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കാറ്റ് വരികയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദ വെലോസിറ്റി വിൽ ഇൻക്രീസ്. നേരെ മറിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് കാറ്റടിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് സംസാരിക്കുകയാണ്, വാട്ട് ഹാപ്പൻസ്, ദ വെലോസിറ്റി ഓഫ് സ്പീഡ് ഡിക്രീസസ്. ഓക്കെ ആണല്ലോ. ശരി. സോ
അപ്പോൾ this is the direction of sound. Its velocity is v. ഇതാണ് വിൻഡ്. ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ വി ഗെറ്റ് വി പ്ലസ് ഡബ്ല്യു. ഇങ്ങോട്ടാണ് വിൻഡ് വരുന്നത്. അങ്ങനെയാണ് വി ഗെറ്റ് വി മൈനസ് ഡബ്ല്യു. സ്പീഡ് ഡിക്രീസസ്. ഇവിടെ സ്പീഡ് ഇൻക്രീസസ്. മനസ്സിലായോ? സ്പീഡ് ഡിക്രീസ് ചെയ്യും, സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഈ രണ്ട് കാര്യം ക്ലിയർ ആണല്ലോ? ഫൈൻ. ഫ്രീക്വൻസി. ദർ ഈസ് നോ എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്താണെങ്കിലും കുഴപ്പമില്ല. സ്പീഡ് ഈസ് ഫ്രീക്വൻസി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ അതാണ് എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിലേക്ക് കിടക്കുകയാണ്. എസെൻഷ്യലി ഈ ഒരു ഭാഗത്ത് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എന്ന് എക്സാമിനറിന് ഉറപ്പുള്ളൊരു ഭാഗമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്. ലൗഡ്നെസ്, ബീറ്റ്, പിച്ച്, ഫ്രീക്വൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ മിക്കവാറും ദേ യൂസ് ടു ആസ്ക് ലിറ്റിൽ ബിറ്റ് അബൌട്ട് ഇറ്റ്. ഓക്കെ ആണല്ലോ? സോ അടുത്തൊരു 5 മിനിറ്റ്, അധികമൊന്നും ഉണ്ടാവില്ല, അടുത്തൊരു 5 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ടിനെ കുറിച്ച് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്. അതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലൗഡ്നെസ് ആണ്. ഓക്കെ ആണല്ലോ? സോ വി ആർ ഗോയിങ് ടു ഡീൽ അബൌട്ട് ദി ലൗഡ്നെസ് ഓഫ് സൗണ്ട്. സോ ലൗഡ്നെസ് എന്ന് പറയുന്നത്, ലൗഡ്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യം. ഡിപ്പെൻസ് ഓൺ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി സോഴ്സ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട്. ഓക്കെ ആണല്ലോ? ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി സോഴ്സ്, അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട്. ഓക്കെ ആണല്ലോ? ഈ രണ്ട് ഇതിനെയാണ് ലൗഡ്നെസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ശരി. ഇനി ദർ ഈസ് ആൻ ഇക്വേഷൻ വിച്ച് ഈസ് കോൾഡ് ആസ് വെബർ-ഫെഷ്നർ ഇക്വേഷൻ. വെബർ-ഫെഷ്നർ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ലൗഡ്നെസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് വെബർ-ഫെഷ്നർ പറഞ്ഞത്? ശ്രദ്ധിക്കുക. അവർ പറഞ്ഞിട്ടുള്ള കാര്യം വേറൊന്നുമല്ല. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ലൗഡ്നെസ്സിൻ്റെ ചേഞ്ച് ആണ്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് L2 മൈനസ് L1. ദിസ് ഈസ് 10 log to the base 10 I2 by I1, where I2 and I1 are the intensity of the sound. Okay ആണല്ലോ? ഡിപ്പെൻസ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി സൗണ്ട്. ഇൻറ്റൻസിറ്റി ഓഫ് ദി സൗണ്ട്. ഓക്കെ ആണ്. ഇതാണ് വെബർ-ഫെഷ്നർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞ ലൗഡ്നെസ് എല്ലാത്തിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകണം ഫോർ മൈ സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ, എനിക്കറിയില്ല ചോദിക്കുമല്ലോ എന്നൊന്നും, ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി നമ്മുടെ NCERTയിൽ ചെറിയൊരു ടേബിൾ ഉണ്ട് റിഗാർഡിങ് ലൗഡ്നെസ് ഓഫ് ഡിഫറെൻറ്റ് വോയിസസ്. അതൊന്ന് പറഞ്ഞുതരാം. ആദ്യത്താണ് ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ലൗഡ്നെസ് ലെവൽ എത്രയാണ്. ഓക്കെ ആണല്ലോ? ഈ രണ്ട് കാര്യങ്ങളും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് സംതിങ് ബിറ്റ്വീൻ 10⁻⁻12 ആണ്. ദിസ് ഇസ് 0 decibel. നിങ്ങൾ വിസ്പർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വെൻ യു വിസ്പർ ഇറ്റ് ഈസ് ഇൻ ദ ലെവൽ ഓഫ് 10⁻⁻11. ഇത് 10 decibel ആണ്. ആൻഡ് വെൻ യു ടോക്ക് നോർമലി, ഒരു നോർമൽ ടോക്ക്, ഇറ്റ് ഈസ് 10⁻⁻6 ആൻഡ് ദിസ് ഈസ് 60 decibel. ആൻഡ് വെൻ യു ട്രൈ ടു ഷൗട്ട് ഇറ്റ് ഈസ് 10⁻⁻5 or it is 70 decibel. ആൻഡ് നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവൻ ഇറ്റ് ഈസ് നോൺ ടോളറബിൾ. അത്ര വലിയ അലറാന്നൊക്കെ വിളിക്കില്ല. ഇൻറ്റൻസിറ്റി 1 ആവും ആൻഡ് ഇറ്റ് വിൽ ബി അബവ് 120 decibel. ഓക്കെ ആണല്ലോ? ഇറ്റ് വിൽ ബി അബവ് 120 decibel. ഇത് നിങ്ങളുടെ NCERTയിലുള്ള ഒരു ലൗഡ്നെസ്സിൻ്റെ ഒരു ചെറിയൊരു ടേബിളാണ്. നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ?
ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വന്നോട്ടെ, ഒരു വഴിക്ക് പോകല്ലേ, കയ്യിൽ വെച്ചോ. ഓക്കെ ആണല്ലോ, ശരി. ഇനി അടുത്താണ് പിച്ച്. എന്താണ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. പിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഫീമെയിൽസിന് ഹൈ പിച്ച് സൗണ്ടാണ്, മെയിലിന് ലോ പിച്ച് സൗണ്ടാണ്. ഓക്കെ ആണല്ലോ. സോ ബേസിക്കലി ഫ്രീക്വൻസിയുടെ വേരിയേഷൻ കാരണം നമ്മുടെ ഇയറിൽ നമുക്ക് കേൾക്കുന്ന ഒരു പെർസെപ്ഷനാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. സോ പിച്ചിൻ്റെ ഡെഫിനിഷൻ ഇൻ വൺ ലൈൻ: sensation received by the ear due to frequency and distinguish a shrill, അതായത് ഷാർപ്പ് സൗണ്ട് ഫ്രം എ ഗ്രേവ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സൗണ്ട്. അപ്പോൾ ഒരു സൗണ്ട് എന്താണ്, ഫ്ലാറ്റ് സൗണ്ട് ആണോ ഷാർപ്പ് സൗണ്ട് ആണോ തീരുമാനിക്കുന്നതിൻ്റെ പിച്ചാണ്. ഓക്കെ ആണല്ലോ, അത് മാത്രം ഒന്ന് ആലോചിച്ചിരിക്കുക. അടുത്താണ് ക്വാളിറ്റി ഓർ ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ടിമ്പർ. സോ ഇത് മനസ്സിലാക്കാം. ഇത് ക്വാളിറ്റി ഓഫ് ടിമ്പർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ഫോം ഡിഫറൻസ്. കാരണം ഈ ഒരു വേവ്, ഇത് വേറെ വേവ്. അപ്പോൾ ഡിഫറെൻറ്റ് വേവ് ഫോംസ് കാരണം നമ്മുടെ ചെവിയിലേക്ക് പെർസീവ് ചെയ്യുന്ന ഓരോ സൗണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതാണ് ക്വാളിറ്റി ഓഫ് ടിമ്പർ. സോ ജസ്റ്റ് മനസ്സിലാക്കി, ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിഫറെൻറ്റ് വേവ് ഫോംസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിഫറെൻറ്റ് വേവ് ഫോംസ്. അതുകൊണ്ടാണ് ഈ ക്വാളിറ്റി അറൈസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഈസ് ഓൾസോ ഓവർ, ആൻഡ് വി ആർ മൂവിങ് ഇൻ ടു സംതിങ് വിച്ച് ഇസ് കോൾഡ് ആസ് ദി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ്. ഓക്കെ ആണല്ലോ. ഡാലി ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഡാലി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇടുന്നുണ്ട്. ലൗഡ്നെസ് ഡിപ്പെൻസ് ഓൺ ദ ഷേപ്പ് ആൻഡ് സൈസ്. ഗ്രേറ്റ്. അപ്പോൾ യു ക്യാൻ കണ്ടിന്യൂ കേട്ടോ. നിങ്ങൾക്ക് അതിങ്ങനെ ഇടുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, നിങ്ങൾക്ക് ഇങ്ങനെ ബോർ അടിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവില്ല. നിങ്ങൾ ബോർ അടിക്കുമ്പോൾ ടൈപ്പ് ചെയ്തിടുക. സോ ദാറ്റ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഓൾസോ റീഡ് ആൻഡ് ദേ വിൽ ബി ഓൾസോ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഇൻപുട്ട് ഫ്രം ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ്. സോ സൂപ്പർപൊസിഷൻ നിങ്ങൾക്കറിയാം അല്ലേ. നിങ്ങൾക്ക് എന്താണ് Y1, Y2, Y3 എന്ന് പറഞ്ഞ് ഒരുപാട് വേവ്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടിച്ചേരുന്നതിനാണ് നിങ്ങൾ എന്ത് വിളിക്കുക, സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. സോ സൂപ്പർ പൊസിഷൻ സംഭവിക്കുമ്പോൾ, സൂപ്പർ പൊസിഷൻ എന്നൊരു ഫിനോമിനൻ കാരണം നിനക്ക് കിട്ടുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഇൻ്റർഫറൻസ്, രണ്ടാമത്തത് ബീറ്റ്സ്, മൂന്നാമത്തത് സ്റ്റേഷനറി വേവ്സ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെയാണ് കളിച്ചത്. 2017 മറ്റോ എയിംസിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സൂപ്പർ പൊസിഷൻ ഓഫ് ദ വേവ്സ് ഗീവ് റൈസ് ടു എന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. 4ാമത്തെ ഒരു സാധനം കേൾക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതിൻ്റെ പേരാണ് ലിസാജസ് ഫിഗർ എന്ന് പറയുന്ന കാര്യം. ഇത് വളരെ കുറച്ച് ആൾക്കാരെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സാധനം ഉണ്ടായിരുന്നു ഓപ്ഷനിൽ. പിന്നെ ബീറ്റ്സ്, ഇൻ്റർഫറൻസ്, പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനം ഒരുപാട് പേര് ടിക്കറ്റ്, കാരണം ഇതാരും കേട്ടിട്ടില്ല, അപ്പോൾ ഇതുണ്ടാവില്ല വിചാരിച്ചു. ബട്ട് നോ, ഇതും ഒരു സൂപ്പർ പൊസിഷൻ്റെ കോൺസിക്വൻസ് ആയിട്ട് അറൈസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ ആണല്ലോ, ശരി. അപ്പോൾ ഇനി ഇതിൻ്റെ കാര്യം, ഇതെല്ലാം ഉണ്ടാവുന്ന കണ്ടീഷൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർഫറൻസ് 2 waves of equal frequency and nearly equal amplitude. ഓക്കെ ആണല്ലോ. ഒരേ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അടുത്തുള്ള ആംപ്ലിറ്റ്യൂഡുള്ള 2 വേവ്സ് കൂടി ചേരുമ്പോൾ കിട്ടുന്നതാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബീറ്റ്സ്. ബീറ്റ്സ് കിട്ടുന്നത് ഈക്വൽ ഫ്രീക്വൻസി ഇൻ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലുള്ള 2 വേവിന് ഒരേ ഫ്രീക്വൻസി ഉള്ളത് കൂടി ചേരുമ്പോൾ കിട്ടുന്നതാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. അടുത്താണ് സ്റ്റേഷനറി വേവ്സ്. എന്താണ് അത്? ഇറ്റ് ഈസ് ബേസിക്കലി ഈക്വൽ വേവ്സ് ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേവ്സ് കൂടി ചേരുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സ്റ്റേഷനറി വേവ്.
അവസാനത്തെയാണ് ലിസാജോസ് ഫിഗർ. അത് കിട്ടുന്നത് ഡ്യൂ ടു സൂപ്പർ പൊസിഷൻ ഓഫ് പെർപെൻഡിക്കുലർ വേവ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വാക്കുകൂടെ കിട്ടി, എന്താണ് ലിസാജോസ് ഫിഗർ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് ഡ്യൂ ടു പെർപെൻഡിക്കുലർ വേവ് ഇൻ്റർഫറൻസ്. ഓക്കെ ആണല്ലോ. സോ അത്രയും പറയുന്നതോടെ അത് കഴിയാണ്. ഇനി അടുത്താണ് ഇൻ്റർഫറൻസ്. അപ്പോൾ ഇൻ്റർഫറൻസിൽ നിങ്ങൾക്ക് അറിയേണ്ടത് രണ്ട് ഇക്വേഷനാണ്. വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വാട്ട് ഈസ് ദി ടോട്ടൽ ഇൻറ്റൻസിറ്റി. സോ ആംപ്ലിറ്റ്യൂഡ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1a2 cos delta phi. ഓക്കെ ആണല്ലോ. where delta phi is the phase difference. a1 a2 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ് കേട്ടോ. നമുക്കറിയാം രണ്ട് വേവ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ y1 is equal to a1 sin omega t plus phi1, y2 is equal to a2 sin omega t plus phi2. ഇങ്ങനെയുള്ള രണ്ട് ആൾക്കാരാണ് കൂടിച്ചേരുന്നത്. അപ്പോൾ ഡെൽറ്റ ഫൈ is equal to phi2 മൈനസ് phi1. ഓക്കെ ആണല്ലോ. അങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന നെറ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ആണ് ഇൻ്റർഫറൻസ് നടന്ന് കിട്ടുന്നതാണ് എ സ്ക്വയർ എന്ന് പറയുന്ന ഈ സാധനം. അടുത്ത പോലെ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഐ is equal to i1 plus i2 plus 2 root i1 root i2 cos delta phi. ഓക്കെ ആണല്ലോ. ഇതാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി. ഇനി ഓക്കെ, മാത്തമാറ്റിക്കൽ അനാലിസിസ് ഇതാണിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇതാണിപ്പോൾ പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ടൈപ്പ് ഓഫ് ഇൻ്റർഫറൻസ്, നമുക്ക് രണ്ട് ടൈപ്പ് ഇൻ്റർഫറൻസ് ഉണ്ട്. വി ഹാവ് എ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആൻഡ് വി ഹാവ് എ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഓക്കെ ആണല്ലോ. സോ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഈ രണ്ട് ഇൻ്റർഫറൻസും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. സോ എപ്പോഴാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുക? കോസ് ഡെൽറ്റ ഫൈ പ്ലസ് 1 ആവുന്ന സമയത്താണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുക. ആ സമയത്ത് ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. എന്നാൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്നത് എപ്പോഴാണ്? കോസ് ഫൈ -1 ആയിരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഇൻറ്റൻസിറ്റി മിനിമം ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് മിനിമം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ശരി. ഇതിൽ ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് 0, 2π, 4π, 6π എക്സെട്ര, അതായത് 2nπ ഫോർമാറ്റിലായിരിക്കും എന്ത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാവുക. ഇവിടെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് π, 3π, 5π എക്സെട്ര, ബേസിക്കലി 2n+1 π ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് 0, ലാംഡ, 2 ലാംഡ, 3 ലാംഡ എക്സെട്ര n ലാംഡ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇവിടെ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ലാംഡ is equal to λ/2, 3 λ/2, 5 λ/2, അങ്ങനെ 2n+1 λ/2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എ മാക്സ് എന്ന് പറയുന്നത് a1 + a2 ആയിരിക്കും. മാക്സിമം ഇൻറ്റൻസിറ്റി ഐ മാക്സ് എന്ന് പറയുന്നത് i1 + i2 + 2 √ i1 i2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് a1 - a2 ആയിരിക്കും ഡിസ്ട്രക്റ്റീവിൽ. ഐ മിനിമം എന്ന് പറയുന്നത് i1 + i2 - 2 √ i1 i2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ശരി. ആൻഡ് ഇവിടെ ഐ മാക്സ് എന്ന് പറയുന്നത് √i1 + √i2² ആയിരിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ഐ മാക്സിമം ഈസ് ഗ്രേറ്റർ ദാൻ i1 + i2. ഇവിടെ ആവട്ടെ ഐ മിനിമം ഇസ് ഈക്വൽ ടു √i1 √i2² ആയിരിക്കും. അതുപോലെ തന്നെ ഐ മിനിമം എന്ന് പറയുന്നത് i1 + i2നേക്കാൾ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി അവസാനത്തെ ഒരു പോയിൻറ്റും കൂടെ പറയാം. ഈ ഐ മാക്സ് ഉണ്ടല്ലോടാ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു a1 + a2². ഓക്കെ ആണല്ലോ. അതുപോലെ ഐ മിനിമം ഈസ് പ്രൊപ്പോർഷണൽ ടു
A1 മൈനസ് A2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ മക്കളെ? ഈ ഒരു ടേബിളിൻ്റെ വില നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുക അറിയാം? നിങ്ങൾ വേവ് പഠിക്കുമ്പോഴാണ്. ഇത്രയും അങ്ങനെയല്ല, ഞാൻ ഇത്ര കോൺഫിഡൻ്റായി പറയാനുള്ള കാരണം ദിസ് ലിറ്ററലി കണ്ടെയ്ൻസ് എവറിത്തിങ് യു നീഡ് റിഗാർഡിങ് ഇൻ്റർഫറൻസ്. ഓക്കെ ആണോ? സാർ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദിസ് ടേബിൾ ഈസ് വൺ തിങ് വിച്ച് യു ഷുഡ് ക്യാരി ഫോർ യുവർ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ നീറ്റ് കഴിയുന്നവരെ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു ടേബിളാണ്. എല്ലാ കാര്യങ്ങളുണ്ട്, ഇൻ്റർഫറൻസ് നടക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ്, മാക്സിമം, മിനിമം എല്ലാം സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇതൊരിക്കലും മറക്കരുത്. ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ? ഫൈൻ. ക്വിൻ കേസ് ട്യൂബ് നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ക്വിൻ കേസ് ട്യൂബ് നമ്മൾ ഈ ഇൻ്റർഫറൻസ് ഓഫ് സൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്. ഓക്കെ ആണല്ലോ? അത് റിപ്പീറ്റേഴ്സിനൊക്കെ നമ്മൾ വെറുതെ സമയം പോകാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും. ഇതിപ്പോൾ NCERT ഇപ്പോഴത്തെ സിലബസിലില്ല. ഓക്കെ ആണല്ലോ? ഈ ആകെ ഒരു വർഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വിൻ കേസ് ട്യൂബ് ഈസ് യൂസ്ഡ് ഫോർ എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ഒരു അപ്ലിക്കേഷൻ എന്ന് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല. സോ ഈ ഒരു പാരറ്റസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഇല്ല. ഓക്കെ ആണല്ലോ? ശരി. വേവ് ഒപ്റ്റിക്സിലല്ലേ ഇത്? അതെ, വേവ് ഒപ്റ്റിക്സിലാണ്. പക്ഷേ ഇത് ഇവിടെ വേവ്സിലും ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, രണ്ട് സ്ഥലത്തും ഒരുപോലെ കാണുന്നതാണ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു സംതിങ് കോൾഡ് എസ് ബീറ്റ്. ഓക്കെ ആണല്ലോ? ഇനി ബീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരേ എന്താ പറയുക ഫ്രീക്വൻസി ഉള്ള സെയിം ഫ്രീക്വൻസി ഉള്ള രണ്ട് വേവ്സ് പരസ്പരം കൂടിച്ചേരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, ഇവരുടെ ഇൻറ്റൻസിറ്റി കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും പീരിയോഡിക്കായിട്ട്. അങ്ങനെ കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫിനോമിനൽ നീ വിളിക്കുന്ന പേരാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. എന്താടാ, നമ്മുടെ ഒരു സൗണ്ട് വേവ് വരുന്ന സമയത്ത് ഇതിങ്ങനെ എന്ത് ചെയ്യും? കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഈ കൂടിയും കുറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫിനോമിനൻ എന്നീ വിളിക്കുന്ന പേരാണെന്ത്? ബീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രം ഓർത്തിരിക്കുക. ദിസ് പെർട്ടിക്കുലർ പ്രോസസ് ഈസ് കോൾഡ് എസ് ബീറ്റ്സ്. ഓക്കെ ആണല്ലോ? ശരി. ഇനി ബീറ്റ്സിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ വേവ് y1 ഇസ് ഈക്വൽ ടു a സൈൻ ω1t ആണ്, അല്ലെങ്കിൽ ഇതിനെ a സൈൻ 2πn1t. ഒമേഗ ഇസ് ഈക്വൽ ടു 2πν അല്ലേ? ശരി. അതുപോലെ y2 ഇസ് ഈക്വൽ ടു a സൈൻ ω2t, അതായത് a സൈൻ 2πn2t ആക്കി എടുക്കാമെന്ന് വിചാരിക്കാം. ദിസ് ഇസ് y1 ആൻഡ് ദിസ് ഇസ് y2. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് വേവ് ഓഫ് ദി ബീറ്റ്? അപ്പോൾ നിങ്ങളോട് അതാ ചോദിക്കാം. ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ബീറ്റ് എന്ന് അവർ ഡയറക്റ്റ് ചോദിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു a സൈൻ 2πn-t. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ചോദിക്കും, സാർ എന്താണ് a, എന്താണ് n'? ഇത് രണ്ടും അറിയാണ്ട് ഉത്തരം കിട്ടില്ലല്ലോ മക്കളെ. ഹിയർ ആംപ്ലിറ്റ്യൂഡ് a is equal to 2a cos 2πn1 minus n2 by 2 into t. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ആൻഡ് വാട്ട് ഇസ് ദ ഫ്രീക്വൻസി n'? n1 plus n2 by 2. ഓക്കെ ആണല്ലോ? സോ ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് ബീറ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ബീറ്റ്, വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ബീറ്റ്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ബീറ്റ്. ഇതേ നിങ്ങളോട് ചോദിക്കുള്ളൂ. രണ്ട് വേവ് തരും, രണ്ട് വേവ് തന്നിട്ട് ഇതേപോലെ രണ്ട് ഇക്വേഷൻ തരും, എന്നിട്ട് ചോദിക്കും വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ റിസൾട്ടൻറ്റ് ബീറ്റ്. ഇതാണ് ഫ്രീക്വൻസി. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് ബീറ്റ്? ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് ബീറ്റ്? ഇതാണ് ഇക്വേഷൻ. മനസ്സിലായോ? ഐ ആം മേക്കിംഗ് ഇറ്റ് സിമ്പിൾ ആസ് ദാറ്റ്. കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കുന്നില്ല. ബീറ്റ്സിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ശരിക്കും ഇത് ബീറ്റ്സ് അങ്ങനെ ഭയങ്കര എന്താണ് എന്തോ വലിയ സാധനം എന്ന് പറയാൻ കാരണം നിങ്ങൾ യൂഷ്വലി അത് കൺവേ ചെയ്യുന്ന രീതി അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ടാണ് യൂഷ്വലി ഈ ഒരു മൂന്ന് ഇക്വേഷൻ ബേസ് ചെയ്തേ
ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ 3 ഇക്വേഷൻസ് അറിഞ്ഞാൽ മതി. അതെവിടെ ഉപയോഗിക്കണം, എന്തിനാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ കഴിയുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. സോ അതാണ് നിങ്ങൾക്ക് ശരിക്കും വേവ് ഇപ്പോൾ കുറച്ച് ഈസി ആയി തോന്നിയില്ല. അതൊന്ന് പറയും, വേവ് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ഈസി ആയി തോന്നി, അത് ഇപ്പോഴും വേവ് ഡിഫിക്കൽട്ടായിട്ട് തന്നെയാണുള്ളത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇപ്പോൾ വേവിൻ്റെ ഒരു അപ്രോച്ച്. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് വരികയാണ്, എനിക്കറിയാം നിങ്ങളിങ്ങനെ പഠിച്ചിരിക്കുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കുറച്ച് മറ്റേ സ്റ്റാൻഡിങ് വേവ് കാര്യങ്ങളുണ്ട്, അതുകൂടെ സ്റ്റാൻഡിങ് വേവും ഡോപ്ലർ എഫക്റ്റും ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് എൻഡിങ് ആണ്. ഓക്കെ ആണല്ലോ. സോ വി ആർ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ദാറ്റ് ഓൾസോ. മേ ബി ഒരു 15 മിനിറ്റ്സ് കൊണ്ട് തിയറി തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ വി ആർ എൻറ്ററിങ് ദി ഓസിലേഷൻ. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ, വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, നൗ വി ആർ മൂവിങ് ഇൻ ടു ദി കോർ ഓഫ് ദ ചാപ്റ്റർ. കോർ ഓഫ് ദ ചാപ്റ്റർ എന്നൊന്നും പറയാനൊന്നുമില്ല, കോറൊക്കെ ഒരുപാട് നേരമായി കോറിലൂടെ അങ്ങനെ പോകുന്നു. എന്നാൽ പോലും നിങ്ങളെ സംബന്ധിച്ച് കോർ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അതാണ് റിഫ്ലക്ഷൻ ഓഫ് വേവ്, സ്റ്റേഷനറി വേവ്സ്, സ്റ്റാൻഡിങ് വേവ്സ് ആൻഡ് ഓർഗൻ പൈപ്സ്. ഓക്കെ ആണല്ലോ. ഇത് കഴിഞ്ഞാൽ ഒരൊറ്റ ടോപ്പിക് കൂടെയുള്ളൂ, വിച്ച് ഇസ് എ ഡോപ്ലർ എഫക്റ്റ്. ഓക്കെ ആണല്ലോ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ചാപ്റ്റർ ഇസ് ഈസി ഫോർ യു. സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേ. ഒരു വേവ് നീ ഒരു സ്ട്രിങ്ങിൽ കൊടുത്തിട്ട് ആ സ്ട്രിങ്ങിനെ നീ എന്ത് ചെയ്യാണ്, നേരെ ഒരു പൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുകയാണ്. ഈ പൾസ് ഇങ്ങനെ വന്ന് ഇതിൻ്റെ എൻഡ് ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഈ ഒരൊറ്റ സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് നീങ്ങാനൊന്നും പറ്റില്ല, അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് വന്ന് ഹിറ്റ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇസ് അതിൻ്റെ ഫേസ് മാറിയിട്ടുണ്ടാവും. ഒരു 180 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ഫേസ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും. നേരെ മറിച്ച് ഇതൊരു ഓപ്പൺ ആണെന്ന് വിചാരിക്കുക. ഓപ്പൺ ആകുമ്പോൾ എന്ത് പറ്റും, നേരെ അടിക്കുന്ന സമയത്ത് ആ ഒരു റിങ്ങിന് മുകളിലേക്ക് പോയി ഏത് ഫേസിലാണോ വന്നത് അതേ ഫേസിൽ തന്നെ തിരിച്ചു പോകാൻ പറ്റും. മനസ്സിലായല്ലോ? സോ ദിസ് ഈസ് അബൌട്ട് ദി ഫ്രീ എൻഡ് കൺസെപ്റ്റ് ആൻഡ് ഫിക്സ്ഡ് എൻഡ് കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. ഈ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. വാട്ട് ഈസ് എ ഫിക്സ്ഡ് എൻഡ്, വാട്ട് ഈസ് എ ഫ്രീ എൻഡ്, ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻ ബോത്ത് കേസസ്. ഓക്കെ ആണല്ലോ. ഫിക്സ്ഡ് എൻഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്രീ എൻഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് മറക്കരുത്. ഓക്കെ ആണല്ലോ. യു ഷുഡ് നെവർ എവർ ഫോർഗെറ്റ് ദിസ് 2 തിങ്സ്. ഓക്കെ. ഇനി സ്റ്റേഷനറി വേവ്. എന്താണ് ഒരു സ്റ്റേഷനറി വേവ് എന്ന് പറയുന്നത്? ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കാം. സ്റ്റേഷനറി വേവ് ഉണ്ടാവാനുള്ള കണ്ടീഷൻ ഉണ്ട്. 2 ഐഡൻറ്റിക്കൽ പ്രോഗ്രസീവ് വേവ് in opposite direction superimpose. ഓക്കെ ആണല്ലോ. 2 പ്രോഗ്രസീവ് വേവ് അപ്പുറത്തും ഇപ്പുറത്തും വന്ന് കൂടിച്ചേരുമ്പോൾ കിട്ടുന്നതാണെന്ത്, സ്റ്റേഷനറി വേവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി. ഇനി സ്റ്റേഷനറി വേവ് 2 ടൈപ്പ് ഉണ്ട്. യു ഹാവ് എ റിജിഡ് എൻഡ് സ്റ്റേഷനറി വേവ് ആൻഡ് യു ഹാവ് എ ഫ്രീ എൻഡ് സ്റ്റേഷനറി വേവ്. ഓക്കെ ആണല്ലോ. സോ ഇതിനെക്കുറിച്ച് ആണ് നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ലെറ്റ്സ് ഡ്രോ എ വെരി ഗുഡ് ടേബിൾ റിഗാർഡിങ് ഇറ്റ്. ഓക്കെ ആണല്ലോ. ഒരു ടേബിൾ നമുക്ക് വായിക്കാം. ഇതാണ് റിജിഡ് എൻഡ്, ഇതാണ് ഫ്രീ എൻഡ്. റിജിഡ് എൻഡ് അതുപോലെ തന്നെ ഫ്രീ എൻഡ്. ഓക്കെ ആണല്ലോ. ആ ഡയഗ്രാം ഞാൻ തൊട്ട് മുന്നേ ഈ ഡയഗ്രാംസ് രണ്ടും വരയ്ക്കാം കേട്ടോ. റിജിഡ് എൻഡിൻ്റെയും ഫ്രീ എൻഡിൻ്റെയും ഡയഗ്രാംസ് വരയ്ക്കുക. അതിൻ്റെ താഴെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ ആദ്യത്തേതാണ് ഇൻസിഡൻറ്റ് വേവ്. റിജിഡ് എൻഡിൽ ഇൻസിഡൻറ്റ് വേവ് y1 is equal to a sin omega t minus kx. ഓക്കെ ആണല്ലോ. ഇവിടെയും ഇൻസിഡൻറ്റ് വേവ് y1 is equal to a sin omega t minus kx ആണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇവിടെ റിഫ്ലക്റ്റഡ് വേവ് എന്താണ്? ഇവിടെ റിഫ്ലക്റ്റഡ് വേവ് y2 is equal to a sin, ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് വന്ന വേവ് റിഫ്ലക്റ്റ് ചെയ്ത് ഇപ്പം ഇങ്ങോട്ട് പോവാണ്. ഓക്കെ ആണല്ലോ. റിജിഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ എന്ത് പറ്റി, നേരെ തലതിരിഞ്ഞു. അതായത് ഒരു പൈ ഫേസ് ഡിഫറൻസ് കൂടെ ആഡ് ചെയ്തു. സോ ഇറ്റ് വിൽ ബി ഒമേഗ ടി മൈനസ് കെ എക്സ് ഉണ്ടാവും. ഇവിടെ മൈനസ് കെ എക്സ് പ്ലസ് കെ എക്സ് ആവും, പ്ലസ് ഒരു പൈയും കൂടെ ആഡ് ആവും. ഓക്കെ ആണല്ലോ.
y2 is equal to a sin omega t plus kx plus pi ആവും. നേരെ മറിച്ച് ഇവിടെ റിഫ്ലക്റ്റഡ് വേവ് y2 is equal to a sin, നിങ്ങൾക്കറിയാം ഇവിടെ ഫേസ് ഡിഫറൻസ് ഇല്ല, ഇവിടെ ഉണ്ടായിരുന്ന ആ പ്ലസ് പൈ ഇല്ല, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റായി. അപ്പോൾ എന്ത് ചെയ്യും? ഒമേഗ ടി മൈനസ് കെ എക്സ് ഒമേഗ ടി പ്ലസ് കെ എക്സ് ആവും. അത്രയേ ഉള്ളൂ. ഒമേഗ ടി പ്ലസ് കെ എക്സ് ആയി. ഓക്കെ ആണല്ലോ, സെറ്റ്. ഇനി ഇതിനെ ചില ആൾക്കാർ എഴുതാറുള്ള കാര്യം y2 is equal to, ഇത് ബേസിക്കലി എ സൈൻ പൈ പ്ലസ് തീറ്റയാണ്. അപ്പോൾ സൈൻ പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. സോ ദിസ് ഇസ് മൈനസ് എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് എന്ന് ആൾക്കാർ എഴുതാറുണ്ട്. ഇതിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഓക്കെ ആണല്ലോ, കാരണം ഇതിനകത്തൊരു പ്ലസ് പൈ ഇല്ലല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് വേവാണ് വരുന്നത് അല്ലേ. സോ y is equal to y1 plus y2. ഓക്കെ ആണല്ലോ, അങ്ങനെ രണ്ട് വേവാണ്. അതായത് ഈ ഇൻസിഡൻറ്റ് വേവ് അതുപോലെ തന്നെ ഈ അപ്പോഴേക്കും ഒരു ഇൻസിഡൻറ്റ് വേവ് വരികയാണ്, അത് തട്ടി തിരിച്ച് വരികയാണ്. അപ്പോഴേക്കും ഒരു റിഫ്ലക്റ്റഡ് വേവും ഒരു ഇൻസിഡൻറ്റ് വേവും വന്നു. ഇതാണ് ഇൻസിഡൻറ്റ് വേവ്, ഇതാണ് റിഫ്ലക്റ്റഡ് വേവ്. ഇത് രണ്ടും കൂടെ പരസ്പരം സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് നിനക്കൊരു സ്റ്റേഷനറി വേവ് കിട്ടുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ മക്കളെ. കണ്ടോ, ഇവിടുന്ന് ഒരു വേവ് വന്നു, ഇതിവിടെ മുട്ടി, ഇവിടെ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്തു. അപ്പം തന്നെ എന്ത് പറ്റി? വേറൊരു വേവ് വരികയാണ്. ഈ രണ്ട് വേവ് ഐഡൻറ്റിക്കലാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്യും. സോ എസെൻഷ്യലി സ്പീക്കിംഗ് ഈ y1 പ്ലസ് y2 കൂടി ചേർന്ന് ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് നിനക്കൊരു സ്റ്റേഷനറി വേവ് കിട്ടുന്നത്. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇത് മനസ്സിലായോ? ഇപ്പം ഞാൻ പറഞ്ഞ ഈ കൺസെപ്റ്റ് മനസ്സിലായോ മക്കൾ? എത്രയും പെട്ടെന്നൊന്ന് റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ റിസൾട്ടൻറ്റ് വേവ് y is equal to minus 2a sin kx cos omega t, or y is equal to minus a cos omega t, where a is equal to 2a sin kx. ഇതൊന്നും നിങ്ങൾ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതാനൊന്നും സമയമല്ല ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ മാത്രം മതി. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഇറ്റ്. ഓക്കെ ആണല്ലോ, ഇതാണ് ഇക്വേഷൻ ഓഫ് സ്റ്റാൻഡിങ് വേവ് ഇൻ റിജിഡ് എൻഡ്. ഇതുവരെ നിങ്ങൾ പഠിച്ചിരുന്നത് റിജിഡ് എൻഡ് എന്താണെന്ന് മാത്രമാണ്. ഇതുവരെ നിങ്ങൾ പഠിച്ചു സ്റ്റാൻഡിങ് വേവ് എന്താണെന്ന് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു സ്റ്റാൻഡിങ് വേവ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഈ രണ്ട് ടൈപ്പ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് റിജിഡ് എൻഡിൽ സംഭവിക്കുന്നത്, എന്താണ് ഫ്രീ എൻഡിൽ സംഭവിക്കുന്നത്, റിജിഡ് എൻഡിൽ കിട്ടുന്ന റിസൾട്ടൻറ്റ് വേവിൻ്റെ ഇക്വേഷൻ എന്താണ്? y is equal to minus 2a sin kx cos omega t. അത്രയേ ഉള്ളൂ. എനിക്കറിയാം ഡെഫിനറ്റ്ലി ഇതിൽ നമുക്ക് കാണാപ്പാടം പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഐ ട്രൂലി ആക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ എങ്ങനെ ജസ്റ്റ് കാണാപ്പാടം പഠിക്കാണ്ട് എവിടെയാണ് ആവശ്യം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, അതൊന്ന് ഓർത്തിരിക്കാം. ഇതേ കാര്യം ഇനി ഇതേപോലെ ഫ്രീ എൻഡിൽ നമുക്ക് y1 y2 ഉണ്ട്. ഹിയർ ഓൾസോ y is equal to y1 plus y2. ഓക്കെ ആണല്ലോ. അപ്പോൾ ചോദിക്കും വാട്ട് ഈസ് എ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ്? y is equal to 2a cos kx sin omega t, or y is equal to a sin omega t, where a is equal to 2a cos kx. So ഇവിടെ ഒരു കാര്യമുണ്ട്. സോ വെൻ x is equal to 0, a is equal to 2a. ഓക്കെ ആണല്ലോ, അത് ഇവിടെ ഒന്നുമില്ല. cos 0 is 1. അതുപോലെ ഇവിടെ വെൻ x is equal to 0, a equal to 0. കാരണം x 0 കൊടുത്തു കഴിഞ്ഞാൽ sin 0 0 ആയി. ഓക്കെ ആണല്ലോ, x equal to 0. So this is another important table to carry to home. മനസ്സിലായോടാ? ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കണ്ടല്ലോ, ഫുൾ ടേബിളാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയാൽ തരുന്നത്. ഒന്നും സാർ എവിടെയും കുഴപ്പിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എനിക്കറിയാം വേവ്സ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ്, പ്രോപ്പർ നോട്ട്സ് ആരുടെയും കയ്യിലില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ക്ലംസി ആയിട്ട് ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അനുഭവിച്ചൊരു കാര്യമാണ് എന്ത്, ഈ വേവ്സിനൊന്നും പ്രോപ്പർ നോട്ടില്ലാത്തതും ആരും പഠിപ്പിക്കുന്നതൊക്കെ. ഈവൻ സാറന്മാരാണെങ്കിൽ പോലും ഈ ഒരു ചാപ്റ്ററൊക്കെ എത്തുമ്പോൾ എന്ത് വേവ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഞാൻ വെച്ചാൽ അത് വേണ്ട, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിക്കാമെന്ന് വിചാരിച്ചാണ് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് സമയം എടുക്കുന്നതും. ഓക്കെ ആണല്ലോ, 2 മണിക്കൂറിനടുത്തായി ഇപ്പോൾ തിയറി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം കുറച്ച് ബോറിംഗ് ആണ് വേവ്, അത്ര അടിപൊളി എന്താ പറയുക ഇലക്ട്രോസ്റ്റാറ്റിക്സ് പോലെ അത്ര എൻഗേജിങ് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല. എങ്കിൽ പോലും അറൗണ്ട് 60 സ്റ്റാർട്ട് ചെയ്തപ്പോൾ 100 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 60 കുട്ടികളുണ്ട്, അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ട്രൂലി അപ്രീഷിയേറ്റ് യുവർ പേഷ്യൻസ് കേട്ടോ. കാരണം യു ആർ ബിയറിംഗ് ദിസ് ബോറിംഗ് ടോപ്പിക്, ബട്ട് സ്റ്റിൽ യു ആർ ഡൂയിങ് ഇറ്റ്. ബട്ട്
ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു നോട്ട് ഉണ്ടാക്കി വരുമ്പോഴേക്കും നിങ്ങൾ ആസ് എ പേഴ്സൺ ഇത് പഠിക്കാൻ ഒരുപാട് ടൈം എടുക്കും. നൗ യു ഹാവ് ലിറ്ററലി സേവ്ഡ് എ ലോട്ട് ഓഫ് യുവർ ടൈം. മനസ്സിലായോ? നിങ്ങൾ ഇക്വേഷൻ ഒന്നും ഓർമ്മയില്ലെങ്കിലും എന്തൊക്കെ വേവിലുണ്ടെന്നൊരു ഐഡിയ കിട്ടിയല്ലോ, അത് മതി. ഇത് നിങ്ങൾക്ക് സുഖമായി പഠിച്ചെടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി റിജിഡ് എൻഡ് ആൻഡ് ഫ്രീ എൻഡ്. ഓക്കെ ആണോ? വൈദ്യുതി കൊച്ചിയിലുള്ള ആരെങ്കിലും ഉണ്ടോടാ നമ്മുടെ സ്ട്രീം കാണുന്നത്? കാരണം അവിടുത്തെ ബ്രഹ്മപുരത്തെ പുകയൊക്കെ എന്തായി? അതൊക്കെ ഞാൻ ന്യൂസിൽ കണ്ടു, ഓക്കെ എന്നുള്ള. ബട്ട് സ്റ്റിൽ ഡു യു ഹാവ് എനി ഡിഫിക്കൽട്ടീസ്? കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനത്തെ പൊല്യൂട്ടൻസൊക്കെ എന്താണ് നമുക്കിങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ ഇൻഹെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ പൊട്ടൻഷ്യൽ കാർസിനോജൻ. നിങ്ങളെല്ലാവരും ഓക്കെ ആണോ? ഉള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അറിയൂ, ഇസ് എവരി വൺ സേഫ്? എല്ലാവരും നന്നായിട്ട് സേഫായിട്ടിരിക്കുക. പിന്നെ ഈ ലാസ്റ്റ് ടൈമിലൊക്കെ ഈ ലാസ്റ്റത്തെ ഒരു മാസമൊക്കെ മാക്സിമം ഇങ്ങനെ കളിക്കാണ്ടിരിക്കുക. എന്താ പറയുക, കളിക്കാണ്ടിരിക്കുക വേറെ ഒന്നുമല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ അത് ഇഞ്ചുറി വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു വർഷം ഇത്രയും എന്താണ് പഠിച്ച് അവസാനം കൊണ്ടുപോയിട്ടൊന്നും തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് ഉറങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഉറക്കമൊന്നുമില്ലായ്മയൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, കോമ്പി പ്രോപ്പറായി കാണുന്നവർക്ക് 10 to 12 ഉണ്ട്, അത് കഴിഞ്ഞ് 6:30 ഉണ്ട്. കറക്റ്റ് നിങ്ങളൊരു 6:25 എണീറ്റാൽ മതി. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഒരു 6.5 മണിക്കൂർ എന്തായാലും ഉറക്കം കിട്ടും. യുവർ സ്ലീപ്പ് വിൽ നോട്ട് ബി കോംപ്രമൈസ്ഡ്. ഓക്കെ ആണല്ലോ? ബട്ട് മേക്ക് ഷുവർ യു ആർ സ്ലീപ്പിംഗ്. ഓക്കെ ആണല്ലോ? ശരിയാണ് സാർ, ഞാൻ റിപ്പീറ്റിൻ്റെ നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ബട്ട് കുറേ കാര്യങ്ങൾ അതില്ല. സോ അതാ പറഞ്ഞത്, എസെൻഷ്യലി ഞാനത് സത്യം പറയാം, ഞാൻ ഒരു സാറിനെയും കമ്പയർ ചെയ്യുന്നില്ല കേട്ടോ. കാരണം നോബഡി ഈസ് സുപ്പീരിയർ. കാരണം എന്നേക്കാൾ എത്രയോ എക്സ്പീരിയൻസ് എത്രയോ ഇതുള്ള സാറുമാരനെ പഠിപ്പിക്കുന്നത്. ഐ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്രൊഫഷനിൽ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി എക്സ്പീരിയൻസ് ദാറ്റ് മാറ്റേഴ്സ്. അതുകൊണ്ടായിരിക്കണം ഡോപ്പയൊക്കെ ഞങ്ങളെയൊക്കെ ക്ലാസ് എടുക്കാൻ വെച്ചത്. കാരണം പണ്ടൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു, നമ്മൾ ക്ലാസ് എടുക്കാൻ ഉള്ളൊരു ഫിസിക്സ് അറിയുമ്പോൾ നമ്മൾ ആദ്യം സാറിന് നോക്കും. മുടിയൊക്കെ നരച്ചിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ആ സാറ് നന്നായിട്ട് പഠിപ്പിക്കും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ദാറ്റ് ഈസ് എ ലിറ്ററൽ കോൺട്രാഡിക്ടറി. കാരണം അങ്ങനെ ഒരു സാറ് നന്നായിട്ട് പഠിപ്പിക്കണം നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ടോട്ടലി, ഈ പഠിപ്പിക്കുന്ന കാര്യം മീൻസ് ടോട്ടലി പേഴ്സണൽ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ഐ ക്യാൻ ലിറ്ററലി റഷ് ആൻഡ് ടോപ്പിക്സ് തീർക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ലൈവ് എടുക്കാം എന്നുള്ളൊരു പേരിൽ അങ്ങ് എടുത്ത് തീർക്കാം. മനസ്സിലായി? ഒരുപാട് പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട്. പക്ഷെ അത് വേണ്ട. നിങ്ങൾക്ക് ആ കിട്ടുന്ന ടൈമൊക്കെ നന്നായിട്ട് സ്റ്റഡീസിന് വേണ്ടി യൂട്ടിലൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ? സോ കീപ്പിംഗ് എവറിത്തിങ് അസൈഡ്, ഐ ഹോപ്പ് യു ആർ എൻജോയിങ്. ബോറടി ഒന്നും ഇല്ലല്ലോ അല്ലേടാ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് എനിക്ക് പാവം തോന്നിയില്ല കേട്ടോ. കാരണം നിങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫേസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ആകെ ഈ ചാറ്റിലുള്ളൊരു ഇൻട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഞാൻ അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, ഇസ് എവറിത്തിങ് ഗുഡ്? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സാർ ബോറടിക്കുന്നു എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി. വി ക്യാൻ സ്പീക്ക് സംതിങ് എൽസ്. ഓക്കെ, ഐ ആം ടോട്ടലി ഫൈൻ വിത്ത് ഇറ്റ്. അതാണ് ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു 20 minutes 25 minutes സംസാരിച്ച് ഒരു 2 minute വേറെ എന്തെങ്കിലും സംസാരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ഉള്ളതാണ് സ്റ്റേഷനറി വേവിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അതിലുള്ളൊരു മെയിൻ പ്രോപ്പർട്ടി ഉള്ളൊരു കാര്യമാണ് സീറോ വേവ് വെലോസിറ്റി. അതായത് എന്താണ് സീറോ വേവ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 3 പോയിൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒരു സ്റ്റാൻഡിങ് വേവിൽ there is no transfer of energy. There is no transfer of energy. First point. രണ്ടാമത്തെ പോയിന്റ്, particle velocity is നോൺ സീറോ. പാർട്ടിക്കിളിന് ഒരു നോൺ സീറോ വെലോസിറ്റിയാണ്. എന്നാൽ വേവ് വെലോസിറ്റി ഈസ് സീറോ. ഈ 3 കാര്യങ്ങളാണ്. ദർ ഈസ് നോ ട്രാൻസ്ഫർ ഓഫ് എനർജി, ദർ ഈസ് എ പാർട്ടിക്കിൾ വെലോസിറ്റി, ദ പാർട്ടിക്കിൾ വെലോസിറ്റി ഈസ് നോൺ സീറോ, വേറെസ് ദ വേവ് വെലോസിറ്റി ഈസ് സീറോ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഈ 3 കാര്യങ്ങളാണ് ഒരു സ്റ്റാൻഡിങ് വേവിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതുപോലെ പൊസിഷൻ ഓഫ് നോഡ് ആൻഡ് ആൻറ്റി നോഡ് റിമെയിൻ ഫിക്സ്ഡ്. ഓക്കെ ആണല്ലോ? നോഡും ആൻറ്റി നോഡിൻ്റെയും പൊസിഷൻ ഫിക്സ്ഡ് ആണ്. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് വൺ തിങ്. ഇനി
ഇത് രണ്ടെണ്ണം മതി, വേറെ ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്, പക്ഷേ അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ സീറോ വേവ് വെലോസിറ്റി ആണ് മെയിൻലി ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്, ബാക്കിയുള്ളതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു 8-10 പോയിന്റ് ഉണ്ട് NCERT-ൽ. ഞാൻ വെറുതെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ആവശ്യമില്ല. ഞാൻ തന്നെ വായിച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ അതൊന്നും ചോദിക്കില്ല, എൻ്റെ ആവശ്യമില്ല. ഓക്കെ ആണല്ലോ, ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ, ചോദിക്കില്ല മെയിൻ കാര്യം. ഓക്കെ, സോ വി ആർ കമ്മിങ് ടു ദി വില്ലൻ ഓഫ് ദി ഡേ. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആൻഡ് ഓപ്പൺ ഓർഗൻ പൈപ്പ്. ഓക്കെ ആണല്ലോ, ശരി. സോ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നിങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അല്ലേ. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സൈഡ് ക്ലോസ്ഡ് ആണ്, മറ്റേ സൈഡ് ഓപ്പൺ ആണ്. സി, ഇതാണ് ഒരു വേവ്. ഓക്കെ ആണല്ലോ. സി, ക്ലോസ്ഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് നോഡ് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് ആൻറ്റി നോഡ് ഉണ്ട്. നോഡ് എന്ന് പറഞ്ഞാൽ 0, ആൻറ്റി നോഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം. സോ ഇത്ര ഭാഗമാണ് ഫോം ചെയ്യുന്നത്. ഇത് നിങ്ങൾ കാണാപ്പാടം പഠിക്കുക കേട്ടോ. എൻഡിൽ ആൻറ്റി നോഡ് ഫോം ചെയ്യും, ഇപ്പുറത്തെ ക്ലോസ്ഡ് എൻഡിൽ നോഡ് ഫോം ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇത്രയാണ് കിട്ടുന്നത്, ഇത്ര ഈ ഭാഗം അല്ലേ, ഇത് മൊത്തം ലാംഡയാണ്, ഇത് λ/2 ആണ്, ഇത് λ/2ൻ്റെ പകുതിയാണ്, അത് λ/4 ആണ്. സോ ദിസ് ഇസ് എസെൻഷ്യലി λ/4. ഓക്കെ ആണല്ലോ, ഇത് λ/4 ആണ്. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് λ/4. ആൻഡ് L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എയർ കോളമാണ്. ആൻഡ് ഹിയർ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി N is equal to V/4. This is ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ. അടുത്തതാണ് ഓപ്പൺ ഓർഗൻ പൈപ്പ്. ശ്രദ്ധിക്കുക, എപ്പോഴും ഓപ്പൺ എൻഡിൽ ആൻറ്റി നോഡ്സ് ആണ് ഫോം ചെയ്യുക. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ എൻഡിൽ നിനക്കൊരു ആൻറ്റി നോഡ് ഉണ്ട്, ഈ എൻഡിൽ വേറൊരു ആൻറ്റി നോഡ് ഉണ്ട്. ഓക്കെ ആണല്ലോ, ശരി. ആൻഡ് ഇതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്തുള്ള ഫ്രീക്വൻസി N1:N2:3 N3:N4 എന്ന് പറയുന്നത് 1:3:5:7 ആണ്. ഈ രണ്ട് കാര്യങ്ങൾ മതി നിങ്ങൾക്ക് എൻ്റയർ കാര്യം സോൾവ് ചെയ്യാൻ. എൻ്റെ ചാപ്റ്റർ ഡിസ്കഷൻ കഴിഞ്ഞിട്ടില്ല, ഐ മീൻ നമ്മൾ ഈ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിലേക്ക് വരും, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഒരു ഇൻട്രോ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റെ രണ്ട് സൈഡിലും എന്തുണ്ട്, നിങ്ങൾക്ക് ഓരോ ആൻറ്റിനോഡ് ഉണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എഗെയിൻ ഇതാണ് ഒരു ഇത്. ലിറ്ററലി സ്പീക്കിംഗ്, സി ഇങ്ങനൊരു ഹാഫ് ഉണ്ട്, വീണ്ടും ഇങ്ങനൊരു ഹാഫ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഹാഫ് കൂടെ ഉണ്ട്. ഇതേപോലെ രണ്ട് ഹാഫ് കൂടി ചേർന്നാണ് ഒരു ഓർഗൻ പൈപ്പിലുള്ളത്. സോ ദിസ് ഇസ് λ/4. 2 λ/4 എന്ന് പറയുമ്പോൾ λ/2. സോ ഇവിടെ λ/2 ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ ലെങ്ത് ഉള്ളത്. ഓക്കെ ആണല്ലോ. ആൻഡ് ഹിയർ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി N is equal to V/12. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് ദി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ആൻഡ് ഹിയർ N1:N2:N3 എന്ന് പറയുന്നത് 1:2:3:4 ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് വൺ തിങ് വിച്ച് യു ഹാവ് ടു ക്യാരി ഇൻ മൈൻഡ്. സോ പ്ലീസ് റിപ്പീറ്റ് എഗെയിൻ. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസ്ഡുമാണ്. ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തിൽ എപ്പോഴും ഫോം ചെയ്യുന്നത് ആൻറ്റിനോഡാണ്. ആൻറ്റിനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വിഡ്ത്ത്. ക്ലോസ്ഡ് എൻഡിൽ ഫോം ചെയ്യുന്നത് നോഡാണ്. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് മോർ ലൈക്ക് ഇങ്ങനത്തെ ഒരു ഇത്, അതായത് ഇത് മൊത്തം ലാംഡയാണ്, ഇത് ലാംഡയുടെ പകുതിയാണ്, ഇത് ലാംഡയുടെ പകുതിയുടെ പകുതി വിച്ച് ഇസ് λ/2/2 വിച്ച് ഇസ് λ/4. അങ്ങനെയാണ് ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ഉള്ളത്. അങ്ങനെയുള്ളൊരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി N is equal to V/4L ആണ്. എന്താണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി? N is equal to V/4L ആണ്. സംശയമൊന്നുമില്ലല്ലോ. ശരി, അങ്ങനെയുള്ള ഫ്രീക്വൻസിയുടെ N1:N2 എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് 1:3:5:7 ഓഡ് ഫ്രീക്വൻസീസ് ആണ് ഉള്ളത്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഇസ് അബൌട്ട് ക്ലോസ്ഡ് പൈപ്പ്. കമ്മിങ് ഇൻ ടു ഓപ്പൺ പൈപ്പ്. ഒരു ഓപ്പൺ ഓർഗൻ പൈപ്പ് എടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇൻ ആൻ ഓപ്പൺ ഓർഗൻ പൈപ്പ് നല്ലോണം ശ്രദ്ധിക്കുക, ഇത് കാണുമ്പോഴേ മനസ്സിലാവും. ഇൻ ആൻ ഓപ്പൺ ഓർഗൻ പൈപ്പ് വാട്ട് ഹാപ്പൻസ് ഇസ്, രണ്ട് സൈഡിലും ആൻറ്റി നോട്ട്സ് ആണുള്ളത്. ഓക്കെ ആണല്ലോ. രണ്ട് സൈഡിലും വാട്ട് യു ഹാവ് ഇസ് ആൻ ആൻറ്റി നോട്ട്. അങ്ങനെ രണ്ട് സൈഡിലും ആൻറ്റി നോഡ് ഉള്ളതുകൊണ്ട് ദിസ് ഇസ് λ/4,
ദിസ് ഇസ് λ/4. നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്താണ്. സോ 2 λ/4 എന്ന് പറയുമ്പോൾ λ/2 ആണ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഇസ് λ/2. അങ്ങനെ λ/2ൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഈസ് n is equal to v/12 ആൻഡ് ഇതിലുള്ള ഫ്രീക്വൻസി 1:2:3:4. അതായത് ഇൻ ആൻ ഓപ്പൺ ഓർഗൻ പൈപ്പ് all frequencies are present, whereas in നമ്മുടെ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ഓൺലി ഓഡ് ഫ്രീക്വൻസീസ് ആർ പ്രസൻറ്റ്. മനസ്സിലായോ? ഓപ്പൺ എയർ കോളം മീൻസ് രണ്ട് സൈഡ് ഓപ്പൺ ആണ്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ ദ പാർട്ട് ഓഫ് ദി പൈപ്പ് വിച്ച് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ ഓപ്പൺ എയർ വിച്ച് ഇറ്റ് ഈസ് കോൾഡ് എസ് ഓപ്പൺ എയർ കോളം. മനസ്സിലായോ? ഈ രണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആണോ എന്ന് നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞേ. ഇത് പറഞ്ഞു തന്നിട്ട് വേണം എനിക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈസ് എവറിത്തിങ് ക്ലിയർ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു തംസപ്പ് ഇട്ടെ. കുറേ പേര് വെറുതെ ഇരിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു പണി വേണ്ട. ഒരു തംസപ്പ് എന്തെങ്കിലും ഇട്ടെ, മനസ്സിലായി എന്നെങ്കിലും പറഞ്ഞിട്ട് നോക്കട്ടെ, മനസ്സിലായോ ഒന്ന്? ക്ലിയർ? എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ആക്റ്റീവ് ആയത്. എന്താ നിങ്ങളിങ്ങനെ ഭയങ്കര മടി പിടിച്ചിരിക്കുന്നത്? ഒരു ക്ലിയർ CLEAR 5 ലെറ്റർ ടൈപ്പ് ചെയ്യാൻ ഇത്രയും മടിയാണ് നിങ്ങൾക്ക്? ഭയങ്കര മോശമാട്ടോ മക്കളെ. ഞാൻ എത്രങ്ങാനോ എഴുതുന്നു, എത്രയോ മണിക്കൂറായി ഇങ്ങനെ എഴുതുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മോശം, സോ ബാഡ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അത് പറയുന്നതോടെ വി ഗിവ് എ ബേസിക് ഇൻട്രോ ഇൻ ടു ദി എയർ കോളം. ഇനി നമ്മൾ ഓരോന്നായിട്ട് കിടക്കുകയാണ്. സോ ദിസ് ഈസ് ദ വൈബ്രേഷൻ ഓഫ് എയർ കോളം ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്. ഓക്കെ ആണല്ലോ. നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണോ, അതിൻ്റെ ക്ലോസ്ഡ് എൻഡിൽ നോഡ് വരണം, അതിൻ്റെ ഓപ്പൺ എൻഡിൽ ആൻറ്റി നോഡ് വരണം. ഈ 3 കാര്യം ശ്രദ്ധിക്കാം. അങ്ങനെ മാത്രം വരയ്ക്കും. അപ്പോൾ ദർ ഈസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. കണ്ടോ, ഇങ്ങനെ വന്നു. ഇനി ഇതിൻ്റെ അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ സാധനം ഒരു വേവ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ആൻറ്റി നോഡ് ഇവിടെ വരിക. അതാണ് ഫസ്റ്റ് ഓവർ ടോൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തതാണ് എന്ത്? ശ്രദ്ധിച്ചേ, ഇപ്പോൾ 1 കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ 1 കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂടിച്ചേർന്ന് ഒരു ആൻറ്റിനോട് കൂടെ വരാം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഓവർ ടോൺ. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഓവർ ടോൺ. സോ ദിസ് ഈസ് എസെൻഷ്യലി ദി ഡിഫറെൻറ്റ് ഓവർ ടോൺസ്. ഫണ്ടമെൻ്റൽ, ഫസ്റ്റ് ഓവർ ടോൺ, സെക്കൻഡ് ഓവർ ടോൺ. ഓക്കെ ആണല്ലോ? ഇത് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ആദ്യത്തെ ഒരു കേസ് എടുക്കാം. ആദ്യത്തത് കേസ് 1. ഇതാണ് 1. ഓക്കെ ആണല്ലോ. ഇവിടെ ഇതാണ് ലെങ്ത് L. ഇവിടെ L എന്ന് പറയുന്നത് λ1/4 ആണ്. സംശയമുണ്ടോ? ഇറ്റ് ഈസ് λ1/4. അങ്ങനെ വരുമ്പോൾ λ1 4L ആയി. സംശയമുണ്ടോ? λ1 എന്ന് പറയുന്നത് 4L ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ട് ഈസ് ഫ്രീക്വൻസി nu is equal to or n1 is equal to v/λ1 അറിയാലോ. കാരണം v is equal to nu lambda or nu എന്ന് പറയുന്നത് n അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം, n lambda. Therefore n is equal to v/λ. So this is v/4L. ഇതാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. അതുപോലെ ഈ ഒരു പോയിന്റിൽ എനിക്ക് നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. വേറൊന്നുമല്ല, നൗ ഇറ്റ് ഈസ് 2 hours. ഞാൻ വിചാരിച്ചത് ആക്ച്വലി 1.25 മണിക്കൂർ കൊണ്ട് വേവ്സ് തീർക്കണം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 മണിക്കൂറായി. എനിക്കുള്ള ഓപ്ഷൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ ഞാൻ വേവ്സ് അടിച്ചു വിട്ട് തീർത്ത് ഓസിലേഷൻസ് അടിച്ചു വിട്ട് തീർക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനിയുള്ള 3-4 ദിവസത്തെ മോർണിംഗ് ക്ലാസ്സസ് എനിക്ക് ഷെഡ്യൂൾഡ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി കാണുമ്പോൾ മനസ്സിലാവും. അതിൽ ചില ദിവസങ്ങളിൽ ചില ചാപ്റ്റേഴ്സ് ഒറ്റയ്ക്ക് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നാളെ ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചില ദിവസം തെർമോഡൈനാമിക്സ് ഒക്കെ വരുന്നുണ്ട്. ഈ തെർമോഡൈനാമിക്സ് വളരെ ചെറിയ ചാപ്റ്ററാണ്. ലിറ്ററലി സ്പീക്കിംഗ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് മൊത്തത്തിൽ തീർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അന്ന് നമുക്ക് എന്തായാലും ഒരു 1.5 മണിക്കൂർ എന്തായാലും ഫ്രീ ടൈം വരും. കാരണം ഞാൻ എങ്ങനെ നീട്ടി വലിച്ചെടുത്താലും തെർമോഡൈനാമിക്സ് 1.5 മണിക്കൂർ കൊണ്ട് തീരാവുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഓസിലേഷൻ്റെ ബാക്കി ഞാൻ അന്ന്, അതായത് വലിയ ദൂരം ഉണ്ടാവില്ല, മറ്റന്നാളോ അതിൻ്റെ അടുത്ത ദിവസമോ, കാരണം നാളെ രാവിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് EM വേവ്സ് ആണ്. അതെന്തായാലും എനിക്കത് രണ്ടും കൂടെ എടുക്കാൻ പറ്റുള്ളൂ, ഒരു 2 hour 2.5 hour. അത് കഴിഞ്ഞുള്ള തൊട്ടടുത്ത തെർമോഡൈനാമിക്സ് ഒക്കെ ലൈവ് വരുന്നുണ്ട്. ആ ലൈവ് വരുന്ന സമയത്ത് 1.5 മണിക്കൂർ കഴിഞ്ഞ്
അപ്പോൾ ഓസിലേഷൻ വൃത്തിക്ക് കവറപ്പ് ചെയ്തെടുത്താൽ മതിയോ, അതോ യു നീഡ് ഇറ്റ് ടുഡേ, ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതേപോലെ എനിക്ക് പറയാൻ പറ്റില്ല, പെട്ടെന്ന് വേവ്സ് തീർത്ത് ഓസിലേഷൻ തീർക്കേണ്ടി വരും, എന്താണ് വേണ്ടതെന്നൊന്ന് പറയുമോ? നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതൊക്കെ ടൈപ്പ് ചെയ്യാൻ മടിയാണെങ്കിൽ ഇന്ന് എടുക്കണം, അതായത് ഇന്ന് ഇത് കഴിഞ്ഞ് ഓടിച്ചു വിട്ട് ഓസിലേഷൻ കൂടെ തീർക്കണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. അല്ല മറ്റന്നാൾ മതി, കുഴപ്പമില്ല, 1.5 മണിക്കൂർ തെർമോഡൈനാമിക്സ് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഓസിലേഷൻ വൃത്തിക്ക് കേൾക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞോളൂ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, വേവ്സ് വൃത്തിക്ക് അങ്ങ് തീർക്കാം. ഇന്ന് വേവ്സ് വൃത്തിക്ക് അങ്ങ് തീർക്കാം, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് വേണ്ടാന്ന് തന്നെ പറയുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഇന്ന് നമുക്ക് വേവ്സ് അടിപൊളിയായിട്ട് എടുക്കാം. അതന്നെ ഞാൻ പറയട്ടെ, എനിക്കൊരു 1 മണിക്കൂർ കൂടെ തരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? 1 മണിക്കൂർ കൂടെ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതേപോലെ ഓരോ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓവർടോൺസ് ഒക്കെ പറഞ്ഞ് ഡോപ്ലർ എഫക്റ്റ് ഒക്കെ അടിപൊളിയായി പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഈ ചാപ്റ്റർ അങ്ങ് അവസാനിപ്പിക്കാം. എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഒരു 1 അവർ കൂടി ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? 1 hour 45 മിനിറ്റ്സിനടുത്ത് 8:30 ആയി. 9:30ക്ക് എന്തായാലും ചാപ്റ്റർ കഴിയും, നോ ഡൗട്ട്. 9:30 എന്നുണ്ടെങ്കിൽ ചാപ്റ്റർ കഴിഞ്ഞിരിക്കും. അപ്പോൾ ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ടേക്ക് 1 more hour? ബുദ്ധിമുട്ടുണ്ടോ? അതോ ഒരു ഹാഫ് ആൻ അവറിൽ ഒന്ന് പെട്ടെന്ന് ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ബാക്കി കാര്യം പറഞ്ഞ് തീർക്കണോ? എന്താ ചെയ്യേണ്ടതെന്ന് പറയുമോ? നിങ്ങൾ പറയുന്ന അനുസരിച്ചാണ്. ഓക്കെ ആണല്ലോ. സോ അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് വരാം. രണ്ടാമത്തെ കേസിൽ L is equal to, കണ്ടോ ഇവിടെ എന്താ പറ്റിയേ, ഇവിടെ ഒരു ഫുൾ ലാംഡ. സി വാട്ട് ഹാപ്പൻസ് ഇസ്, ഇത് ഈ ഒരു സാധനം ഇങ്ങനെ കൂടി ചേർന്നിരുന്നെങ്കിൽ ഇതൊരു ഫുൾ വേവ് ആയേനെ അല്ലേ. പക്ഷേ ഇവിടെ മുക്കാൽ വേവേ ഉള്ളൂ. ഇത് λ/4, λ/2, 3 λ/4, മുക്കാൽ വേവ് അല്ലേ. സോ ഇവിടെ L എന്ന് പറയുന്നത് 3 λ/2/4 ആണ്. അങ്ങനെ വരുമ്പോൾ λ2 is equal to 4L/3 ആണ്. യെസ് സർ. ഓക്കെ ഫൈൻ. അപ്പോൾ bear with me just 1 more hour and we are going to complete the wave in the most beautiful way possible. Okay ആണല്ലോ. So L is equal to 3 λ/2/4 or λ2 is equal to 4L/3. Okay ആണല്ലോ. ശരി. And what happens is here N2 is equal to V/λ2 അറിയാലോ, and that is V/λ2, that is equal to 3V/4L. Okay ആണല്ലോ. So ഒന്നുമില്ല, this is by V/4L/3 or this is 3V/4L. ഓക്കെ ആണല്ലോ. പക്ഷേ നിങ്ങൾക്കറിയാം this is 3 into V/4L. പക്ഷേ V/4L എന്ന് പറഞ്ഞാൽ എന്താ, N1 ആണ്. So this is 3N1. അതാണ് ഞാൻ പറഞ്ഞത് N2 is equal to 3N1. ഇക്വേഷൻ കിട്ടിയല്ലോ. ശരി. ഇതിന് വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഓവർടോൺ. ഫസ്റ്റ് ഓവർടോൺ. ഓക്കെ ആണല്ലോ. ശരി. അടുത്തത് കേസ് 3. ഇവിടെ എന്ത് പറ്റി, ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ഫുൾ വേവ് കയറി, അതിൻ്റെ കൂടെ വീണ്ടും ഒരു λ/4 കൂടെ കയറി. സോ ദിസ് ഇസ് 5 λ/4. ദിസ് ഇസ് 5 λ/4. സോ ഇവിടെ L is equal to 5 λ3/4. ഓക്കെ ആണല്ലോ. ആൻഡ് λ3 is equal to 4L/5. We know that N3 is equal to V/λ3. This is V/5 λ3/4 or this is 4L/5 by 4L, or this is 5 into V/4L. This is 5N1. മനസ്സിലായോ? or N3 equal to 5N1. This guy is known as the second overtone. Okay ആണല്ലോ. this is known as second overtone. okay, so ഇത് ഇങ്ങനെയാണ് എന്ത് പോകുന്നത്, ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് പോകുന്നത്. ഇനി ഇതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വെൻ, ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കാം, വെൻ closed organ pipe vibrate in mth overtone, എന്ത് പറ്റും ശ്രദ്ധിച്ചേ, L is equal to
2m plus 1 into lambda by 4. So lambda is equal to 4l by 2m plus 1. Okay, and n is equal to 2m plus 1 into v by 4, where and frequency n1 is to n2 is to n3 എന്ന് പറയുന്നത് 1 is to 3 is to 5 ആണ്. This is everything about closed organ pipe. ഓക്കെ ആണല്ലോ. നിനക്ക് ഇവിടെ എന്താ വേണ്ടത്? എന്താണ് 0 വേണോ? 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 into 0 0 പോയി ലാംഡ ബൈ 4, ദാറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. 0 ഇട്ട് കൊടുക്കുക. ഇനി 1 ഇട്ട് കൊടുക്കുക. 1 ഇട്ട് കൊടുക്കുക 2 plus 1 3 ലാംഡ ബൈ 4. അപ്പോൾ അത് ഫസ്റ്റ് ഓവർ ടോൺ ആയി. മനസ്സിലായോ? അപ്പോൾ ഇത് 0 1 2 3 ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് നിനക്ക് കറസ്പോണ്ടിങ് ലെങ്ത് കിട്ടും, കറസ്പോണ്ടിങ് എന്താണ് വേവ് ലെങ്ത് കിട്ടും, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കിട്ടും. ഓക്കെ ആണല്ലോ. സോ വി ഹാവ് summed up the entire closed organ tube in just 3 equations. ഓക്കെ ആണല്ലോ. അതാണ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. ഇനി we are moving into open organ pipe. ഓപ്പൺ ഓർഗൻ പൈപ്പ്. ഓക്കെ ആണല്ലോ. ഓപ്പൺ ഓർഗൻ പൈപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 3 കേസസ് ഉണ്ട്. മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് കേസ്. ഹിയർ എൽ ഇസ് ഈക്വൽ ടു, ഇവിടെ എത്രയാടാ? പകുതി. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു വേവിൻ്റെ പകുതിയാണ് ലാംഡ ബൈ 2. അങ്ങനെ വരുമ്പോൾ ലാംഡ 1 ഇസ് ഈക്വൽ ടു 2l ആണ്. ദെയർഫോർ n1 ഇസ് ഈക്വൽ ടു v by lambda 1 or it is v by 2l. This is the fundamental frequency. ഇവിടെ കണ്ടറിയാം, ഇങ്ങനെ ഇതൊരു ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ഭാഗമായി. ഇനി ഈ ഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ പകുതി പകുതി ബാക്കി പകുതി ബാക്കി പകുതി, അങ്ങനെ ഇത് മൊത്തത്തിലൊരു വേവാണ്. ഇതിനെ കൊണ്ടൊന്ന് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഇതൊരു ഫുൾ വേവായി കിട്ടിയല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇൻ സെക്കൻഡ് തിങ് എൽ ഇസ് ഈക്വൽ ടു നമുക്ക് ലാംഡ 2 എന്ന് എഴുതാം. പക്ഷേ ഇതിന് നമ്മൾ സാധാരണ 2 കാരണം ഇതൊരു ലാംഡ ആണല്ലോ. സോ 2 ലാംഡ ബൈ 2 എന്ന് തന്നെ എഴുതാം. സോ ദാറ്റ് ഇസ് എസെൻഷ്യലി ലാംഡ. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓർ ലാംഡ 2 ഇസ് ഈക്വൽ ടു 2l by 2, or n2 is equal to v by lambda 2, or 2v by 2l. So this is 2 into v by 2l. v by 2l എന്താ? n1 ആണ്. സോ 2n1. അതിനാണ് ഞാൻ അങ്ങനെ എഴുതിയത് കേട്ടോ. 2l2 വെട്ടാണ്ട് എഴുതിയത് ആ v by 2l കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2n1. അതുപോലെ കേസ് 3 എടുക്കുകയാണെങ്കിൽ l is equal to ഇവിടെ 3 ലാംഡ ബൈ 2 ആണ്. ഓക്കെ ആണല്ലോ. 3 lambda 3 by 2. Therefore lambda 3 equal to 2l by 3, or n3 equal to v by lambda 3, which is 3v by 2l, which is 3n1. Okay ആണല്ലോ. And this is fundamental frequency, first overtone, and this is second overtone. Okay ആണല്ലോ. അപ്പോൾ 3 കാര്യങ്ങൾ ഓക്കെ ആയല്ലോ. ഫസ്റ്റ് ഓവർടോൺ എല്ലാം കിട്ടി. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, എഗെയിൻ ഇത് മനസ്സിലായല്ലോ. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ കേട്ടോ. സാർ വീണ്ടും ഒന്ന് എഴുതിയത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, ഇതിൽ ഫ്രീക്വൻസി 1:2:3 എല്ലാം ഉണ്ട്. ഓക്കെ ആണല്ലോ. ആൻഡ് ഇതിനൊന്ന് സമ്മി തരാം. എൽ ഇസ് ഈക്വൽ ടു m+1 ലാംഡ ബൈ 2, ലാംഡ ഇസ് ഈക്വൽ ടു 2l by m+1, n is equal to m+1 into v by 2l. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ്. ദിസ് എസെൻഷ്യലി സംസ് അപ്പ് യുവർ എൻറ്റയർ 2-end ഓപ്പൺ ഓർഗൻ പൈപ്പ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഇഫ് an open pipe and a closed pipe have same length, n open is equal to 2 times n closed എന്നാണ് വരിക. ഓക്കെ ആണല്ലോ. n open, അതായത് ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ 2 times n closed ആയിരിക്കും വരിക. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഇസ് അബൌട്ട് ഇറ്റ് മക്കളെ. സോ പറഞ്ഞേ, നിങ്ങളുടെ ഈ ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പിനെ പ്രശ്നം സോൾവ് ആയി. ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാവർക്കും ഓക്കെ ആയോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓക്കെ ആണോ? ഈ 2 കാര്യങ്ങളും ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് വായിക്കുക,
ഒരു 30 സെക്കൻഡ്സ് വീഡിയോ ഓഫ് ആയിരിക്കും. ജസ്റ്റ് ഒരു AC ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഒരു 30 സെക്കൻഡ്സ് ഐ വിൽ ബി ബാക്ക്. 30 സെക്കൻഡ്സ് കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ടോപ്പിക്ക് വായിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ വി ആർ ബാക്ക്. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് കഴിഞ്ഞു, ഓപ്പൺ ഓർഗൻ പൈപ്പ് കഴിഞ്ഞു. യെസ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും ഇടുന്നുണ്ട്. ഗ്രേറ്റ് ഡാലിയ, ഗുഡ് ഐഷ, ഗുഡ് ഷിഫാന, എല്ലാവരും ഇടുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് കഴിഞ്ഞു ആൻഡ് ഒഫീഷ്യലി വി ആർ ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ ആണല്ലോ? സോ അടുത്താണ് റെസൊണൻസ് ട്യൂബ്. സോ റെസൊണൻസ് ട്യൂബ് എന്താ പറയുക, ഇതിപ്പോൾ ചോദിക്കുന്നില്ല. ഇത് ആക്ച്വലി JEE മെയിൻസിൻ്റെ ടോപ്പിക്കാണ്. നിങ്ങളുടെ നീറ്റിൻ്റെ സിലബസ് ഞാൻ രാവിലെ എടുത്തിട്ട് നീറ്റിൻ്റെ സിലബസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് റെസൊണൻസ് ട്യൂബ് എവിടെയും പറയുന്നില്ല. കാരണം റെസൊണൻസ് ട്യൂബ് ഒരു വലിയൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? സോ അത് വെറുതെ പഠിച്ച് ഇനി സമയം കളയേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് അണ്ടർസ്റ്റാൻഡ് ഒരു സംതിങ് കോൾസ് റെസൊണൻസ് ട്യൂബ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ ആണല്ലോ? ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഫുൾ എക്സ്പെരിമെൻറ്റ് പറയാൻ വിചാരിച്ചിട്ട്. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ ഞാൻ അങ്ങനെ വരുന്നതിന് മുന്നേ ഓരോ ചാപ്റ്ററിൻ്റെ സിലബസ് എടുത്ത് നോക്കും, നീറ്റ് ഷെഡ്യൂൾഡ്. അപ്പോൾ അതിനകത്ത് റെസൊണൻസ് ട്യൂബ് എവിടെയും പറഞ്ഞിട്ടില്ല. നോബഡി നീഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യമില്ലാത്തൊരു സാധനം പഠിച്ച് വെറുതെ സമയം കളയണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ വി ആർ മൂവിങ് ഇൻ ടു സംതിങ് കോൾഡ് ആസ് എ ട്രാൻസ്വേഴ്സ് സ്റ്റേഷനറി വേവ്. ഓക്കെ ആണല്ലോ? സോ അപ്പോൾ ഇങ്ങോട്ട് വരാം, ശ്രദ്ധിച്ചേ. ഇനി നമുക്ക് ഈ ഒരു വേവ് ഒന്ന് അനാലിസിസ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് കണ്ടറിയാം. ഇപ്പോൾ നമുക്കറിയാം, ഇത് നമ്മളിങ്ങനെ പ്ലക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസാണ്. നമ്മളിങ്ങനെ പ്ലക്ക് ചെയ്യും, അതിനകത്ത് എന്താണ് വേവ് ഉണ്ടാവും, ആ വേവിനെ ഒബ്സർവ് ചെയ്യും. ഓക്കെ ആണല്ലോ? സോ ഇവിടെ നമ്മൾക്ക് പ്ലക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതായത് ഇതാണ് ഒരു എൻഡ്. ആ എൻഡിൻ്റെ പ്ലക്കിങ് ഞാൻ ഇപ്പോൾ ഇതിനെ അങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെ പ്ലക്കിംഗ് ഡിസ്റ്റൻസ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഓവർടോൺ, ഹാർമോണിക്, നോഡ്, ആൻറ്റിനോഡ്. ഓക്കെ ആണല്ലോ? ഇത്രയും ഹെഡിങ്സിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ആദ്യത്തേത് പ്ലക്ക് ചെയ്യുന്നത് x is equal to L/2 into 1. ഓക്കെ ആണല്ലോ? x/2 into 1, അതായത് L is equal to λ1/2. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മൾ λ1/2 ആ ഡിസ്റ്റൻസിലാണ് നമ്മൾ പ്ലക്ക് ചെയ്ത് വിട്ടുള്ളത്. സോ ഹിയർ λ1 is equal to 2L and N1 is equal to V/12. ഓക്കെ ആണല്ലോ? ഇതിൽ ഓവർടോൺ, ഇതാണ് 0th ഓവർടോൺ ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ഹാർമോണിക്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ 2 നോഡ് ഉണ്ട് അല്ലേ? യു ഹാവ് 2 നോഡ് ആൻഡ് യു ഹാവ് 1 ആൻറ്റിനോഡ്. ഏതാണ് ആൻറ്റിനോഡ്? ദിസ് ഇസ് യുവർ ആൻറ്റിനോഡ്. ഓക്കെ ആണല്ലോ? ദിസ് ഇസ് യുവർ ആൻറ്റിനോഡ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ട്രാൻസ്ഫർ സ്റ്റേഷൻ ലെവലിലെ പ്ലക്കിംഗ് ഡിസ്റ്റൻസ് എവിടെ കൊടുത്തിരിക്കുകയാണ്? λ1/2 കൊടുക്കുകയാണ്. അടുത്തത് ഹിയർ പ്ലക്കിംഗ് ഡിസ്റ്റൻസ് x is equal to L/2 into 2. ഓക്കെ ആണല്ലോ? 2 വേവ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഹിയർ L is equal to 2 λ2/2 കൊടുക്കുകയാണെങ്കിൽ യു ഗെറ്റ് λ2 is equal to 2L/2 or N2 is equal to 2V/12. ഓക്കെ ആണല്ലോ? ഇതിനാണ് നീ ഫസ്റ്റ് ഓവർടോൺ അഥവാ സെക്കൻഡ് ഹാർമോണിക് എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് 1, 2, 3
3 നോഡുണ്ട്, 1 2 ആൻറ്റി നോഡുണ്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇതിലേക്ക് വരുന്ന സമയത്ത് ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു L/2 × 3. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹിയർ L ഇസ് ഈക്വൽ ടു 3 × λ3/2 വരും. ഓക്കെ ആണല്ലോ. ഓർ λ3 ഇസ് ഈക്വൽ ടു 12/3. ഓക്കെ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുന്നേ ഉള്ളൂ കേട്ടോ. ഓർ N3 ഇസ് ഈക്വൽ ടു 3V/12. ഓക്കെ ആണല്ലോ. സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ് ഹിയർ യു ഗെറ്റ് ദി സെക്കൻഡ് ഓവർടോൺ, തേർഡ് ഹാർമോണിക്, അതുപോലെ 1 2 3 4 ആൻറ്റി നോഡും 1 2 3 നോഡും 4 3. ഓക്കെ ആണല്ലോ, 4 3. അടുത്തത് ഇത് പി ലൂപ്പ്. നമുക്ക് പി ലൂപ്പ്സ് ഉണ്ടാക്കണം, ഇഷ്ടംപോലെ ലൂപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. സോ ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു L/2 × P. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കുക, നിങ്ങളോട് ഈ ഇക്വേഷൻ എന്താ അറിയോ, ഈ 3 2 എന്നൊക്കെ കൊടുക്കുന്നത് ആക്ച്വലി എക്സ് ഇസ് ഈക്വൽ ടു L/2 × P ആണ്. വേർ P ഈസ് ദ നമ്പർ ഓഫ് ലൂപ്പ് യു റിക്വയർ. ഒരു ലൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ 1 കൊടുക്കാം, 2 ലൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ 2 കൊടുക്കാം, 3 ലൂപ്പ് വേണമെങ്കിൽ അവിടെ 3 കൊടുക്കാം, 4 ലൂപ്പ് വേണമെങ്കിൽ അവിടെ 4 കൊടുക്കാം, n ലൂപ്പ് വേണമെങ്കിൽ n കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ n നിങ്ങൾ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് കാലപ്പഴക്കം വന്ന ഒരാളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അതിനകത്ത് ഒരു സെക്കൻഡ്. സോറി ഗായ്സ്, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഒന്ന് കറക്റ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടല്ലോ. ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല. എം ഹിയർ കഴിയാറായി, ഒരു ഹാഫ് ആൻ അവർ കൂടെ ഉള്ളൂ, ഇപ്പോൾ കഴിയും. ഓക്കെ ആണല്ലോ, എവറിത്തിങ് ഇസ് പക്ക, എവറിത്തിങ് ഇസ് ഓക്കെ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പ്ലഗ് ചെയ്ത് നമുക്ക് 1 ലൂപ്പ് വേണോ, 2 ലൂപ്പ് വേണോ, 3 ലൂപ്പ് വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് പി ലൂപ്സ് വേണമെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു L/2 × P. ഓക്കെ ആണല്ലോ. ആൻഡ് ഹിയർ L ഇസ് ഈക്വൽ ടു P × λp/2. എത്ര ലൂപ്പാണോ അതായിരിക്കും λ1, λ2, λ3 അങ്ങനെ. ആൻഡ് ഹിയർ λp ഇസ് ഈക്വൽ ടു 2L/P ആൻഡ് NP ഇസ് ഈക്വൽ ടു PV/12. ഓക്കെ ആണല്ലോ. ആൻഡ് ഹിയർ ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓവർടോൺ വിൽ ബി P-1. കണ്ടോ, ഇവിടെ 3 കൊടുത്തപ്പോൾ 2 ആയിരുന്നു, 2 കൊടുത്തപ്പോൾ 1 ആയിരുന്നു. സോ ഇറ്റ് വിൽ ബി P-1. ഇവിടെ P ആയിരിക്കും, ഇവിടെ P+1 ആയിരിക്കും, ആൻഡ് ഇവിടെയും P ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് എസെൻഷ്യലി വാട്ട് യു ഹാവ് ടു ക്യാരി ഓൺ ത്രൂ ഔട്ട് ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ ഇപ്പോൾ ട്രാൻസ്വേഴ്സ് സ്റ്റേഷനറി വേവ് നിങ്ങൾക്ക് സെറ്റ് ആയോടാ. ഒന്നുമില്ല, ഈ ഒരൊറ്റ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു L/2 × P ആൻഡ് L ഇസ് ഈക്വൽ ടു P × λp/2. ആ ഒരു 2 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. യുവർ എൻറ്റയർ തിങ് അബൌട്ട് ട്രാൻസ്ഫർ സ്റ്റേഷനറി വേവ് സെറ്റ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും എത്ര നോഡുണ്ട്, എത്ര ആൻറ്റി നോഡ് ഉണ്ട്, അതിന് അല്ലെങ്കിൽ എത്രാമത്തെ ഹാർമോണിക് ആണ്, എത്രാമത്തെ ഓവർടോൺ ആണ്, ഇതാണ് നിങ്ങളോട് ചോദിക്കുക. മനസ്സിലായോ? വാട്ട് ഈസ് സെക്കൻഡ് ഹാർമോണിക് അല്ലെങ്കിൽ വാട്ട് ഈസ് തേർഡ് ഹാർമോണിക് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിരാ. എന്താണെന്ന് മനസ്സിലായല്ലോ. വാട്ട് ഈസ് എസെൻഷ്യലി മീനിങ്, എത്ര ലൂപ്പ് വേണം അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 1 ലൂപ്പാണോ, 2 ലൂപ്പാണോ, 3 ലൂപ്പാണോ, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ ട്രാൻസ്വേഴ്സ് സ്റ്റേഷനറി വേവ്. പിന്നെ സ്റ്റേഷനറി വേവ് സോണോമീറ്റർ ഉണ്ട്. സോണോമീറ്റർ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. സോണോമീറ്ററിൽ നിങ്ങൾ ആകെ അറിയേണ്ടത് സോണോമീറ്ററിൽ ആകെ അറിയേണ്ടത് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഡിവൈസാണ്. ആൻഡ് ഫ്രീക്വൻസി n ഇസ് ഈക്വൽ ടു P/2 √T/ml. ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. വേർ എന്താണ് m is given mass by length.
ഓക്കെ ആണല്ലോ. ജസ്റ്റ് സോണോമീറ്റർ ഇസ് യൂസ് ടു അസസ് ദി എന്താണ് ഫ്രീക്വൻസി, അത് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഒന്നാമത് ഇപ്പോൾ സോണോമീറ്ററും നിങ്ങളുടെ കയ്യിലില്ല. ഓക്കെ ആണല്ലോ. ഇതൊക്കെ JEE മെയിൻ JEE അഡ്വാൻസ് ടീംസിനുള്ളതാണ് കേട്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് കാര്യം. സോ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു പി ലൂപ്പ്, അതാ പറഞ്ഞത് n is equal to p/2 √T/ml. ഇതാണ് ഇക്വേഷൻ, വേർ m is equal to given mass by length. ഓക്കെ ആണല്ലോ, കഴിഞ്ഞു. ഇനി കമ്പാരിസൺ ഓഫ് പ്രോഗ്രസീവ് ആൻഡ് സ്റ്റേഷനറി വേവ്. ഈ ഒരു ഡിഫറൻസ് വേണോടാ നിങ്ങൾക്ക്, ഒരു തിയറി ഡിഫറൻസ് ആണ്, കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇത് നമുക്ക് തിയറി എക്സാംസ് റിപ്പീറ്റ് ടെസ്റ്റ് എടുക്കുമ്പോൾ തിയറി പറയണമല്ലോ. അപ്പോൾ വന്നാൽ നിങ്ങൾക്കിത് വേണം, ഒരു കമ്പാരിസൺ ഒരു 3-4-5 പോയിന്റ് ഉണ്ട്. എന്താ പറയുക, കാര്യമായിട്ടൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തോ, അത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ അങ്ങനെ തരാം. ഇനി നമുക്ക് ആകെ ഉള്ളത് ഡോപ്ലർ എഫക്റ്റും കൂടിയേ ഉള്ളൂ. വിത്ത് ഡോപ്ലർ എഫക്റ്റ് വി ആർ സമ്മിങ് അപ്പ് ദി ചാപ്റ്റർ ആൻഡ് ദെൻ വി വിൽ ബി ഡൂയിങ് ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ. ഈ ഒരു ഇത് വേണോടാ, വേണമെന്നൊന്ന് പറഞ്ഞ കമ്പാരിസൺ ഓഫ് പ്രോഗ്രസീവ് ആൻഡ് സ്റ്റേഷനറി വേവ്സ് വേണോ, അതോ ഇനി നേരെ ഡോപ്ലർ കയറണോ, എന്താ വേണ്ടത്? നിങ്ങൾ എന്ത് പറയുന്നു അതുപോലെ ചെയ്യാം. ക്വസ്റ്റ്യൻ, ഇതിനെല്ലാവരും ക്വസ്റ്റ്യൻസിലേക്കുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ടാ. ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി ഡോപ്ലർ കഴിഞ്ഞാൽ വരും. ഓക്കെ ആണല്ലോ. സോ ഐ എം ജസ്റ്റ് ക്യാൻസലിങ് ദിസ്. ഒന്നുമില്ല ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്താണ് വെലോസിറ്റി അങ്ങനത്തെ കാര്യം നിങ്ങൾക്ക് ഇതൊന്നും ചോദിക്കും തോന്നുന്നില്ല. സോ വി ആർ ഗോയിങ് ടു ദ ഓൾമോസ്റ്റ് വി ആർ ഇൻ ടു ദി ക്ലൈമാക്സ് ഓഫ് ദ ഡേ, വിച്ച് ഇസ് ദി ഡോപ്ലർ എഫക്റ്റ്. ഓക്കെ, സോ ഡോപ്ലർ എഫക്റ്റ്. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് എന്താണെന്ന് അറിയാമല്ലോ. ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സ് ഉണ്ട്, ഒരു ഒബ്സർവർ ഉണ്ട്. ഒന്നെങ്കിൽ സോഴ്സ് മൂവ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഒബ്സർവർ മൂവ് ചെയ്യായിരിക്കും, ഇല്ലെങ്കിൽ രണ്ടുപേര് മൂവ് ചെയ്യായിരിക്കും. സോ ഇവർ പരസ്പരം മൂവ് ചെയ്യുന്നത് കൊണ്ട് എക്സ്ക്യൂസ് മീ, അപ്പോൾ ഇവർ പരസ്പരം മൂവ് ചെയ്യുന്നതുകൊണ്ട് വാട്ട് ഹാപ്പൻസ് ഇസ് there is an apparent change in the frequency of sound. That apparent change in the frequency of sound is what you call as Doppler effect. Okay ആണല്ലോ. So Doppler effect എന്ന് പറഞ്ഞാൽ എന്താണ്? Apparent change in frequency or pitch due to relative motion of source and observer along line of sight. Okay ആണല്ലോ, along line of sight. Okay ആണല്ലോ. സോ ഇതാണുള്ളത്. ഇനി ഇതിനകത്ത് ഒരു തവണ എക്സാമിന് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഡോപ്ലർ എഫക്റ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് മനസ്സിൽ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ആരും എവിടെയും പറയാറില്ല. പക്ഷെ ഒരു തവണ നമ്മുടെ ഏതായിരുന്നു, ജിപ്മറാണോ അങ്ങനത്തെ ഏതൊരു ജിപ്മർ എയിംസ് ഇങ്ങനത്തെ ഊള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അവർ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരു ക്യൂ ബാങ്കിൽ കണ്ടായിരുന്നു. ഈ ഡോപ്ലർ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന 2 അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അസംഷൻസ് മെയ്ഡ്. എന്താണ് അസംഷൻസ്? ഒന്നാമത്തെ കാര്യം, വെലോസിറ്റി ഓഫ് സോഴ്സ്, observer and medium are along the line joining the positions of the source and observer. ഓക്കെ ആണല്ലോ. വേറൊന്നുമില്ല, ഈ സോഴ്സും അതുപോലെ തന്നെ ഒബ്സർവറിൻ്റെയും വെലോസിറ്റി ഒരൊറ്റ ലൈനിലൂടെ നിനക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ് പറയാം. ദെയർ അലോങ് എ ലൈൻ. രണ്ടാമത്തെ കാര്യം, വെലോസിറ്റി ഓഫ് സോഴ്സ് ആൻഡ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ ഈസ് ലെസ് ദാൻ വെലോസിറ്റി ഓഫ് സൗണ്ട്. ഓക്കെ ആണല്ലോ. വെലോസിറ്റി ഓഫ് സോഴ്സും വെലോസിറ്റി ഓഫ് ഒബ്സർവറും വെലോസിറ്റി ഓഫ് സൗണ്ടിനേക്കാൾ കുറവായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഞാനിതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ആദ്യമേ എഴുതി വയ്ക്കാം. നിങ്ങൾ സൈഡിൽ എഴുതുക നൊട്ടേഷൻസ്.
കാരണം അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാൻ വയ്യ, അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത്. കുറച്ചധികം നൊട്ടേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നൊട്ടേഷൻസ്? ഒന്ന്, എൻ. എൻ ആക്ച്വൽ ഫ്രീക്വൻസിനാണ് ഉദ്ദേശിക്കുന്നത്. എൻ ഇസ് ദി ആക്ച്വൽ ഫ്രീക്വൻസി. ലാംഡ ആക്ച്വൽ വേവ് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് വേറൊന്നുമില്ല, ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചോ, കാരണം അവസാനം നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടാണ് ഒരുപാട് ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യാം. അതുപോലെ വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ടാണ്. അതുപോലെ V0 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഒബ്സർവറാണ്. അതുപോലെ എൻ ഡാഷ് എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്, അഥവാ അപ്പാരൻറ്റ് ഫ്രീക്വൻസി. അതുപോലെ ലാംഡ ഡാഷ് എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് അല്ലെങ്കിൽ അപ്പാരൻറ്റ് വേവ് ലെങ്ത് ആണ്. അതുപോലെ വി എസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സോഴ്സ് ആണ്. ആൻഡ് ലാസ്റ്റ് വി ഡബ്ല്യു എന്ന് പറയുന്നത് വിൻഡ് വെലോസിറ്റിയാണ്. ഓക്കെ ആണല്ലോ മക്കളെ? ഇതിന് ഞാൻ ഒരിടത്തും പറയില്ല, ഇത്രയും സാധനങ്ങൾ ഞാൻ മാറി മാറി ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ? ഇക്വേഷൻസ് ചറപറാന്ന് വരാൻ പോവാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വിൽ ബി ബേസിക്കലി വാക്കിംഗ് അറൗണ്ട് ഡിഫറെൻറ്റ് നൊട്ടേഷൻസ്. ഓക്കെ ആണല്ലോ? ആ നൊട്ടേഷൻസ് ആണ് എഴുതുന്നത്. ഓക്കെ, സോ ശ്രദ്ധിക്കാം. ഇതാണ് കാര്യം. നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇതാണ് സോഴ്സ്, ഇതാണ് ഒബ്സർവർ. ഈ ഒബ്സർവർ ഇതിലെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആദ്യത്തെ കേസിൽ വാട്ട് ഹാപ്പൻസ്, സോഴ്സും അതുപോലെ തന്നെ ഒബ്സർവറും രണ്ടുപേരും റെസ്റ്റിലാണ്, രണ്ടുപേരും വെറുതെ ഇരിക്കുകയാണ്. ആ സമയത്ത് വാട്ട് ഹാപ്പൻസ്, വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് ഇവർക്കിടയിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ്, അതിന് ഞാൻ വി എന്നാണ് എടുത്തത്, വെലോസിറ്റി അല്ല, ഇത് വി. വി ഇസ് ദ ഡിസ്റ്റൻസ്, വി ബൈ ടോട്ടൽ നമ്പർ ഓഫ് വേവ്സ് എൻ. ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വരിക. ലാംഡ ഇസ് ഈക്വൽ ടു വി ബൈ എൻ. ഓക്കെ ആണല്ലോ? ശരി. സോ വെയിറ്റ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ഓക്കെ, ഇവരൊക്കെ ഇടയിലുള്ള ഡിസ്റ്റൻസ് വി എൻ ആണ്. ആൻഡ് ഈ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ടിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുക. അതായത് യൂഷ്വലി നമ്മൾ വിചാരിക്കുന്നത് 332 മീറ്ററാണ് ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ടിനോട് ഈക്വൽ ആയല്ലോ. അതുപോലെ തന്നെ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി എമിറ്റഡ് ബൈ ദി സോഴ്സ് ആണ്. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡിൽ ഇതിന്ന് എൻ വേവ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. അതാണല്ലോ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര വേവ് പുറത്തേക്ക് വരുന്നത്, ദാറ്റ് ഇസ് എസെൻഷ്യലി യുവർ ഫ്രീക്വൻസി, എൻ വേവ്സ്. ഓക്കെ ആണല്ലോ? സോ അതാണ് പറഞ്ഞത് ലാംഡ ഇസ് ഈക്വൽ ടു വി ബൈ എൻ, ഓർ വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ. അതേ കാര്യം തന്നെയാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? സോ അടുത്ത കാര്യം വാട്ട് ഹാപ്പൻസ്, ഇനിയാണ് കയറുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കേസസും സാർ ഇവിടെ തരുന്നുണ്ട്. ആ ഇക്വേഷൻ പഠിക്കാം. ആദ്യത്തെ കേസ്, സോഴ്സ് ഇസ് മൂവിങ് ടുവേർഡ്സ് ഒബ്സർവർ, ടുവേർഡ്സ് എ സ്റ്റേഷനറി ഒബ്സർവർ. ഇവിടെ ഒബ്സർവർ സ്റ്റേഷനറിയാണ് ആൻഡ് സോഴ്സ് ഇസ് മൂവിങ് ടുവേർഡ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഇക്വേഷൻ? പഠിച്ചോടാം. അപ്പാരൻറ്റ് ഫ്രീക്വൻസി എൻ ഡാഷ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു വി ബൈ വി മൈനസ് വി എസ്. ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻ പഠിക്കാനുള്ള സമയമില്ല. നിങ്ങൾക്ക് ആകെ ഡോപ്ലർ ഒരു 5-6 ഇക്വേഷനെ പഠിക്കാനുള്ളൂ. ആ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഉറപ്പാണ്. സോ യു ഡോണ്ട് ഹാവ് ടു സിറ്റ് ദെയർ ആൻഡ് ജസ്റ്റ് ഡിറൈവ് എവരി ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? ശരി. ശരി. സോ എൻ ഡാഷ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു വി ബൈ വി മൈനസ് വി എസ്. അടുത്ത കാര്യം, വെൻ ദ സോഴ്സ് ഈസ് മൂവിങ് എവേ ഫ്രം ദി സ്റ്റേഷനറി ഒബ്സർവർ. ഇവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ, നമ്മുടെ സോഴ്സ് ഒബ്സർവറിന് ദൂരത്തേക്ക് പോവാണ്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ, ദ അപ്പാരൻറ്റ് ഫ്രീക്വൻസി എൻ ഡാഷ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു വി ബൈ വി പ്ലസ് വി എസ്. ശ്രദ്ധിച്ചേ, ഇത് ഇത്രേ ഉള്ളൂ. കണ്ടോ? അടുത്തേക്ക് വരികയാണെങ്കിൽ പോയോ, ഇത് നമ്മുടെ ഓസിലേഷനാടാ, ഓസിലേഷനൊക്കെ ഉണ്ടാക്കി വന്നായിരുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ പറ്റുന്നത്, ഇത്
അടുത്തേക്ക് വരികയാണ്, മൂവിങ് ടുവേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക. ഓക്കെ ആണല്ലോ, വി ബൈ വി മൈനസ് വി എസ്. ഇനി ഇഫ് ഇറ്റ് ഈസ് മൂവിങ് എവേ ഫ്രം ദി ഒബ്സർവർ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ബിക്കംസ് വി പ്ലസ് വി എസ്. ഓക്കെ ആണല്ലോ, അപ്പോൾ മൂവിങ് ടുവേർഡ്സ് ആണെങ്കിൽ വി മൈനസ് വി എസ്, എവേ ആണെങ്കിൽ വി പ്ലസ് വി എസ്. അടുത്തത് ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവറിനെ മോഷനിലേക്ക് ആക്കുകയാണ്. അതായത് ഇനി ഒബ്സർവർ നീങ്ങുകയാണ്, സ്റ്റേഷനർ സോഴ്സ് വെറുതിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ, ഇവിടെ ഒബ്സർവർ നീങ്ങുകയാണ്, അതുപോലെ സോഴ്സ് വെറുതിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് രണ്ട് കേസാണ്. എന്താണ് ഇവിടെ, ഇനി ഒബ്സർവർ സോഴ്സിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്താണ് ഒബ്സർവറിനെ സ്റ്റേഷനറി ആക്കി സോഴ്സിനെ അടുത്തേക്കും ദൂരത്തേക്കും മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവറിനെ നീക്കും, എന്നിട്ട് സോഴ്സിനെ അവിടെ ഒറ്റയ്ക്കാക്കും. സപ്പോസ് ദിസ് പെർട്ടിക്കുലർ ഒബ്സർവർ ഇസ് മൂവിങ് ടുവേർഡ്സ് ദ സോഴ്സ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് എൻ ഡാഷ് ഇസ് ഈക്വൽ ടു വി പ്ലസ് വി സീറോ ബൈ വി. എൻ ഡാഷ് ഇസ് ഈക്വൽ ടു വി പ്ലസ് വി സീറോ ബൈ വി. ഓക്കെ ആണല്ലോ, ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചേ, ശരിക്കും എൻ ഇസ് ഈക്വൽ ടു എൻ ഡാഷ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു വി പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ വി പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് സോഴ്സ്. ഇതാണ് ശരിക്കുള്ള ഇക്വേഷൻ മക്കളെ, പറഞ്ഞു കഴിയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇവിടെ സോഴ്സ് ആണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇത് സോഴ്സ്, ഇത് ഒബ്സർവർ ആണെന്ന് വിചാരിക്കുക. സോഴ്സ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി ഓഫ് ഒബ്സർവർ 0 ആയി. ഇനി വെലോസിറ്റി ഓഫ് സോഴ്സിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. സോഴ്സ് അടുത്തേക്ക് വരികയാണെങ്കിൽ വി മൈനസ് വി എസ്, സോഴ്സ് ദൂരേക്ക് പോവുകയാണെങ്കിൽ വി പ്ലസ് വി എസ്, വി 0. നേരെ മറിച്ച് ഒബ്സർവർ നീങ്ങുകയാണ്, സോഴ്സ് റെസ്റ്റിലാണ്. എന്തു പറ്റി ശ്രദ്ധിച്ചേ. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇപ്പോൾ വി എസ് 0 ആയി. ഇനി വാട്ട് ഹാപ്പൻസ്, ഒബ്സർവർ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് വി മൈനസ് വി 0. ഒബ്സർവർ ദൂരേക്ക് പോവുകയാണെങ്കിൽ വി പ്ലസ് വി 0. ഓക്കെ ആണല്ലോ, വി പ്ലസ് വി 0. നേരെ തിരിച്ച്, ഒബ്സർവർ അടുത്തേക്ക് വരികയാണെങ്കിൽ വി പ്ലസ് വി 0, ദൂരത്തേക്ക് പോവുകയാണെങ്കിൽ വി മൈനസ് വി 0. ഓക്കെ ആണോടാ, ഇത്രയേ ഉള്ളൂ. ഈ ഒരൊറ്റ ഫോർമുല വെച്ച് മൊത്തം പറയാൻ പറ്റും. ഇനി അത് പഠിക്കാൻ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞ ഈ 4 ഫോർമുലയും പഠിച്ചാൽ മതി. അടുത്തത് ഒബ്സർവർ മൂവ് എവേ ഫ്രം സ്റ്റേഷനറി സോഴ്സ്. ആ സമയത്ത് എന്ത് പറ്റി, എൻ ഡാഷ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു വി മൈനസ് വി 0 ബൈ വി, വി മൈനസ് വി 0 ബൈ വി. ഓക്കെ ആണല്ലോ, ഇതാണ് ദൂരത്തേക്ക് പോവുകയാണെങ്കിൽ. ഓക്കെ ആണല്ലോ, ശരി. ഇതിൻ്റെ ജനറൽ ഫോർമുലയാണ് ഞാൻ പറഞ്ഞത്. എൻ ഡാഷ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു വി പ്ലസ് ഓർ മൈനസ് വി 0 ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് കഴിഞ്ഞ വഴിക്ക് ഈ 4 ഫോർമുല ഒന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കണ്ടോ 1, 2, 3, ഇവിടെ ഒരു 4, ഒരു ഫോർമുല കൂടെ ഉണ്ട് 4. ഈ 4 ഫോർമുല എടുത്തിട്ട് അതിലുണ്ടാവുന്ന ചേഞ്ചസ് നോക്കുക. എന്നിട്ട് ഈ ഫോർമുലയിൽ എന്താ ചെയ്യേണ്ടത് നോക്കുക. അടുത്തേക്ക് വരുമ്പോൾ മൈനസ്, ദൂരേക്ക് വരുമ്പോൾ പ്ലസ്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ആണല്ലോ, ശരി. മോഷൻ ഓഫ് മീഡിയം നിങ്ങൾക്ക് വേണ്ട. ഇനി സ്പെഷ്യൽ കേസസിൽ ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, ഇതും പറഞ്ഞാണ്. ഓക്കെ, ഇനി ഇതാണ് കാര്യം. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, സോഴ്സിനെ റെസ്റ്റിലാക്കി ഒബ്സർവറിനെ മൂവ് ചെയ്തു, ഒബ്സർവറിനെ റെസ്റ്റാക്കി സോഴ്സ് മൂവ് ചെയ്തു. ഇനി സോഴ്സും ഒബ്സർവറും മൂവ് ചെയ്യാണ്. ആൻഡ് ഇവർ രണ്ടുപേരും പരസ്പരം ദൂരേക്ക് മൂവ് ചെയ്യണം. അതാണല്ലോ ചോദിക്കാവുന്ന കാര്യം. അതിൽ എൻ ബാർ ഇസ് ഈക്വൽ ടു വി മൈനസ് വി 0 ബൈ വി പ്ലസ് വി എസ് ഇൻറ്റു എൻ. ഇത്രയേ ഉള്ളൂ. എന്താണ്, സോഴ്സ് ഒബ്സർവറും പരസ്പരം ദൂരേക്ക് പോവുകയാണെങ്കിൽ എൻ ബാർ ഇസ് ഈക്വൽ ടു വി മൈനസ് വി 0 ബൈ വി പ്ലസ് വി എസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി സപ്പോസ് രണ്ടുപേരും അടുത്തേക്ക് വരികയെന്ന് വിചാരിക്കാം. രണ്ടുപേരും അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് എൻ ബാർ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു വി പ്ലസ് വി 0 ബൈ വി മൈനസ് വി എസ്. എപ്പോഴാണ്, മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ.
ഓക്കെ ആണല്ലോ. അപ്പോൾ 6 കേസാണുള്ളത്. ഇങ്ങനെ വയ്ക്കുക. ആദ്യം സ്റ്റേഷനറി ആക്കുക, ആദ്യം സോഴ്സിനെ സ്റ്റേഷനറി ആക്കുക, ഒബ്സർവറിനെ നീക്കുക അടുത്തേക്ക് ദൂരേക്ക്, പിന്നെ ഒബ്സർവറിനെ നീക്കുക, ഇവനെ സോഴ്സ് ആക്കുക അടുത്തേക്ക് ദൂരത്തേക്ക്, പിന്നെ രണ്ടുപേരും പരസ്പരം നീങ്ങുക, രണ്ടുപേരും അടുത്തേക്ക് വരിക. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളെ എന്തിലുള്ളൂ? നമ്മുടെ ഈ ഡോപ്ലേഴ്സ് എഫക്റ്റിലുള്ളൂ. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളെ ഡോപ്ലർ എഫക്റ്റിലുള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്താണ് ഡോപ്ലേഴ്സ് എഫക്റ്റ് ഇൻ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അഥവാ എക്കോ. ഇനി എക്കോൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. സോ എന്താണ് കാര്യം ശ്രദ്ധിച്ചേ. ആദ്യത്തെ കാര്യത്തിൽ വെൻ ദ സോഴ്സ് മൂവ് ടുവേർഡ്സ് സ്റ്റേഷനറി ടാർജറ്റ്. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കുക, സോഴ്സ് ഇവിടെ ഉണ്ട്, എന്നിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് വരും? ഈ സൗണ്ട് ഇതിൽ തട്ടി ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇയാൾ കേൾക്കുകയാണ് ചെയ്യാം. ഓക്കെ ആണോ. ദാറ്റ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് എക്കോ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതിനകത്ത് 3 കാര്യങ്ങൾ പറയാനുണ്ട്. എൻ ബാർ ഡി എന്ന് പറയുന്നത് ഡയറക്റ്റ് അപ്പാരൻറ്റ് ഫ്രീക്വൻസിയാണ്. അതുപോലെ എൻ ബാർ എന്ന് പറയുന്നത് അപ്പാരൻറ്റ് ഫ്രീക്വൻസി അറ്റ് റിഫ്ലക്റ്ററാണ്. ആൻഡ് എൻ ബാർ ആർ എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് അപ്പാരൻറ്റ് ഫ്രീക്വൻസിയാണ്. ഓക്കെ ആണല്ലോ. 3 അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് അപ്പാരൻറ്റ് ഫ്രീക്വൻസി, രണ്ടാമത് ഈ റിഫ്ലക്റ്റർ ഉണ്ടല്ലോ, ഈ റിഫ്ലക്റ്ററുള്ള അപ്പാരൻറ്റ് ഫ്രീക്വൻസി, മൂന്നാമത്തത് ഇയാൾ കേൾക്കുന്ന അപ്പാരൻറ്റ് ഫ്രീക്വൻസി. 3 അപ്പാരൻറ്റ് ഫ്രീക്വൻസീസ്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഈ കേസിൽ ഡിഫൈൻ ചെയ്യാം. ആദ്യം ഈ കേസിൽ ഇക്വേഷൻ കാണാപ്പാടം പഠിച്ചാൽ മതി, അതേ ഉള്ളൂ. ഇനി അതിൻ്റെ ഡെറിവേഷനൊന്നും നിൽക്കണ്ട. വാട്ട് ഈസ് എൻ ബാർ ഡി? വി ബൈ വി മൈനസ് വി എസ് ഇൻറ്റു എൻ. വാട്ട് ഈസ് എൻ ബാർ? വി ബൈ വി മൈനസ് വി എസ് ഇൻറ്റു എൻ. ഹിയർ എൻ ബാർ ആർ എന്ന് പറയുന്നത് എൻ ബാറിനോട് ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. ദെർഫോർ എൻ ബാർ ഇസ് ഈക്വൽ ഇത്. ഓക്കെ ആണല്ലോ. സോ അതവിടെ നിൽക്കട്ടെ. അടുത്തത് ഇതാണ്. ആൾ ബാക്കിൽ നിൽക്കുകയാണ്, സോഴ്സ് ഫ്രണ്ടിലേക്ക് പോവാണ്. ഓക്കെ ആണല്ലോ. ആ കേസിൽ വാട്ട് ഹാപ്പൻസ് ഇസ് എൻ ബാർ ഡി എന്ന് പറയുന്നത് വി ബൈ വി പ്ലസ് വി എസ് ഇൻറ്റു എൻ ആണ്. എൻ ബാർ ഈസ് വി ബൈ വി മൈനസ് വി എസ് ഇൻറ്റു എൻ ആണ്. ഓക്കെ ആണല്ലോ. അത് മാത്രം വച്ചാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കേസ്. ഓക്കെ. ഇതിലെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സും ഒബ്സർവർ, അതായത് ആൾ വണ്ടിക്കകത്താണ്, എന്നിട്ട് വണ്ടിയുടെ അതേ സ്പീഡിൽ പോവാണ്. അപ്പോൾ ഇയാൾ ഒരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ആൾ ഹോൺ എങ്ങനെ കേൾക്കും എന്നുള്ളതാണ് ചോദ്യം. ഇതിലെന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ എൻ ബാർ ഡി എന്ന് പറയുന്നത് എൻ ആണ്. എൻ ബാർ എന്ന് പറയുന്നത് വി ബൈ വി മൈനസ് എക്സ് ഇൻറ്റു എൻ ആണ്. ആൻഡ് എൻ ബാർ ആർ എന്ന് പറയുന്നത് വി പ്ലസ് എക്സ് ബൈ വി മൈനസ് എക്സ് ഇൻറ്റു എൻ ആണ്. ഓക്കെ ആണല്ലോ. ഓർ എക്സ് ഇസ് ദ വെലോസിറ്റി ഓഫ് ദ സൗണ്ട്. ഓക്കെ അല്ല, വെലോസിറ്റി ഓഫ് ദി കാർ. ഓക്കെ ആണല്ലോ. ശരി. ഇനി ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മക്കളെ. മറ്റൊക്കെ നിങ്ങൾ മറന്നാലും ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് ഡോപ്ലർ എഫക്റ്റ് വർക്ക് ചെയ്യാത്ത കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയോ 1-2 കണ്ടീഷൻസിൽ ഡോപ്ലർ എഫക്റ്റ് വിൽ ഫെയിൽ. അതിനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂല. എന്തൊക്കെയാണ് കണ്ടീഷൻ? ഒന്ന്, സോഴ്സ് ഓഫ് സൗണ്ട് ആൻഡ് ഒബ്സർവർ ബോത്ത് ആർ അറ്റ് റെസ്റ്റ്. എന്താണ് പറഞ്ഞത്? നമ്മുടെ സോഴ്സും അതുപോലെ തന്നെ ഒബ്സർവറും രണ്ടുപേരും റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. ഇവർ രണ്ടുപേരും റെസ്റ്റിലാകുമ്പോൾ എന്ത് പറ്റില്ല? ഡോപ്ലർ എഫക്റ്റ് വർക്കാവില്ല. രണ്ടാമത്തെ കാര്യം, സോഴ്സ് ആൻഡ് ഒബ്സർവർ ബോത്ത് ആർ മൂവിങ് ഇൻ സെയിം ഡയറക്ഷൻ വിത്ത് സെയിം വെലോസിറ്റി. അതായത് സോഴ്സ് ഒബ്സർവർ രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഡോപ്ലർ വർക്കാവില്ല. മൂന്നാമത്തത്, സോഴ്സ് ആൻഡ് ഒബ്സർവർ ആർ മൂവിങ് ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അതായത് ഇങ്ങനെ സോഴ്സും ഇങ്ങനെ ഒബ്സർവർ മൂവ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യില്ല, ഇത് വർക്ക് ചെയ്യില്ല. നാലാമത്തത്, വെൻ മീഡിയം ഈസ് ഓൺലി മൂവിങ്.
ഓക്കെ ഉള്ളൂ. അതായത് മീഡിയം മാത്രമേ ഈ കേസിൽ മൂവ് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് മറ്റേ സാധനം മൂവ് ചെയ്യുന്നില്ല. ഇനി ലാസ്റ്റത്തെ കേസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഒബ്സർവർ ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ ആണല്ലോ. അതായത് സോഴ്സും ഒബ്സർവറിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും ഇത് വർക്ക് ചെയ്യൂല. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റും കൂടെ ഉണ്ട്. ജസ്റ്റ് അതും കൂടെ പറഞ്ഞിട്ട് പോവാം. അത് നമുക്ക് രണ്ട് കേസാണ്. ഇൻ കേസ് ഓഫ് അപ്രോച്ച്, അതായത് രണ്ട് ലൈറ്റ്സും പരസ്പരം അടുത്തേക്ക് വരികയാണെന്ന് വിചാരിക്കുക, രണ്ട് ലൈറ്റ്സ്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ n bar is equal to n into 1 plus v by c by 1 minus v by c the whole raised to 1 by 2, and lambda bar is equal to lambda into 1 minus v by c plus 1 by v by c whole raised to 1 by 2. ഇതാണ് ഇൻ കേസ് ഓഫ് അപ്രോച്ച്. അടുത്തതാണ് ഇൻ കേസ് ഓഫ് റിസഷൻ. റിസഷൻ എന്ന് പറഞ്ഞാൽ ദൂരേക്ക് പോവാണ്. ഹിയർ n bar is equal to n into 1 minus v by c by 1 plus v by c whole raised to 1 by 2, and lambda bar is equal to lambda into 1 plus v by c by 1 minus v by c whole raised to 1 by 2. ഓക്കെ ആണല്ലോ. ദിസ് ഈസ് ദ ഡോപ്ലർ എഫക്റ്റ് ഓഫ് ലൈറ്റ്. ഓക്കെ ആണോ? പിന്നെ ഉള്ളൊരു കാര്യം ഡോപ്ലർ ഷിഫ്റ്റാണ്. ഡോപ്ലർ ഷിഫ്റ്റാണ്. നമുക്ക് ആദ്യം ഒരു റെഡ് ഷിഫ്റ്റ് ഉണ്ട്. റെഡ് ഷിഫ്റ്റ് ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് ലാംഡ ബാർ മൈനസ് ലാംഡ, ദാറ്റ് ഈസ് ബേസിക്കലി വി ബൈ സി ഇൻറ്റു ലാംഡ എന്നാണ് പറയുന്നത്. ഓർ ഡെൽറ്റ ലാംഡ ഈസ് വി ബൈ സി ഇൻറ്റു ലാംഡ. അടുത്താണ് ബ്ലൂ ഷിഫ്റ്റ്, ദാറ്റ് ഈസ് ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ ബാർ മൈനസ് ലാംഡ, വിച്ച് ഈസ് മൈനസ് വി ബൈ സി ഇൻറ്റു ലാംഡ, ഓർ ഡെൽറ്റ ലാംഡ ഈസ് മൈനസ് വി ബൈ സി ലാംഡ. ജസ്റ്റ് ഓർത്തിക്കുക, റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വി ബൈ സി ലാംഡ, ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് വി ബൈ സി ലാംഡ. അത് അതിൻ്റെ വേവ് ലെങ്ത്തിന് ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ഡോപ്ലർ ഷിഫ്റ്റാണ്. ഓക്കെ ആണല്ലോ. സോ ഇത് ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾ അറിയാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് മക്കളെ. ഓക്കെ ആണല്ലോ. സോ ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റും കൂടെ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. വിത്ത് ദാറ്റ് നോട്ട് വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദി എൻറ്റയർ ബൾക്ക് ഓഫ് വേവ്സ്. ഓക്കെ ആണല്ലോ. ഇനി വേവ്സ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ഒന്നുമില്ല. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോടെ ചാപ്റ്റർ? ഇറ്റ്സ് ബീൻ ഓവർ 2 hours or 40 minutes. ഇനി ലാസ്റ്റ് ഒരു 10-20 minutes കൊണ്ട് നമ്മളൊരു 10-15 ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യും. അതോടെ വി ക്യാൻ ഹാപ്പിലി എൻഡ് ദിസ് ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എല്ലാവർക്കും അടുത്തിട്ടുണ്ടാവുമെന്ന് അറിയാം. ബട്ട് യുനോ ലോട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? എനിക്ക് തന്നെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരു വലിയ വോളിയം പഠിപ്പിച്ച് കഴിഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ എല്ലാവരും റെഡി ആണോ? ഈസ് എവ്രി വൺ റെഡി? ഇതൊക്കെ +1 വേവ്സിലുണ്ടല്ലേ? ഉണ്ട് അനുപമ, ഇത്രയുണ്ട്. ദിസ് ഇസ് ദ ഹോൾ. ഞാൻ എടുക്കുമ്പോൾ ഇത്രയുമാണ്. ദിസ് ഇസ് മൈ വേവ് സിലബസ്. ഓരോരുത്തരും ഓരോ പോലെയാണ് വേവ്സ് എടുക്കാറ്. ആൻഡ് ദിസ് ഇസ് ദി വേവ്. ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കിട്ടിയോടാ? ഒന്ന് പറയോ? ഇസ് ഇറ്റ് ഓക്കെ? നിങ്ങൾ വേവ്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ അറിയാൻ എക്സ്പെക്റ്റ് ചെയ്തത് അത് മൊത്തം കിട്ടിയോ? എനിക്ക് ആദ്യം അതാണ് അറിയേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഐ എം ലൈക്ക് സോ ഹാപ്പി. പിന്നെ എനിക്ക് ഐ വിൽ ബി സോ ഹാപ്പി ഇൻ കണ്ടിന്യൂ ഇൻ ദ ക്ലാസ്സസ് ഓൾസോ. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കിട്ടിയോ? യു ക്യാൻ ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഓക്കെ ആണല്ലോ. ജസ്റ്റ് വി ആർ സ്ലോലി സ്റ്റാർട്ടിങ് ദി എം സി ക്യു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായിട്ട് പറഞ്ഞുതരും. ഓക്കെ ആണല്ലോ. Okay, so let us start with the MCQs. We don't have to waste the time. Okay, so we are starting with the MCQ ഭാഗം അല്ലേ? ഈ മക്കളെ നിങ്ങൾ എൻ്റെ കൂടെ പങ്കെടുത്തോ? നമ്മൾ നീറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. കാരണം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങളെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിസ് ഇസ് മോർ അബൌട്ട് Combi is more into the theory part and as well as the MCQs also. First question is here. A wave traveling in the positive x direction. മനസ്സിലാക്കാം. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഒരു വേവ് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇക്വേഷൻ വിൽ ബി y is equal to a sin kx minus omega t. ഓക്കെ ആണല്ലോ? ശരി.
ഈസ് ഹാവിങ് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് വൺ ഡയറക്ഷൻ ആസ് 1 മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ആംപ്ലിറ്റ്യൂഡ് ഇവിടെ 1 മീറ്റർ ആണ്. അതുപോലെ വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു 2π മീറ്റർ. അതുപോലെ ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു 1/π. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമ്മളോട് ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും അല്ല, കാരണം എന്താ, മൈനസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഇസ് ഈക്വൽ ടു a ഇസ് 1 സൈൻ k. ഓക്കെ, അടുത്ത പറയുന്നത് k ആണ്. നമുക്കറിയാം k ഇസ് ഈക്വൽ ടു 2π/λ. So this is 2π/λ is again 2π. So it is 1. So sin 1x minus omega. Omega എന്ന് പറയുന്നത് 2π ന്യൂ ആണ്. So it is 2π into ന്യൂ എന്ന് പറയുന്നത് 1/π ആണ്. So this is 2. So 2x minus 2 into t അല്ലേ, t is this one. So this is y is equal to sin x minus 2t. So the answer is y is equal to sin x minus 2t. Answer is C. Answer is C. Okay ആണല്ലോ, crystal clear. Thank you. All topics clear, right? അപ്പോൾ ഡാലിയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ആൻസർ ഇസ് സി. കറക്റ്റ് ആണ് ഡാലിയ. അടുത്ത ക്വസ്റ്റ്യൻ, second question. Two waves are represented by the equation y1 is equal to a sin omega t plus kx plus 0.57 and a cos omega t plus kx. ശ്രദ്ധിക്കാം, ആദ്യത്തെ y1 is equal to a sin omega t plus kx plus 0.57 ആണ്. ഓക്കെ ആണല്ലോ. സോ ഹിയർ ഫേസ് 5 എന്ന് പറയുന്നത് എത്രയാണ്, omega t plus kx plus 0.57 ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി വാട്ട് ഇസ് y2? y2 is a cos omega t plus kx ആണ്. ഓക്കെ ആണല്ലോ. ഞാൻ ഇതിന് എന്ത് ചെയ്യാണ്, എനിക്കിതിൻ്റെ സൈൻ ഫോർമാറ്റിക്ക് കിട്ടാൻ വേണ്ടി a sin omega t plus kx പറഞ്ഞേ, വാട്ട് ഇസ് sin 90 plus theta? Sin 90 plus theta is cos theta അല്ലേ, അറിയാലോ. a sin 90 plus theta പറയുമ്പോൾ cos theta ആണ്. So it is a cos omega t plus kx. So this is equal to phi2 is equal to omega t plus kx plus pi/2. ഓക്കെ ആണല്ലോ. ആൻഡ് നമ്മളോട് ചോദിച്ചത് ഫേസ് ഡിഫറൻസ് ആണ്. ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ is equal to phi2 minus phi1. So it is omega t plus kx plus pi/2 minus omega t plus kx plus 0.57. omega t kx ഒക്കെ വെട്ടിപ്പോയി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇസ് pi/2 അഥവാ 90 ഡിഗ്രി. 90 ഡിഗ്രി റേഡിയനിൽ എത്രയാണെന്നാണ് മനസ്സിലാക്കുക മക്കളെ, ഇത് ഓർത്ത് വെച്ചോ. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1.57 റേഡിയനാണ്. സോ മൈനസ് 0.57. സോ ദിസ് ഇസ് ആക്ച്വലി ദ ആൻസർ ഇസ് 1 radian. 1 radian. The answer is A. Answer is A. Okay ആണല്ലോ, ആൻസർ ഇസ് A അഥവാ 1 radian. Okay ആണല്ലോ, ഫൈൻ. We are moving into the next question. A wave is described by y is equal to sin 10 pi x minus 2 pi by t, where x and y are in meter, time is in second, and it is a traveling around. മനസ്സിലാക്കുക, ഇവിടെ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഒന്നെങ്കിൽ ഇതായിരിക്കാം ആൻസർ, അല്ലെങ്കിൽ ഇതായിരിക്കാം ആൻസർ. സോ വി ആർ സ്ട്രെയിറ്റ് അവേ കട്ടിങ് ബി ആൻഡ് സി. ഓക്കെ ആണല്ലോ, ബി ആൻഡ് സി കട്ട് ചെയ്ത് പോയി. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ തന്ന കാര്യം എന്താ, ഇവിടെ ദിസ് ഇസ് ഓഫ് ദ ഫോർമാറ്റ് സൈൻ എ കെ എക്സ് മൈനസ് ഒമേഗ ടി. സോ ഹിയർ കെ ഇസ് ഈക്വൽ ടു 10 pi അഥവാ 2π/λ is equal to 10 pi, or lambda is equal to 1/5 or 0.2 meter. ഓക്കെ ആണല്ലോ. അപ്പോൾ ലാംഡ 0.2 ആണ്. കുടുങ്ങിയല്ലോ. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഫ്രീക്വൻസി നമുക്കറിയാം, ഹിയർ ഒമേഗ ഇസ് ഈക്വൽ ടു 2π or 2π ന്യൂ ഇസ് ഈക്വൽ ടു 2π. 2π വെട്ടിപ്പോയി, or ന്യൂ ഇസ് ഈക്വൽ ടു 1 Hz.
ഓക്കെ ആണല്ലോ. ഓർ ദി ആൻസർ ഇസ് ഫ്രീക്വൻസി ഇസ് 1 ഹെർട്സ്. സോ ദി ആൻസർ ഇസ് എ. ആൻസർ ഇസ് എ. ഓക്കെ ആണല്ലോ. ആൻസർ ഇസ് എ. കറക്റ്റ് ആണ് കേട്ടോ. സോ ഡാലിയ പറഞ്ഞിട്ടുണ്ട്, ഷാജി മോൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അത് കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ഇൻ ടു ദി ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 waves റെപ്രസെൻറ്റഡ് ബൈ 2 വേവ് വന്നിട്ടുണ്ട്. അതാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കാം. ഇവിടെ എന്താ തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ 100t ഇത് വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ശരി. അപ്പോൾ നമുക്ക് ആദ്യം ഈ കോസിന് എന്ത് ചെയ്യാം? സൈൻ്റെ ടേംസിലേക്ക് മാറ്റാം. സോ y2 is equal to ഇതെന്തോ ആയിക്കോട്ടെ 10⁻⁻6 സൈൻ 100t പ്ലസ് x/50 പ്ലസ് പൈ ആണ് വേണ്ടത്, പ്ലസ് π/2 ആണ് വേണ്ടത് ആണല്ലോ. പക്ഷേ ആൻസർ റേഡിയനിലായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 1.57. ഓക്കെ ആണല്ലോ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ്? സോ ഇവിടെ എത്ര? 1.57 മൈനസ് ഇവിടെ എത്രയാ? 0.5. സോ ദ ആൻസർ ഈസ് 1.07 റേഡിയൻ. ആൻസർ ഇസ് എ. ആൻസർ ഇസ് എ. 1.07 റേഡിയൻ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എന്താ ശ്രദ്ധിച്ചേ? എ ട്രാൻസ്വേഴ്സ് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ y is equal to a sin omega t minus kx. For what value of wavelength is the wave velocity equal to maximum particle velocity എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഓഫ് ദ ഫോമാറ്റ് y is equal to a sin omega t minus kx. നമുക്കറിയാം പാർട്ടിക്കിൾ വെലോസിറ്റി വി പി ഇസ് എസെൻഷ്യലി dy/dt. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. വിച്ച് ഇസ് ഇതിനെ ഇതാക്കുക. സോ ദറ്റ് ഈസ് d/dt ഓഫ് a sin omega t minus kx. സോ ദിസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആയി എടുത്തു കഴിഞ്ഞാൽ സൈൻ ഒമേഗ ടീൻ്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു ഒമേഗ ടീൻ്റെ ഡെറിവേറ്റീവ് ഒമേഗ. സോ ഇറ്റ് ഈസ് എ ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ്. ഓക്കെ ആണല്ലോ. കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ്. ഇനി സോ വാട്ട് ഈസ് ദ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി? ഈ കോസ് അങ്ങ് 1 ആയാൽ മതി അല്ലേ. സോ ഇറ്റ് ഈസ് എ ഒമേഗ. ഇനി നമുക്കറിയേണ്ടത് തന്നിട്ടുള്ളത് വേവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്കറിയാം വേവ് വെലോസിറ്റി ഈസ് ഒമേഗ ബൈ കെ. ഓക്കെ ആണല്ലോ. ശരി. അതുപോലെ പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ മാക്സിമം ഈസ് എ ഒമേഗ. ഇപ്പോൾ കിട്ടി. ഒമേഗയെ വെട്ടിപ്പോയി. ഓക്കെ ആണല്ലോ. ഒമേഗയും വെട്ടിപ്പോയി. സോ വാട്ട് ഹാപ്പൻസ് ഇസ് 1/k is equal to a. But k is equal to 2π/λ. Okay ആണല്ലോ. Or what happens is 1/2π/λ is equal to a. Or λ/2π is equal to a. Or λ is equal to 2πa. Or λ is equal to 2πa. The answer is 2πa. Answer is C. ആൻസർ പറഞ്ഞാൽ ഡാലിയ മാത്രമാണ് കറക്റ്റ്. ഡാലിയ സി ആണ് ആൻസർ കേട്ടോ. ഓക്കെ ആണല്ലോ. 6th question. A transverse wave propagating along x-axis is represented by such and such, where x is in meters and t. The speed of the wave is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. The speed of the wave മനസ്സിലാക്കാം. ഈ വേവ്, സോ വി ഹാവ് y of x, t is equal to 8 sin 0.5 pi x minus 4 pi t minus pi/4. Okay ആണല്ലോ. So this is equal to y is equal to a sin 2π/λ into x minus 2π/t into t plus 5. ഇതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് 2π/λ ആണ് 0.5.
അതുപോലെ അങ്ങനെ ആകുമ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് വരും? ലാംഡ ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്യുകയാണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു 2π/0.5 വിച്ച് ഇസ് 4 മീറ്റേഴ്സ്. ഓക്കെ ആണല്ലോ, 0.5 പൈ. ഓക്കെ ആണല്ലോ, വിച്ച് ഇസ് 4 മീറ്റേഴ്സ്. ലാംഡ കിട്ടി. അതുപോലെ 2π/t എന്ന് പറയുന്നത് 4π ആണ്, ഓർ t ഈസ് ഈക്വൽ ടു 1/2 സെക്കൻഡ്സ്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്. സോ ഇറ്റ് ഈസ് 1/1/2 ഓർ ഇറ്റ് ഈസ് 2 ഹെർട്സ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് v ആണ്. v ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. ന്യൂ ഇസ് 2 ഹെർട്സ് ആൻഡ് ലാംഡ ഈസ് 4. സോ 2 into 4 ഈസ് 8 മീറ്റർ. 8 മീറ്റർ. ഓക്കെ ആണല്ലോ, ദ ആൻസർ ഈസ് 8 മീറ്റർ. ആൻസർ ഈസ് 8 മീറ്റർ. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഇറ്റ്. അടുത്തത് 7. ഓക്കെ, ഇത് ഐമാക്സ് പ്ലസ് ഐ മിനിമത്തിൻ്റെ വാല്യൂ ആണ്. ഇത് ഞാൻ അവിടെ നോട്ട്സിൽ തരാൻ വിട്ടുപോയ കാര്യമാണ്. ഇതൊരു ഡെറിവേഷനാണ്, കുറച്ച് വലിയ ഡെറിവേഷൻ ഉണ്ട്. ഇതിന് ആൻസർ മാത്രം നിങ്ങൾ വെച്ചാൽ മതി. ഐമാക്സ് പ്ലസ് ഐ മിനിമം ഒരു സ്റ്റാൻഡേർഡ് ടെർമിനോളജിയാണ്. ദാറ്റ് ഈസ് 2 times I1 + I2 ആണ് കേട്ടോ. ഇതൊരു സ്റ്റാൻഡേർഡ് ഡെറിവേഷനാണ്, നമ്മൾ കൊടുക്കാറുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഡെറിവ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. ഓക്കെ ആണല്ലോ, ഈ ഒരൊറ്റ ഇക്വേഷൻ ഇതിങ്ങനെ ചോദിക്കുന്നതാണ്. മാക്സിമം ഇൻറ്റൻസിറ്റി, മിനിമം ഇൻറ്റൻസിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ. സർ, ഓസിലേഷൻ ബാലൻസ് എപ്പോഴും എടുക്കുക? ഓസിലേഷൻ ബാലൻസ് നാളത്തെ എൻ്റെ ലൈവ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും EM വേവ്സും ആണ്. മറ്റന്നാളത്തെ ലൈവ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. അതിൻ്റെ അന്ന് രാത്രി തന്നെ തോന്നുന്നു എനിക്ക് തെർമോഡൈനാമിക്സിൻ്റെ ലൈവ് ഉണ്ട്. 3-ാം തീയതിയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ. 3-ാം തീയതി രാത്രി തെർമോഡൈനാമിക്സിൻ്റെ ലൈവ് ഉണ്ട്. അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ തെർമോഡൈനാമിക്സ് കഴിയും. അതിനുശേഷം നമ്മൾ ഓസിലേഷൻസിൻ്റെ ബാക്കി എടുക്കും. ഓക്കെ ആണല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ ഐ തിങ്ക് കാണുന്ന ഡാലിയോ മരിയം, ആരെങ്കിലും ഒരാൾ ഈ കമൻ്റ് താഴെ ഇടണം, ഈ ഓസിലേഷൻ്റെ ബാക്കി ഇതിൻ്റെ കൂടെ, അതായത് എന്നാണോ തെർമോഡൈനാമിക്സ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒന്ന് കമൻറ്റ് ചെയ്തിടുക കേട്ടോ. സോ ദാറ്റ് പീപ്പിൾ വിൽ ബി നോയിങ് ഇറ്റ്. ഓക്കെ ആണല്ലോ, ശരി. സോ അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. 2 waves having equation ഇത് വന്നിട്ടുണ്ട്. ഇഫ് ദ റിസൾട്ടൻറ്റ് വേവ് ആർ ദ ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സി, ഈ 2 വേവ്, അതായത് ജനറലി x1 ആൻഡ് x2, ഈ 2 വേവിൻ്റെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് വിൽ ബി 2a × 1 + cos phi ആയിരിക്കും. ഓക്കെ ആണല്ലോ, 1 + cos phi ആയിരിക്കും. ആൻഡ് ദിസ് വിൽ ബി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൂപ്പർ ഇമ്പോസിങ് വേവ്, അത് a ആയിരിക്കും എന്നാണ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അതായത് 2 വേവ്സ് കൂടി ചേരുമ്പോൾ അതിൻ്റെ നെറ്റ് ആംപ്ലിറ്റ്യൂഡ് 2a × 1 + cos phi ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് വിൽ ബി തന്നിട്ടുണ്ട്. അതെന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൂപ്പർ ഇമ്പോസിങ് വേവ്സിനോട് ഈക്വൽ ആണ്, അതായത് a തന്നെയാണ് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ബേസിക്കലി മീനിങ് ഇത് a വെട്ടിപ്പോയാൽ 1 + cos phi ഈസ് 1/2 ഓർ cos phi is equal to -1/2, 1/2 -1. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ phi will be be in second quadrant and it will be 2π/3 കേട്ടോ. അതായത് cos phi -1/2 ആവുന്നത് 2π/3ലാണ്. തേർഡിന് ഗ്രാവിറ്റേഷനാണ്. തേർഡിന് ഗ്രാവിറ്റേഷൻ മോർണിംഗ് ആയിരിക്കുമല്ലോ. ഞാൻ പറയാം കേട്ടോ, ഇന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് പറയാം എന്താണെന്ന്. തെർമോഡൈനാമിക്സ് എടുക്കുന്നതിൻ്റെ കൂടെയാണ്. ഡേറ്റ് കൺഫേം ആവുന്നേ ഉള്ളൂ. ഡേറ്റ് കൺഫേം ആവുന്നതിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു. 2 waves അതും കഴിഞ്ഞു. ഇനി എന്താണ്? എ ട്യൂണിംഗ് ഫോർക്ക് വിത്ത് ഫ്രീക്വൻസി 800 Hz produces resonance in a resonance column with upper end open and lower end closed. ഇങ്ങനെ ആണ് കൊടുത്തിട്ടുള്ളത്. സക്സസീവ് റെസൊണൻസ് ആർ ഒബ്സർവ്ഡ് അറ്റ് ലെങ്ത് 9.75, 31.25. അപ്പോൾ ഈ ഓരോ ലെങ്ത്തിലും റെസൊണൻസ് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ഓരോ റെസൊണൻസ് ഫ്രീക്വൻസിയും ഇതിൽ λ/2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു L3 - L2 വിച്ച് ഈസ് ഈക്വൽ ടു L2 - 7. ഓരോ എന്താ പറയുക, ഞങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ദിസ് ഇസ് λ/2 അല്ലേ. അപ്പോൾ എന്താ, ഓരോ λ/2 നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഓരോ ഫ്രീക്വൻസി കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇത് കുറച്ച് കഴിഞ്ഞാൽ 52 - 31 അല്ലെങ്കിൽ 31 - 9.2 ദാറ്റ് വിൽ ബി 21.5 cm.
or lambda എന്ന് പറയുന്നത് 2 into 21.5 which is 43 ആണ്. ഓക്കെ ആണല്ലോ. ആൻഡ് വി know that v is equal to ന്യൂ ലാംഡ. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. സോ അത് കണ്ടുപിടിക്കുമ്പോൾ യു ഗെറ്റ് ന്യൂ തന്നിട്ടുണ്ട് ഇവിടെ. ദാറ്റ് വിൽ ബി 800 into 43/100. ഓക്കെ ആണല്ലോ. 800 into 43/100 ആണ് വരിക. ഓക്കെ, സോ ദ ആൻസർ വിൽ ബി 344. ആൻസർ വിൽ ബി 344. ഓക്കെ, ഇനി നമുക്കൊരു ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, ഇത്ര ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തേക്കാം. ഓക്കെ, the fundamental frequency in an open organ pipe is equal to the third harmonic of a closed open pipe. ഓക്കെ ആണല്ലോ. സോ മനസ്സിലാക്കാം, ക്ലോസ്ഡ് പൈപ്പിൻ്റെ തേർഡ് ഹാർമോണിക് 3v/4l ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ ഓപ്പണിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി v/2l' ആണ്. ഇവർ തന്നിട്ടുണ്ട് 3v/4l എന്ന് പറയുന്നത് v/2l' ആണെന്ന് തന്നെയാണ്. ഓക്കെ ആണല്ലോ. therefore l' is equal to 4l/3v ആണ്. ഓക്കെ, സോ ദിസ് ഇസ് 4l/3 into 2 ആണ്, ഓർ ദിസ് ഇസ് 2l/3. ഓക്കെ ആണല്ലോ. therefore l' is equal to 2 into l എത്രയാ 20 ആണ്, 20/3. so this is 60/3 or it is 13.3. 13.3. ഓക്കെ ആണല്ലോ. കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നത് അതെ. എന്നാണ് തെർമോഡൈനാമിക്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സ് 4th ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4th നൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ആകെ മടുത്തു. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വിൽ ഡു ദാറ്റ് ഓൾസോ. A source of unknown frequency give 4 beats per second when sounded with a source of known frequency 250 Hz. The second harmonic of the force of unknown frequency gives 5 beats per second when sounded with a source of frequency 513 Hz, the unknown frequencies. Okay, അപ്പോൾ let nu be the frequency of the unknown frequency. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 250 അല്ലേ വന്നിട്ടുള്ളത്, 250 4 ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ +or-4 ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇറ്റ് കുഡ് ബി ഐദർ 246 ഓർ 254 Hz. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ശരി, ഇതിൻ്റെ സെക്കൻഡ് ഹാർമോണിക്ക് 513 തരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സോ +or-5 എന്താണ് 5 ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇറ്റ് ആസ് ഐദർ ആസ് 517 അല്ലെങ്കിൽ യു കുഡ് ഗെറ്റ് ഇറ്റ് ആസ് വാട്ട് 5 5 കുറച്ച് കഴിഞ്ഞാൽ 508. ഓക്കെ ആണല്ലോ, 508. സോ അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ 254 ഫ്രീക്വൻസി ഉണ്ടല്ലോ, 254 ഫ്രീക്വൻസിയുടെ ഇരട്ടി മൾട്ടിപ്പിൾ ആയിട്ടാണ് എന്ത് വരിക, യു ഗെറ്റ് ഇറ്റ് ആസ് ഈ എന്താണ് 508ൻ്റെയൊക്കെ അടുത്തേക്ക് അല്ലെങ്കിൽ 517ൻ്റെ അടുത്തേക്ക് വരുന്നത്. 246 വളരെ മുന്നെയാണ്. ഓക്കെ ആണല്ലോ, 500ന് താഴെയാണ് വരിക. സോ ഇവിടെ ഏറ്റവും അടുത്ത് വരുന്നത് 254 ആണ്. സോ ദ ആൻസർ വിൽ ബി 254 Hz. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് 2 cars are moving in opposite direction approaching each other with a speed of 22 and 16. The driver of the first car boards a horn having frequency. സോ രണ്ടും അടുത്തേക്ക് വരാണ്. സോ n bar is equal to n into v plus v0/v minus vs. ഓക്കെ ആണല്ലോ, v plus v0/v minus vs. So this is actual frequency is 400 plus 340 plus 16.5. അതാണ് സോഴ്സിൻ്റെ സ്പീഡ് അല്ലേ, 16.5. മറ്റേത് 340 minus 22. ഓക്കെ ആണല്ലോ. ഇത് സോൾവ് ചെയ്താൽ യു ഗെറ്റ് ഇറ്റ് ആസ് 448 Hz. ഓക്കെ ആണല്ലോ, ആൻസർ ഇസ് സി. കറക്റ്റ് ആണ്. ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. Okay, trains are moving towards each other with the same speed. The speed of the sound is 340. If the height of the tone of the whistle of one of them heard is changes to other times. അതായത് ഇവിടെ apparent frequency is 9/8 times actual frequency ആണ്, and apparent frequency is
ഫ്രീക്വൻസി ഇൻറ്റു വി പ്ലസ് യു ബൈ വി മൈനസ് യു ആണ് വരിക. ഓർ 9/8 വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 340 പ്ലസ് യു ബൈ 340 മൈനസ് യു ആണ് വരിക. ഓക്കെ ആണല്ലോ. സോ വി ക്യാൻസലായി. ഇത് സോൾവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. 9 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് യു ഗെറ്റ് ഇറ്റ് ആസ് യു ആസ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. ദ ആൻസർ ഇസ് 20 കേട്ടോ. 20 meter per second. Okay ആണല്ലോ. So with that note we have completed oscillation അവിടെ ഉണ്ടാക്കിയിട്ടാണ് വന്നത്. Completed this chapter. Okay ആണല്ലോ. So that's all about it. Okay ആണല്ലോ. So if you want to communicate me or send me some text, you can always use my Insta ID, the group doc. So that's all about the day. Around 3 hours 5 minutes ആയി. So I hope everyone understood this chapter. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു 3 hour കൊണ്ട് ഈ ചാപ്റ്ററിൽ എടുക്കാൻ പറ്റുന്ന എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് എന്താണ് തോന്നിയത്, ക്ലാസ്സിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്, ഫീൽ ഫ്രീ ടു കമൻറ്റ്. ഓക്കെ ആണല്ലോ. സോ യുവർ കമൻറ്റ്സ് ഗിവ് മി എ ലോട്ട് ഓഫ് ഇൻസ്പിറേഷൻ to take more classes. So your reviews, your feedbacks in form of comments is what makes the class so interesting and hopeful for me. Okay ആണല്ലോ. So thank you for having me here. And ശബ്ദമൊക്കെ പോയി, അതാണ് അവസാനം ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ചു വിട്ടത്. So that's all for the day. And thank you for ശബ്ദം മൊത്തം പോയി. Thank you for having me here. So we'll see tomorrow again morning 6:30 കാണാം. So until then it's a goodbye and see you tomorrow. Okay ആണല്ലോടാ. അപ്പോൾ ശരി, നാളെ കാണാം. ഗുഡ് ഡേ എവ്രി വൺ. നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സസ് ഒക്കെ തീർക്കുക. എക്സാംസ് എഴുതാനുള്ളവർ എക്സാംസ് ഒക്കെ എഴുതുക. നാളെ രാവിലെ 6:30 കാണാം. ഓക്കെ ആണല്ലോ. ബൈ. ഓസിലേഷൻ പാർട്ട് 2 ഞാൻ പലതവണ പറഞ്ഞു. എഗെയിൻ തെർമോഡൈനാമിക്സ് നമ്മൾ കോമ്പി കയറുന്നുണ്ട്. ഞാൻ തന്നെ എടുക്കുന്നത്. അന്ന് അതിൻ്റെ കൂടെ എടുക്കാം. കാരണം അന്ന് 3 മണിക്കൂർ, കാരണം 1.5 മണിക്കൂർ ഉണ്ടാവുള്ളൂ ആ ഒരു ചാപ്റ്റർ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഒരു മണിക്കൂർ കൊണ്ട് പ്രോപ്പറായിട്ട് എന്ത് തീർക്കാൻ പറ്റും, നമ്മുടെ ഓസിലേഷൻസ് തീർക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഫൈൻ. ND ആണ് ലൈവ്. സോ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ.